കണ്ട് മറ്റേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ അമേരിക്കയിലോ? ഷെയർ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലോ? അതെ. എവിടെ? അമേരിക്കയിൽ പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റലിന് FDA അപ്രൂവലാ. നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടാ. സാധാരണ ഇതൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടാണ് അവർ ചെയ്യുക. അതെ അതെ. അത് ഞാൻ ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ ഷെയർ ചെയ്തിട്ടുണ്ട്. 24 വന്നൊരു പരസ്യമാണ്. ഒന്ന് ചെക്ക് ചെയ്യോ? ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. പക്ഷെ ഈ ഹോസ്പിറ്റലിനല്ല FDA അപ്രൂവൽ കൊടുക്കുന്നത്. ഈ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവൽ കൊടുക്കുന്നത് ഫുഡ് ആൻഡ് ഡ്രഗിനാണ്. അത് അവിടെ ഇറക്കാനും അവിടെ മാനുഫാക്ചർ ചെയ്യാനും അവിടെ വിൽക്കാനുമാണ്. അപ്പൊ എന്തെങ്കിലും മരുന്ന് വിൽക്കാൻ നേരത്തെ മാത്രമേ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇടപെടൂ. അല്ലാതെ അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ഹോസ്പിറ്റലിൽ നടത്താനൊക്കെ ഇത് കൊടുക്കുന്നത്, പെർമിറ്റ് കൊടുക്കുന്നത്. അത് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആയുർവേദിക് മെഡിക്കേഷന്റെ കാര്യമാണോ? നോക്കിയില്ല. നോക്കിയിട്ട് ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അങ്ങനെയാണ് ഇപ്പം രക്ഷപ്പെട്ടല്ലോ. ആയുർവേദ ഡോക്ടർമാർക്കൊക്കെ ഇനി അമേരിക്കയിലേക്ക് നേരിട്ട് പോയിട്ട് പ്രാക്ടീസ് ചെയ്യാലോ. അവിടെ പോയിട്ട് കാരണം ഇവിടുന്ന് MBBS ഡോക്ടർമാര് തന്നെ അവിടെ ആദ്യം പോയിട്ട് ഒരു വർഷം അവിടുത്തെ പരീക്ഷയൊക്കെ എഴുതി അങ്ങോട്ട് ഞാൻ തേരപ്പാര ഒക്കെ നിന്നിട്ടാണ് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യണത്. അവന്മാരെ പോലും മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ ഒരുപാട് അജിത് ഉള്ളത് തന്നെ. അവിടെ അമേരിക്കയില് പുതിയ ആയുർവേദ ഹോസ്പിറ്റൽ കോട്ടക്കലും ഹിമാലയൊക്കെ ഹോസ്പിറ്റൽ തുടങ്ങാൻ പോണെന്ന് പറഞ്ഞു. ശരി തന്നെ? എന്താണ് കേൾക്കാമോ? എന്താണ് പറയും. എന്താണ് ഞാൻ കേട്ടില്ല. അമേരിക്കയില് ആയുർവേദ ഹോസ്പിറ്റലിന് പെർമിഷൻ കൊടുത്തോ തുടങ്ങുന്നതിന്? ഇന്നിപ്പൊ ഈ സമയം ആര് പറഞ്ഞു? അതിന് സാധ്യത ഇല്ല. അല്ല നെല്ല് കേക്കട്ടെ. മിഥുൻ കാര്യം മൊത്തം പറ. അതില് എന്താണ് വാർത്തയിൽ വന്നിരിക്കുന്നത് വിശദമായിട്ട്. മിഥുന് കേൾക്കുന്നുണ്ടോ? ഒറ്റ മിനിറ്റ്, ഞാൻ സ്ക്രീൻ ആരാണ് പറഞ്ഞത്? 24 ന്യൂസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ്ട് ഇവിടെ DP ഇട്ടിട്ടുണ്ട്. DP കാണാൻ പറ്റുന്നുണ്ട്. ദ വേൾഡ്സ് വൺ ആൻഡ് ഓൺലി USFDA US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവൽ ആയുർവേദിക് ഹോസ്പിറ്റൽ. അതൊരു കേട്ടിട്ട് തന്നെ ഒരു ഉടായിപ്പ്. അല്ല മിഥുൻ എന്താ പറഞ്ഞല്ലോ? മിഥുൻ എന്താ പറഞ്ഞ? ന്യൂസ് അല്ലേ? ന്യൂസ് അല്ല, പരസ്യമാണ്. അവരെ പരസ്യമാണ്. അങ്ങനെ അതും മിഥുനെ ഇവിടെ UAE നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്പാകളുണ്ട് പെട്ടിക്കട മാതിരി. അവരൊക്കെ ഇതേപോലെ അപ്രൂവലുള്ള ആൾക്കാരാ. പഠിച്ചവരൊക്കെ ഇപ്പൊ US അപ്പൊ അവരൊന്നും അവിടെ എത്ര 5-8 വർഷമായിട്ടുണ്ട്. അപ്പൊ അവരവിടെ ആയുർവേദം നല്ല ചെയ്യുന്നത്. അവര് വേറെ മെഡിക്കൽ ഹോസ്പിറ്റൽസിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റർ പോലെയുള്ള പോസ്റ്റുകൾ, അതുപോലെ മാനേജീരിയൽ പോസ്റ്റുകൾ, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റ്, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാണ്. അപ്പൊ അവർ പ്രത്യേകിച്ച് അവർക്ക് ഒരു ഹെർബൽ ഇതെന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ അനീഷ്, ഈ ഓർഗനൈസേഷന്റെ പേര് ഒന്ന് എനിക്കൊന്ന് മെസ്സേജ് അയച്ചു തരാൻ പറയാം. അവരെടുക്ക ഒരു ഫാക്ട് ചെക്ക് നടത്താലോ. ഇതെന്ന് പറഞ്ഞാൽ ആരാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഒരു ഫാക്ട് ചെക്ക് നടത്തുന്നത് നല്ലതായിരിക്കുമല്ലോ. എനിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നാൽ മതി. അഡ്വർടൈസ്മെന്റ് ആ ഹോസ്പിറ്റലിന്റെ പേരൊന്ന് പറയൂ, നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി. ആ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ 2 ദിവസം മുന്നേ കൈപ്പള്ളിക്ക് മറ്റേ FDA ആയുർവേദക്ക് വേണ്ടിട്ട് കൺസ്യൂമേഴ്സിന് നോട്ടിഫിക്കേഷൻ അയച്ചത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നാ? ഒരു 3 ദിവസം മുന്നേ. നിങ്ങളിപ്പോ മെസ്സേജ് നോക്കാറില്ലെന്ന്? അല്ല, എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നു. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഞാൻ ദേവനാഥിന് ഞാൻ എൻ്റെ ടെലഗ്രാം നമ്പർ തരാം. സോ യു പ്ലീസ് കോൺടാക്ട് മീ ത്രൂ ദാറ്റ്. അല്ലെങ്കിൽ ഞാൻ വാട്സാപ്പ് ഉപയോഗിക്കാറില്ല. ഐ വിൽ ഗിവ് യു മൈ ടെലഗ്രാം.
ഫിൽജിനുണ്ട്, ഫിൽജിനോടും ചോദിച്ചു നോക്ക്. ഫിൽജൻ, ഈ ഫിൽജിൻ ദ വേൾഡ്സ് ഫസ്റ്റ് ആയുർവേദ USFDA അപ്രൂവ്ഡ് ആയുർവേദ ഹോസ്പിറ്റൽ ഇൻ ദ അമേരിക്ക ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉള്ളത് തന്നെ. ഇല്ല, US അപ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. US ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല. ഈവൻ UK പോലും NHS ആയുർവേദ എന്നുള്ള ടേം പോലും NHS വെബ്സൈറ്റിൽ ഇല്ല. അക്യുപ്രഷറുണ്ട്, ആയുർവേദ എന്നുള്ള ടേമില്ല. ബാക്കി എല്ലാത്തിനെയും കോംപ്ലിമെന്ററി മെഡിസിൻ CAM എന്നാണ് പറയുന്നത്, ബാക്കി എല്ലാത്തിനെയും ചേർത്ത്. അങ്ങനെ ഒരു അല്ല വേർഡ് പോലും. ഫിൽജിനെ, അതെന്താണെന്ന് തോന്നുന്നു ഫിൽജിനെ, നമ്മൾ ഈ ഇന്ത്യ ഗവൺമെന്റ് കാര്യമായിട്ട് പുഷ് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് എന്നൊക്കെ കേൾക്കണ്ടല്ലോ, അങ്ങനെയാണോ? അല്ല അല്ല, അവിടെ പറയുന്നത് CAM എന്നാണ്, കോംപ്ലിമെന്ററി അതെ, CAM എന്നാണ് അത്. അതുകൊണ്ടല്ല, എവിഡൻസ് ബേസ്ഡ് അല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്, വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇവര് അനുഭവ സാക്ഷ്യങ്ങൾ എവിഡൻസ് ആയിട്ട് എടുക്കൂലേ? അത് ഇവിടെ എടുക്കൂല. കൈപ്പള്ളി അതെടുക്കൂല. ഞാൻ ഇത് പിന്നെ വേറെ ഒരു ഇടയ്ക്ക് ഇത് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അമേരിക്ക അല്ല ഇത് കേട്ടോ. നമ്മൾ അമേരിക്ക വേറെയാണ്. അതാണ് സാധ്യത. അല്ല, ഇവിടെ ആശുപത്രി ഒഴിച്ച്, ഞാനിപ്പോ US അപ്പൊ ഇവിടെ ആശുപത്രി ഒഴിച്ച് മാറ്റി നിർത്തിയാൽ പോലും ഇവിടെ ഒരു സപ്ലിമെന്റ് ആയിട്ട് മാത്രമേ നമുക്ക് ഇവിടെ ആയുർവേദ ഗുളിക പോലും വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിലിപ്പോ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഫാക്ട് ചെക്ക് ചെയ്യേണ്ടത് USFDA ഫുൾ ഫോം എന്താണെന്ന് ഒരു വട്ടം കൂടി ചോദിക്കണം. അതായത് U ഫോർ ഉഡായിപ്പ ആണോ എന്നുള്ളത് കൂടി അറിയാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അമേരിക്കയിലല്ല, നിങ്ങൾ വെറുതെ ഒരു അമേരിക്കയുടെ കൊടി വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അമേരിക്കൻ ജംഗ്ഷനിൽ how many kilometers from Washington kilometers and kilometers in this age of degenerating degeneracy അല്ലേ? കൈപ്പള്ളി ഇത്തവണ ഈ മാസം ഫണ്ട് കിട്ടാത്തതിന്റെ വിഷമം കൊണ്ട് പറയുന്നല്ല, എനിക്ക് മനസ്സിലായി. ഈ മാസത്തെ ഇനി കഴിഞ്ഞ മാസത്തെ ഇതുവരെ കിട്ടിയില്ല. അവന്മാര് ടോണിക്കാണ് അയച്ചു കൊടുക്കുന്നത്, എന്നിട്ട് ഞങ്ങൾക്കെല്ലാം വീതിച്ച് തരെയാണ്. അല്ല, കൈപ്പള്ളിക്ക് ഇതിന്റെ മാഫിയ, നമുക്ക് ഓൾറെഡി വേറെ ഓഫർ ഉണ്ട്. കൈപ്പള്ളി അറിഞ്ഞില്ലേ? 2 കോടിയുടെ ഓഫർ നമുക്കുണ്ട് പ്രശാന്തിന്റെ വഴി. അല്ല, നമ്മള് 2 കോടിയുടെ ഓഫറിന് പോണോ? നമുക്ക് ആ മരുന്ന് കമ്പനി അതിനെക്കാട്ടിലും തരുന്നില്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, അവരൊരു കൺസിസ്റ്റൻസി ഇല്ല, അതാണ് പ്രശ്നം. അത് ഇന്നലെ ഞങ്ങളുടെ ഇന്നലെ എന്ന് പറഞ്ഞ് എന്റെ ഇന്നലെ രാത്രി ഒരു 4-5 മണിക്കൂർ കൈപ്പള്ളിക്ക് വേറെ ഒരു വിഷയത്തിൽ വർക്ക് ഉണ്ടായി പോയത് ഒരു വലിയൊരു നഷ്ടമായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ ബ്ലോ യുവർ ഹെഡ് കംപ്ലീറ്റ്ലി ടേർ യുവർ ഹെയർസ് ഔട്ട് പോലത്തെ ഒരു കോൺവെർസേഷൻ ആയിരുന്നു 4-5 മണിക്കൂർ ഞാനിത് കേട്ടത്. അതിൽ ഓവറോൾ എനിക്ക് തോന്നുന്നത് ആ ഡിസ്കോഴ്സ് കാരണം ഓവറോൾ ഡാമേജ് ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. ബിക്കോസ് ഈ മറ്റേ ഡോക്ടർ എന്ന പേരിൽ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ പോസ്റ്റ് മാറ്റി മാറ്റി സ്യൂഡോ സയൻസ് തള്ളിവിടുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ടോട്ടലി ഫ്രസ്ട്രേറ്റിംഗ്. അവരെ അവിടെ നിർത്തി. അപ്പോൾ ലാസ്റ്റിൽ കൈപ്പള്ളി വന്ന് പറഞ്ഞത് അത് സ്പോട്ട് ഓൺ ആയിരുന്നു. എക്സാക്ട്ലി. ഇങ്ങനത്തെ ആൾക്കാരെ എന്റർടൈനും ചെയ്യേണ്ട ആവശ്യമില്ല, ചോദ്യം ചോദിക്കുക, അവർ എക്സ്പോസ് ചെയ്യുക എന്നുള്ള മാത്രമേ അതിലൊരു വിഷയമുള്ളൂ. അല്ലാതെ പ്രശാന്തിനാണോ? അല്ലല്ല, ഇന്ന് നടന്ന വേറെ മറ്റേ ഇന്നലെ അവര് ഡോക്ടർ കൂടി ആണോ എന്നുള്ളത് നമുക്ക് ഇനിമേൽ ഇനിയിപ്പോ ഡോക്ടർ എന്ന് പറഞ്ഞു വരുമ്പോ തന്നെ നമ്മൾ ചോദിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോ പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പൊ മെഡിക്കൽ ഡോക്ടർ ആണെങ്കിൽ തന്നെയും, മെഡിക്കൽ ഡോക്ടർ ആണെങ്കിലും ആയുർവേദിക് ഡോക്ടർ ആണെങ്കിലും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തലയ്ക്കകത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ കറപ്റ്റഡ് ആണെങ്കിൽ പിന്നെ വായിന്ന് വരണത് മൊത്തം കൂതറത്തരമായിരിക്കും. അപ്പൊ പിന്നെ അതിൽ ഒന്നും പറയാൻ ഒക്കില്ല. ഈ അവിടെ നാട്ടില് ഒരു ന്യൂറോ സർജൻ അങ്ങേര് വിളിച്ച് പറഞ്ഞ പൊട്ടത്തരങ്ങൾക്ക് കൈയും കാലും ഒരു കണക്കുമില്ലെന്നുള്ളതാണ്. എന്തൊക്കെ വിട്ടിട്ടാണ് അയാള് മനോരമയിൽ എഴുതി. പിന്നെ ഒരു ക്രിസ്ത്യൻ മിഷൻ ന്യൂസ് ലെറ്ററിൽ അത് വന്നു. ആദ്യം അതിലാണ് അടിച്ചു വന്നത്, പിന്നെ അത് മനോരമയിലും വനിതയിൽ വന്ന്, പിന്നെ അങ്ങേരെ അതിന്റെ ആ ഒരു ആഹ്ലാദവും അതിന്റെ സന്തോഷവും കൊണ്ട് അത് ഫേസ്ബുക്കിൽ കൊണ്ടിട്ട്, ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴാണ് നമ്മളിത് കാണുന്നത്. അതിൽ പുള്ളി പറയുന്നത് കുട്ടികളുടെ തലച്ചോറ് ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ അതിന്റെ കിരണങ്ങൾ കൊണ്ടിട്ട് തലയിലെ ഭയങ്കര സെല്ലുകളൊക്കെ ഡാമേജ് ആയി പോകുന്നത്. ഒരു ന്യൂറോളജിസ്റ്റ് ആണ് ഇത് പറയുന്നത്. ഇയാൾക്ക് അയണൈസിങ് റേഡിയേഷൻ എന്താണ് ഈ വേവ്സ് എന്നോ ഒന്നും അറിഞ്ഞുകൂടെങ്കിലും പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കൂടെ. ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരങ്ങൾ പറയുന്ന ഇത് ഒരു ഡോക്ടറാണ് കേട്ടോ, ഒരു സർജനാണ്. അതുപോലെ മുമ്പൊരിക്കൽ നമ്മുടെ കാർഡിയോളജിസ്റ്റ്, അമേരിക്കയിലുള്ള കാർഡിയോളജിസ്റ്റ്,
ഈ ആൾക്കാർക്കൊക്കെ ഒരു തോന്നലുണ്ട് കേട്ടോ, ഈ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് കാലങ്ങ് മുട്ടങ്ങിടിക്കും. അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്, പിന്നെ ചിറാപ്പൂഞ്ചി ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇതൊന്നും കരഞ്ഞിട്ട് കാര്യമില്ല. നീ പറയണത് പൊട്ടത്തരമാണെങ്കിൽ അത് ആര് പറഞ്ഞാലും പൊട്ടത്തരം തന്നെയാണ്. പിന്നെ വേറെ ചില ആൾക്കാർ ഈ ചോദ്യം ചോദിക്കണവന്റെ ക്വാളിഫിക്കേഷൻ, ഇവൻ ആരാണ്, ഇവൻ ഫോട്ടോഗ്രാഫർ ആണോ, ഇവൻ തെങ്ങ് കയറ്റക്കാരനാണോ, ഇതൊക്കെ ചോദിക്കണതിൽ ചോദിക്കണ ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ പോലെ എന്തിനാണ് ആരാണെന്ന് ചോദിക്കണം എന്തിനാണ്. ഇതൊക്കെയാണ് ഇവരുടെ ഈ അപ്പീൽ ടു അക്കംപ്ലിഷ്മെന്റ് ആൻഡ് അപ്പീൽ ടു അതോറിറ്റി. ഈ രണ്ട് സാധനങ്ങൾ ഇവർക്ക് ഭയങ്കര കമ്പി കയറുന്ന ഒരു സാധനമാണ്. എനിവേസ്, മിഥുൻ, താങ്ക് യു ഫോർ ദാറ്റ്. വി വിൽ മേക്ക്. ആ ഹോസ്പിറ്റലിന്റെ പേരെന്ന് പറഞ്ഞില്ല. പരബ്രഹ്മ ആയുർവേദിക് ഹോസ്പിറ്റൽ. അടിപൊളി. അമേരിക്കയില് അല്ലേ? അമേരിക്കയില് പരബ്രഹ്മ ആയുർവേദിക് ഹോസ്പിറ്റൽ. അമേരിക്കയിലാണോ ഇത്? അമേരിക്കയിലാ? അമേരിക്കയിലല്ല, പക്ഷെ അമേരിക്ക അപ്രൂവ് കൊടുത്തു എന്നാണ് ഞാൻ ഷെയർ ചെയ്ത്. എന്തിനെ അമേരിക്ക ഇന്ത്യയിൽ അപ്രൂവൽ കൊടുക്കണത്? അത് വേറെ രാജ്യം, ഇത് വേറെ രാജ്യമല്ലേ? അത് അങ്ങനെ കാണിച്ചതുകൊണ്ട് ഏത് സ്ഥലത്താണ് പരബ്രഹ്മ? മെസ്സഞ്ചറിൽ ഒരു വീഡിയോ ഇവൻ അയച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ പഞ്ചായത്തിൽ പോയി അവിടുത്തെ താലൂക്ക് ഓഫീസിൽ നിന്ന് അപ്രൂവൽ എടുത്താ? എങ്ങനെയാണ് ഇതിന്റെ കണക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അമേരിക്കൻ ജംഗ്ഷനിൽ പോയി അവിടെ ജംഗ്ഷനിൽ പോയി ഒരു അപ്രൂവൽ എടുത്തിട്ട് ഇവിടെ ഒരു ചായക്കട തുടങ്ങാം. നമ്മളുടെ ചായക്കടയ്ക്ക് അതിനുള്ള അപ്രൂവൽ ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് കാര്യങ്ങൾ. ആൾക്കാരെ ഓരോ പേരുകൾ പറഞ്ഞ് പറ്റിക്കരുത്. പണ്ടൊരിക്കൽ ഒരുത്തൻ FDA അപ്രൂവൽ എടുത്ത ഒരു മാസ്ക് വിറ്റു. ഭയങ്കര പരസ്യമായിരുന്നു. കോപ്പർ മാസ്ക്, കോപ്പർ ഫൈബർ ഒക്കെ വെച്ചിട്ടുള്ള മാസ്ക്. അത് ബൾബ് കത്തി കാണിക്കും, അത് വെച്ചാൽ കൊറോണ പേടിച്ചോടും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു കൊറിയൻ കമ്പനിയാണ്. തപ്പി നോക്കിയപ്പോഴത്തേക്കും അവർക്ക് മെഡിക്കൽ എക്വിപ്മെന്റ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ പെർമിറ്റ് ഉണ്ട്, പക്ഷെ ഈ ഐറ്റം അപ്രൂവ്ഡ് അല്ല. അവന്മാര് വേറെ എന്തൊക്കെ സാധനങ്ങൾ ആ കമ്പനിയുടെ പേരിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന മാസ്ക് അവിടെ ലിസ്റ്റിങ്ങിൽ എങ്ങും ഇല്ല. ഇതൊക്കെ എടുത്ത് കാണിച്ച് വീഡിയോ ഒക്കെ ഇറക്കി, നമ്മുടെ പരിചയത്തിലുള്ള ഒരു യൂട്യൂബർ വീഡിയോ ഒക്കെ ഇറക്കി, അവസാനം അവനെ വലിച്ചു കീറി നാശ കോശമാക്കി. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ശ്രീകാന്ത് പറയൂ. ശ്രീകാന്ത്, മാത്യു ഇങ്ങനെ 15 മിനിറ്റ് ഇടവിട്ട് ഫോട്ടോ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ചോദ്യമാണുള്ളത്. ഒന്ന്, മൃഗങ്ങളിലെ മരുന്ന് ടെസ്റ്റ് എങ്ങനെയാ നടക്കുന്നത്? ഇപ്പം ഈ ഹോമിയോ മരുന്ന്, ഇപ്പം ഞാനൊരു ചർച്ച കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഉച്ചക്ക്, ഈ മൃഗങ്ങളിലെ ഹോമിയോ മരുന്നിന്റെ സക്സസ് റേറ്റിനെ പറ്റി. അപ്പൊ ഈ സ്യൂഡോസയൻസിന് ഇരയാവുന്ന മൃഗങ്ങളെ കൂടാതെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന്. രണ്ടാമത്തത്, ഇന്നലത്തെ രാത്രി ഒരു 2 മണി മറ്റേ MS-നെ പറ്റിയ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറെ ഗ്രൂപ്പുകൾ പോകുമ്പോൾ പലരും ആ ചർച്ച കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് അതേ ടൈറ്റിൽ വെച്ച് നമ്മൾ ഒന്നും കൂടെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു. മൂന്നാമത്തെ ഒന്നുകൂടി ഉണ്ടായിരുന്നു, എനിക്ക് ആക്ച്വലി ശ്രീഹരി ഉണ്ടെങ്കിൽ ശ്രീഹരിയോട് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ശ്രീഹരി കുറച്ച് മുമ്പ് ഞാൻ ഈ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞുതരാം. MS-ന്റെ എന്താണ്, MS-നെ പറ്റി വീണ്ടും റൂം നടത്തണം. അത് ചോദ്യമല്ലല്ലോ, അത് ഒരു റിക്വസ്റ്റ് അല്ലേ. അത് നമ്മൾ നടത്താം. അത് നമ്മൾ ആലോചിച്ചിട്ട് MS-നെ കുറിച്ച് ഒരെണ്ണം നടത്താം. എന്താണ് MS എന്നും എന്താണ് അതിന്റെ ഡിസീസിന്റെ കോസ് എന്നും എങ്ങനെ ഈ റിമിഷൻ ഉണ്ടാവുന്നു, എന്തുകൊണ്ടായിരിക്കും റിമിഷൻ വരുന്നതെന്നൊക്കെ അതിനെപ്പറ്റി നമ്മളൊരു വി വിൽ ഡു സംതിങ് ഓൺ ദാറ്റ്. അതിന് വി ഡു ഹാവ് സം ഡോക്ടേഴ്സ് ഹു നോ ദിസ് ഡിസീസ് ഇൻ ഡെപ്ത്. അത് നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതേപോലെ ഈ എന്തുകൊണ്ടായിരിക്കണം രോഗം ഭേദമാകുന്നത്, താൽക്കാലികമായി ഭേദമാകുന്നതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റും വി വിൽ ഡു സംതിങ്. ടോണി, വാട്ട് ഡു യു തിങ്ക്? അബി, want to comment on ഈ MS-നെ പറ്റിയാണോ? MS ചിലർ ഈ ട്രീറ്റ് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നവര് എന്തുകൊണ്ടായിരിക്കാം രോഗം ഭേദപ്പെട്ടതായിട്ട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പ്ലോസിബിൾ എക്സ്പ്ലനേഷൻ? MS എന്ന് പറഞ്ഞ അസുഖം ഒരു ക്രോണിക് ഡിസീസ് ആണ്. അതിന്റെ നാച്ചുറൽ ഹിസ്റ്ററി തന്നെ അതിന് ഒരു വാക്സിങ് ആൻഡ് വെയിനിങ് ഫിനോമിനൻ ഉണ്ട്, വിത്ത് ഓർ വിത്തൗട്ട് മെഡിക്കേഷൻസ്. അത് തന്നെ ഫ്ലെയർ ചെയ്തിട്ട് അത് തന്നെ ഫ്ലെയർ കുറയുന്ന ഒരു സംഭവം ഉണ്ട്.
അപ്പൊ അത് കണക്കാക്കിയാണ് ഇവർ ഈ പലരും ഈ ആയുർവേദിക് ഇന്റർവെൻഷൻസ് ഒക്കെ ആ സമയത്ത് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. അത് ആക്ച്വലി എവിഡൻസ് ഒന്നുമല്ല, അവരുടെ എമിനൻസ് എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ വെറുതെ നമ്മുടെ ഏതെങ്കിലും നല്ലൊരു ഡാറ്റ റിപ്പോസിറ്ററിയിൽ ഇപ്പൊ എന്ത് സംഭവം അടിച്ചാലും അതിന്റെ കൂടെ ആയുർവേദം അടിച്ചാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും പബ്മെഡിലൊക്കെ. അതുപോലെ MS നമ്മൾ അടിച്ചാൽ ആയുർവേദം അടിച്ചാൽ അതിനകത്ത് ഒന്നും കിട്ടത്തില്ല. ഒരു സ്റ്റഡീസ് ഒന്നും ആരും നടത്തിയിട്ടില്ല. ഈ MS ആയുർവേദ യൂസ് ചെയ്യുന്ന പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്ന ഒരു എത്തിക്കൽ ഇഷ്യൂ അതിനകത്ത് വരുന്നുണ്ട്. ബിക്കോസ് അതിനകത്ത് ആയുർവേദത്തിന് ചെയ്യാൻ മാത്രം ഒന്നും ഇല്ല. അപ്പൊ ഒരു കംപ്ലീറ്റ് ഒരു ഹ്യൂമൻ എത്തിക്കൽ കൺസേൺ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് പൊക്കത്ത് ആരും സ്റ്റഡി ഒക്കെ ചെയ്താത്തത്. ചെറിയ സ്റ്റഡീസ് ഈ പറയുന്നുണ്ട് ആയുർവേദിക് ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ മേ ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് വളരെ സ്മോൾ സ്കെയിൽ സ്റ്റഡീസ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ പല പല വക്താക്കൾ പറയുന്ന മാതിരി MS കൊണ്ട് ആയുർവേദം കൊണ്ട് MS ഒന്നും ക്യൂർ ചെയ്യാൻ പറ്റുന്ന പരിപാടിയൊന്നും എന്റെ അറിവിലില്ല. ഈ അടുത്ത കാലത്ത് സിറ്റി കോളേജ് ലണ്ടനിൽ പഠിപ്പിക്കുന്ന ഒരു ഐ ഡോണ്ട് നോ ഇഫ് ഈസ് പ്രൊഫസർ ദേർ ഓർ റിസർച്ച് ദേർ, അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, പബ്മെഡിൽ സെർച്ച് ചെയ്യുമ്പം 6000 പേപ്പറുകൾ ആയുർവേദത്തെ പറ്റി ഉണ്ടാവും എന്ന്. അതേസമയം ഞാൻ അതിന്റെ ഫിൽറ്റർ എടുത്തിട്ട് സിസ്റ്റമാറ്റിക് റിവ്യൂവും കൂടി ടിക്ക് ചെയ്യുമ്പോഴത്തേക്കും 47 പേപ്പറാണ് വരുന്നത്. 6000 നിന്ന് പെട്ടെന്ന് 47 ആവുന്നു. പിന്നെ ഈ പേപ്പറുകൾ വീണ്ടും പരിശോധിക്കുമ്പോഴത്തേക്കും ഇതൊന്നും പിയർ റിവ്യൂഡ് ഇമ്പാക്ട് ഫാക്ടർ ഹൈ വളരെ 0.1 0.2 ഒക്കെ ഉള്ള പേപ്പറുകളുടെ ഡംപിംഗ് ആണ്. അപ്പോ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? അവര് ഈ 6000 പേപ്പർ അവിടെ കൊണ്ടിട്ട് അലക്കുന്നത്, ഈ 6000 ഒക്കെ മറ്റും മോസ്റ്റ് ഓഫ് ദം ആർ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ അല്ലെ? അതിന്റെ പേപ്പേഴ്സ് ആണ് അവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്നത്. ഇതൊക്കെ എടുത്ത് കളയേണ്ടത്. മോസ്റ്റ് പേപ്പേഴ്സ് പബ്ലിഷ് ഇന്ത്യ തന്നെയാണ്. അതല്ലാതെ ഭയങ്കര ഇന്ത്യൻ ക്രൗഡിന്റെ US യൂറോപ്പും ഒക്കെ ഇതിനെപ്പറ്റി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് കൂടുതൽ ഒപ്പീനിയനേറ്റഡ് റിവ്യൂസ് ആണ്. അവരുടെ ഒപ്പീനിയൻസ്, സജഷൻസ്, ഇതാവാം അതാവാം അങ്ങനെ പറയുന്നതാണ് കൂടുതൽ. അല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് ഒക്കെ വളരെ കുറവാണ്. ഉണ്ടേ തന്നെ അത് വളരെ റോങ് മെത്തഡോളജിയിൽ ചെയ്തേക്കുന്നതാണ് പലതും പബ്മെഡി കാണുന്നത്. റാറ്റ്സിൽ ചെയ്ത ഒരു which is actually the only study that has actually നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റഡി, ഇഫ് യു റിമെമ്പർ ദാറ്റ്. അതിൽ തന്നെ അത് 2016 ഇവരെന്തോ ഒരു മരുന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ റാറ്റ്സിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ഇൻ സംതിങ് റിലേറ്റഡ് ടു കാർഡിയോ വാസ്കുലർ സെൽസ്. ഒരു രസായനം കൊടുത്തിട്ട്, ആമല രസായനം കൊടുത്തിട്ട് ഹാർട്ട് മസിൽസിന്റെ ഡാമേജ് കുറഞ്ഞു എന്ന് കാണിക്കുന്ന ഒരു എലി സ്റ്റഡി. അതെ, അത് 2016 ആ സ്റ്റഡി. എങ്ങനെ സ്റ്റഡിയുടെ ക്വാളിറ്റി നമ്മൾ നോക്കിയില്ലെങ്കിൽ 2016 പബ്ലിഷ് ചെയ്തത്. അത് അതിന്റെ സൈറ്റേഷൻ കുറഞ്ഞ് ഇപ്പൊ ഒന്നുമില്ല. ആൻഡ് വൈ ഹാവ് ദേ നോട്ട് പ്രൊസീഡഡ് ബൈ ടു phase 1 phase 2 or even ഡ്രഗ് മാനുഫാക്ചറിങ് ട്രയൽ ഒന്നും നടത്താതെ എന്ത് പറ്റി? അത് അവിടെ കൊണ്ട് തന്നെ മരിഞ്ഞു പോയാ, അനങ്ങുന്നില്ല അവിടുന്ന്. അത് പല പല റാറ്റ് സ്റ്റഡീസ് ആയുർവേദത്തിലുള്ളത് ഇവര് ആക്ച്വലി റെപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. വേറെ ഗ്രൂപ്പ്സ് അത് അതേപടി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. ഈ ചെയ്ത ഓതേഴ്സ് തന്നെ പിന്നീട് ചെയ്തിട്ടും അവർക്ക് ആ സെയിം റിസൾട്ട്സ് ഒന്നും കിട്ടി കാണത്തില്ല. അതുകൊണ്ടാണ് ഇത് ടേക്ക് ഓഫ് ചെയ്യാത്തത്. പക്ഷേ ആയുർവേദത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവർക്ക് ആ എലിയുടെ സ്റ്റഡി മതി. അവർക്ക് എലിയും മനുഷ്യർക്ക് ഒരുപോലെയാണ്. ആ എലിയുടെ സ്റ്റഡി വെച്ചിട്ടാണ് ഇന്ന് തന്നെ ആയുഷ് മിനിസ്റ്ററുടെ ട്വിറ്റർ ഹാൻഡിൽ നോക്കുവാണെങ്കിൽ ഒരു വലിയ അഡ്വർടൈസ്മെന്റ് വരെ അവർ വെച്ചിട്ടുണ്ട്. ആമല, ഇന്ത്യൻ ഗൂസ്ബെറി, നെല്ലിക്ക കഴിച്ചാൽ നമ്മുടെ ഏജിങ് കുറയൂന്ന്, DNA ഡാമേജ് ഒക്കെ കുറയൂന്ന് പറഞ്ഞൊരു വലിയൊരു ട്വീറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ അവർ കൊടുത്തേക്കുന്ന പഠനം മനുഷ്യരിൽ 45 ദിവസം എന്തോ ആമലയുടെ കഷായം, അതായത് ഈ നെല്ലിക്ക കഷായം കൊടുത്തിട്ട് എന്തോ ചെറിയ ഒരു സെൽ സ്റ്റഡി നടത്തിയിട്ട് അതിനകത്ത് ആ സെൽസ് ഒക്കെ അതുപോലെ ഇരിക്കുന്നു, അതിന് ഏജ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ഉടായ്പ സ്റ്റഡി വെച്ചിട്ട് ഇന്ന് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അത്രയും മതി. അവർ അതിന്റെ പൊക്കത്ത് തന്നേക്കുന്ന വേറൊരു എലി സ്റ്റഡിയും കൂടെ, എന്നിട്ട് അത് വെച്ചിട്ട് അവർ അഡ്വർടൈസ് ചെയ്തേക്കാണ് എല്ലാ ദിവസവും ആമല കഷായം കുടിക്കാൻ വേണ്ടി, ഈ നെല്ലിക്ക കഷായം കുടിക്കാൻ വേണ്ടി. പരിതാപകരമാണ്. ഏജിങ് എന്താണെന്നോ ഏജിങ് എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നതെന്നോ ഒന്നും അറിയാതെ ഇങ്ങനെ, because there are countries that are big governments and big private enterprises spending billions to ആയുർവേദത്തിൽ എവിടെയാണ് DNA ഡാമേജും DNA റിപ്പയറും വരുന്നത്? ഏജിങ് ഓക്കെ എഗ്രീഡ്, പക്ഷെ DNA ഡാമേജും DNA റിപ്പയർ ഉണ്ടാക്കുന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഈ നെല്ലിക്ക ജ്യൂസ് കഴിച്ചാൽ. അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ആയുർവേദത്തിൽ എവിടെയാണ് എഴുതിയേക്കുന്നത് DNA പറ്റി? DNA ഡാമേജ്, DNA റിപ്പയർ, ടിലോമറേസ്, ഏജിങ് റിവേഴ്സ് ചെയ്യുന്ന സംഭവമാണ്. ആ ടിലോമറേസ് എൻസൈംസിനെ പറ്റി എവിടെയാണ് ആയുർവേദത്തിന് അറിവ്? എന്നിട്ട് അതിന്റെ പൊക്കറ്റ് സ്റ്റഡിയാണ് നടത്തുന്നവര്. ഹാബി, അത് എങ്ങനെയെങ്കിലും അവര് ആ ബുക്കില്
ആ DNA ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു വാക്കിനെ പിടിച്ചിട്ട് അത് ഉണ്ടെന്ന് സ്ഥാപിക്കാനുള്ള എല്ലാ കഴിവും അവർക്കുണ്ട്. ഇവരുടെ ബാംസിന്റെ കരിക്കുലം നോക്കുവാണെങ്കിൽ അതിനകത്ത് ഇവര് പല തരത്തില് ഈ മോഡേൺ മെഡിസിന്റെ ടെക്സ്റ്റ് ബുക്സ് കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നോക്കിയോ, ഈ പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ ശരിക്കും അവരുടെ ഈ പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ എന്ന് പറഞ്ഞ ആയുർവേദത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ അതിനകത്ത് കംപ്ലീറ്റ് വൃത്തിയോടെ എഴുതി വെച്ചേക്കുന്നത്. ഈയിടെ അതിനെപ്പറ്റി കുറച്ച് ട്വീറ്റ്സ് ഒക്കെ വന്നിരുന്നു. അതൊക്കെ മറയ്ക്കാൻ വേണ്ടി ഇവർ ഒറിജിനൽ നമ്മുടെ പാർക്ക് ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ ആണ് ഇപ്പൊ അവരെ പഠിപ്പിക്കുന്നത്. അതിനകത്ത് മിനിസ്ട്രി ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി കൊടുത്തെന്ന് പറഞ്ഞ പുതിയ ചാപ്റ്റർ വരെ ഇറക്കിയിട്ടുണ്ട് ഇവര് ബേസിക്കലി ഇൻഫിൽട്രേഷൻ ആണ്, നുരഞ്ഞുകയറ്റമാണ്. എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെയൊക്കെ കൊണ്ട് സയന്റിഫിക് ആയിട്ടുള്ള ടേംസ് വെച്ചിട്ട് ആൾക്കാരെ കബളിപ്പിച്ച് പിള്ളേരെയും കബളിപ്പിച്ച് അവരെ എന്തോ ഒരു സയന്റിസ്റ്റുമാരെയൊക്കെ തേച്ച് വെച്ചേക്കാണ്, തേച്ചൊട്ടിച്ചിങ്ങനെ വെച്ചേക്കാണ്. ഇതാണ് അവരുടെ മെയിൻ പരിപാടി. ഇതേ വിശേഷത്തിന് ഒരു ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. One second. Let me just go to these fine people who are waiting for us. Dr. Sangeet. ഹലോ പറയൂ സംഗീത്. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഞാൻ വന്നത്, ഞാൻ 3-4 ദിവസം തൊട്ട് ഒരു ഡിസ്കഷൻ കേൾക്കുന്നുണ്ടായിരുന്നു ഈ ഗ്രൂപ്പില്. ഹലോ, യു ആർ ഓഡിബിൾ. അപ്പൊ അതിനകത്ത് പറയുന്നത് സ്കിന്നിന്റെ മുകളിൽ ഒരു ഡ്രഗ് അപ്ലൈ ചെയ്താല് അത് സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഉണ്ടാവില്ല എന്നായിരുന്നു അന്ന് ആരൊക്കെയോ ഡിസ്കസ് ചെയ്തത്. എനിക്ക് ഓർമ്മയില്ല ആരാ ഡിസ്കസ് ചെയ്തതെന്ന്. അപ്പോ അത് ഒരു തെറ്റായ ഒരു കാര്യമല്ലേ? ഞാനിപ്പോ അത് കണ്ടിട്ട് ഞാൻ എന്റെ ഫാർമക്കോളജിന്റെ ബുക്ക് തുറന്നു നോക്കി. അപ്പോ അതിനകത്ത് ക്യൂട്ടേനിയസ് അപ്ലൈ ചെയ്തിട്ട് സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഉണ്ടാവും. അതായത് ചില ട്രാൻസ്ഡെർമൽ പാച്ചസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ഇപ്പോ നമ്മളെ ആയുർവേദത്തിലുള്ള ഓയിൽസ് ആണല്ലോ, ഈ നെയ്യും ഓയിൽസും. അതെനിക്കറിയില്ല. നമ്മള് ഈ മോഷൻ സിക്നെസ്സിനൊക്കെ പാച്ചസ് കൊടുക്കില്ല. ഇവിടെ നമ്മള് 4 ദിവസം മുമ്പ് സംസാരിച്ചപ്പോഴത്തേക്ക് ഈ തൈലത്തിനെ പറ്റിയാണ് സംസാരിച്ചത്, കുഴമ്പുകളും കിട്ടുന്നതിനെ പറ്റി. അതെങ്ങനെ സ്കിന്നിന് പെനട്രേറ്റ് ചെയ്തിട്ട് എപ്പിഡെർമിസ് പെനട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകുമെന്നാണ് അവിടെ ചോദ്യം വന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പിന്നെ ഈ രാസനാദിപ്പൊടി തലയിൽ തേക്കുന്നത് അതെന്തെങ്കിലും ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? What do you think, Dr. Sangeet? What is oil is not water soluble. So അതെനിക്ക് ശരിക്കും ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ലിക്വിഡ് സോൾയുബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് സ്കിന്നിലൂടെ പോകുന്നതാണ്. അപ്പൊ എനിക്ക് ആയുർവേദത്തിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല. ലിപ്പിഡ് സോൾയുബിൾ is oil and ghee lipid soluble? That will be the natural question, right? ഇതില് ചില ഓയിൽസിനകത്ത് എസെൻഷ്യൽ ഓയിൽസ് എന്ന സംഭവം ഉണ്ട്. ഈ ആയുർവേദത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ചില ഓയിൽ പ്രിപ്പറേഷനകത്ത് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്. ദാറ്റ് ഈസ് അബ്സോർബിൾ. അത് ഡോക്ടർ സംഗീത് പറയുന്ന വരെ തന്നെ സ്കിന്നിനകത്തോട് അബ്സോർബ് ആവും. അതിൻ്റെതായ സൈഡ് എഫക്ട്സ് വരെ വെൽ ഡോക്യുമെന്റഡ് ആണ് പബ്ലിഷ് ലിറ്ററേച്ചറിൽ. അതല്ലാതെ പ്യുവർ ഓയിൽ ബേസ്ഡ് ഫോർമുലേഷൻസ്, പ്യുവർ ഓയിൽ നമ്മൾ ഈ തൈലങ്ങൾ യൂസ് ചെയ്യുന്ന ആയുർവേദത്തിൽ അത് ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് അബ്സോർബ്ഡ്. പക്ഷേ എസെൻഷ്യൽ ഓയിൽസ് യെസ്, ഡെഫിനറ്റ്ലി ദേ ക്യാൻ ഗെറ്റ് അബ്സോർബ്ഡ്. So when you say essential oils, their viscosity is much lower, right? Yes, they are. അതില് ഹൈഡ്രോഫിലിക് ഉണ്ട്, ഹൈഡ്രോഫോബിക് ഉണ്ട്, വാട്ടർ സോളുബിൾ ഉണ്ട്, ലിപ്പിഡ് സോളുബിൾ ആയിട്ടുണ്ട്. അതിന്റെ വിസ്കോസിറ്റി വളരെ കുറവാണ്. ആൻഡ് ദേ ആർ അബ്സോർബിൾ ഓവർ ദ സ്കിൻ. ലോക്കൽ ആപ്ലിക്കേഷൻ അബ്സോർബ് ആവും. Thank you for that. Thank you. So clear ആണോ ഡോക്ടർ സംഗീത്? ബട്ട് പശുവിന്റെ നെയ്യില്ലേ, നമ്മള് ഈ ധന്വന്തരം കുഴമ്പ്, അതില് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടോ എന്നുള്ളതാണ്. അതിലെന്തെങ്കിലുമൊക്കെ സസ്യങ്ങളൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം വാട്ടർ സോളിബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ there will be multiple oils. It will not be a single oil. പുറത്ത് തേച്ചാൽ ഒന്നും സംഭവിക്കില്ല, അത് പുറത്ത് തന്നെ കിടന്ന് ഇങ്ങനെ പോകും. ബട്ട് if it can actually penetrate, then there should be a chemical explanation for that. ഇതില് ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ, ഈ ആയുർവേദത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാംഫർ ഉണ്ടല്ലോ, കുന്തിരിക്കം,
അതുകൂടാതെ യൂക്കാലിപ്റ്റസ് ഓയിൽ, യുക്കാലി ഓയിൽ, ഇതൊക്കെ ഭയങ്കര ടോക്സിക് എസെൻഷ്യൽ ഓയിൽസ് ആണ്. ഇതൊക്കെ പരട്ടിയിട്ട് പല പിള്ളേരിലും കെമിക്കൽ ബേൺസ്, ബ്രീതിങ് പ്രോബ്ലംസ്, അപസ്മാരം വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള കുറെ ഡോക്യുമെന്റഡ് എവിഡൻസ്. ഇതൊക്കെ ആക്ച്വലി മിക്സ് ആൻഡ് മാച്ച് ആണല്ലോ തരുന്നത്. ഇപ്പം ഈ ഘൃതം എന്നൊക്കെ പറയുന്നത് ശരിക്കും ജസ്റ്റ് ആ ഗീ പാർട്ട് മാത്രമല്ല, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ മിക്സ് ചെയ്യും. അപ്പൊ ഇതൊക്കെ അബ്സോർബ് ആയിട്ട് അതിൻ്റെതായ പോയിസണസ് ആയിട്ടുള്ള ഇഫക്ട്സ് വന്നിട്ടുണ്ട് ആയുർവേദിക് മെഡിസിൻസ് യൂസ്. when you mentioned eucalyptus, ഞാനിപ്പോ ചെക്ക് ചെയ്തപ്പം ഞാനിത് അന്ന് when കീമോഫോബിയുടെ നടത്തിയപ്പോൾ I was just checking upon eucalyptus. യൂക്കലിപ്റ്റസ് എന്ന് പറയുന്നത് 4 സ്പീഷീസ് ആണ് കേട്ടോ. യൂക്കലിപ്റ്റസ് ജീനസ് മാത്രമാണ്, ഓസ്ട്രേലിയയിലാണ് ഈ വൃക്ഷം. അതിൽ 4 എണ്ണത്തിലും മോറോലെസ് ദി സെയിം ആൽക്കലോയിഡ്സ് ആണ്, ഈ മെത്തനോൾ പോലത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. അത് ചിലതില് ഇതിന്റെ അളവ് വളരെ കൂടുതലും അതിന്റെ കൂടെ ടോക്സിൻസും LD50 ലെവലൊക്കെ വളരെ ഹൈ ആയിട്ടുള്ള, വളരെ ലോ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, വിച്ച് ആർ റിയലി കാർസിനോജൻസ്. അപ്പൊ അതുവരെ ഉണ്ട് ഈ യൂക്കാലിപ്റ്റസ്. അപ്പൊ ഏത് ഓയിലാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എല്ലാം ഒരു മണമൊക്കെ ആയിരിക്കും. എല്ലാ യൂക്കാലിപ്റ്റസ് ഓയിൽ ഒന്നായിരിക്കും. പിന്നെ ഇവന്മാര് മിക്സ് ചെയ്യും, എല്ലാം കൂടി ഒരുമിച്ചിട്ട് വാറ്റും. അതാണ് ഈ യൂക്കാലി കഴിച്ച് ഈ പശുക്കളും പൂച്ചകളൊക്കെ ചത്തുപോകുന്നത്. ഭയങ്കര ടോക്സിക് ആണ് പെറ്റ്സിന് ഇത്. യൂക്കാലി ഇതിന്റെ ചെടി കഴിച്ചാൽ, ഈ ഇല കഴിച്ചാൽ പെറ്റ്സ് ഒക്കെ ചത്തുപോകാറുണ്ട് ബിക്കോസ് ഓഫ് സിവിയർ മൾട്ടിപ്പിൾ ഓർഗൻ ടോക്സിറ്റി. ഈ 20-25 വർഷം മുമ്പ് ഞങ്ങള് അബുദാബിയിൽ കുറച്ച് യൂക്കാലിപ്റ്റസ് മരങ്ങൾ പിടിപ്പിച്ചായിരുന്നു. അന്ന് മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ ജോലി എല്ലാവർക്കും യൂക്കാലി മരങ്ങള് സാപ്ലിങ്സ് കൊടുക്കുക. അന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു ഈ സാധനം. ഇതിന്റെ ഇല വീണാൽ ഒരു സാധനവും അവിടെ കിളിക്കില്ല. ഇതിന്റെ ഇല ഉണ്ടല്ലോ, യൂക്കാലിപ്റ്റസിന്റെ ഇല ഭയങ്കര ഈ മെത്തനോൾ ഉണ്ടെങ്കിൽ ഒന്നും അതിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതിന്റെ ഒരു ടോക്സിൻ ആണ്. മറ്റ് വേറെ ഈ പക്ഷികളൊന്നും അതിന്റെ ഇല തിന്നാതിരിക്കാൻ വേണ്ടിയാണ്. അത് തിന്നുന്നത് മറ്റേ ഈ കോല ബെയർ മാത്രമേ ഇതിന്റെ ഇല തിന്നത്തുള്ളൂ. ഇറ്റ് ക്യാൻ പ്രോസസ് ഇറ്റ്സ് ടോക്സിൻ. ബാക്കി ഒന്നിനും ഇത് ദഹിക്കത്തില്ല. ഇത് വീണിട്ട് അവിടെ മൊത്തം അങ്ങ് തരിശാവും ഈ യൂക്കാലിയുടെ ഇല വീഴുമ്പോൾ. ഇപ്പൊ അതൊക്കെ ബാൻ ചെയ്തു. ഇപ്പം യൂക്കാലിപ്റ്റസ് മരങ്ങളൊന്നും ഇവിടെ അങ്ങനെ ഒരുപാട് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. ബട്ട് ഇതിവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി ട്രീ ടു ഗ്രോ. ബട്ട് അതർ ദൻ ദാറ്റ് ഇതിന് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ടോക്സിക്, ഇതിനെ ഐസൊലേറ്റ് ചെയ്യണം. ഇറ്റ് ഹാസ് ടു ബി ഐസൊലേറ്റഡ് റാദർ ദാൻ യൂസ് ഇറ്റ് ആസ് എ കോമ്പിനേഷൻ ഓർ ഒന്നിലധികം വൃക്ഷങ്ങളുടെ ഇലകൾ എടുത്തു വെച്ചിട്ട് വാരിയിട്ട് പാറ്റുന്ന പരിപാടി. അപ്പൊ അതിലിപ്പോ എന്താണുള്ളതെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, ഈ ടോക്സിസിറ്റിനെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് പറയേണ്ടി വരുന്നത്, ഈ ഒരു സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്ന ഒരു സ്ക്വയറിൽ ഞാൻ കേട്ട ഒരു വിഷയമാണ് നിങ്ങൾക്കെതിരെ ഉള്ള ഒരു ആരോപണം. അതായത് ഈ ടോക്സിക് പോയിസണസ് ഇൻ ദ ഡോസേജ് എന്നുള്ള കൺസെപ്റ്റിനെ ഒരു അനാലജി ആയിട്ട് ഇവിടെ ആരോ കഫേലാണോ സയൻസ് ബ്രിഗേഡിലാണോ ആരോ മറ്റേ വെള്ളം തന്നെ കുടിച്ചാൽ, വളരെയധികം കുടിച്ചാൽ ആൾക്കാർ മരിക്കുന്നില്ലേ എന്നതിനെതിരെ ഒരു വിചിത്രമായ ഒരു ക്രിറ്റിസിസം ഞാൻ കേട്ടു. അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും ഈ ടോക്സിക് എന്താണ്, ഫേറ്റൽ എന്താണ് എന്ന് തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വെള്ളം അധികം കുടിച്ചു കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകുന്നു. അതിന്റെ അർത്ഥം അധികമായ ചില സാധനങ്ങൾ ഫേറ്റൽ ആവാൻ സാധ്യതയുണ്ട്. വെള്ളം ഒരിക്കലും ടോക്സിക് ആവുന്നില്ല. പക്ഷെ ടോക്സിക് ആയ സാധനം ഇത്ര ചെറിയ അളവിലാണെങ്കിലും അത് ടോക്സിക് ആണ് എന്നുള്ളൊരു ഭയങ്കര വിചിത്രമായ ഒരു ആർഗ്യുമെന്റ് അവിടെ കേട്ടു. അപ്പൊ എനിക്ക് കയ്യടി കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടെ സ്യൂഡോ സയന്റിഫിക് സ്ക്വയർ ആയ കാരണം ചിലപ്പോൾ അവിടെ കയ്യടിയും ഉണ്ടായിരുന്നുണ്ടാവും. ഇങ്ങനത്തെയൊക്കെ വിചിത്രമായ ആർഗ്യുമെന്റ്സിനെ നമുക്ക് ഡീൽ ചെയ്യേണ്ട പോലും ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായത്തോട് ഞാൻ മ്യൂട്ട് മൈസെൽഫ്. LD50 എന്ന് സെർച്ച് ചെയ്താൽ മതി. LD50 ഒരുപാട് സബ്സ്റ്റൻസുകളുടെ ലീത്തൽ ഡോസ് ഉണ്ട്. അതിൽ വെള്ളത്തിന്റെയും ലീത്തൽ ഡോസ് ഉണ്ട്. അത് വലിയൊരു പട്ടികയാണ്. ഏതൊരു സബ്സ്റ്റൻസിന്റെയും, ഇപ്പൊ നമ്മള് വെള്ളം എടുത്താലും ആൽക്കഹോൾ എടുത്താലും എല്ലാത്തിനും ഒരു ലീത്തൽ ഡോസ് ഉണ്ട്. അതൊന്ന് നോക്കിയാൽ മതി. അത് തമാശയായിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഒറ്റയടിക്കിരുന്നൊരു ലാംഗ്വേജിന്റെ ഒരു കളി വെച്ചിട്ട് ടോക്സിക് വേറെ ഫേറ്റൽ വേറെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ട് ഒരു വിഷയം ക്ലിയർ ആക്കാതെ ഇങ്ങനെ പോകുന്ന കുറെ സ്യൂഡോ സയൻസ് പ്രചാരകരുണ്ട് ഈ ക്ലബ് ഹൗസിൽ. അവർക്ക് ടോക്സിസിറ്റിയെ പറ്റി ബേസിക് ഐഡിയ ഇല്ല. അവർക്ക് അറിയത്തില്ല. 2 തരം ടോക്സിസിറ്റി ഉണ്ട്. നമുക്ക് ഡോസ് ഡിപ്പെൻഡന്റ് ടോക്സിസിറ്റി ഉണ്ട്, ഡോസ് ഡിപ്പെൻഡന്റ് അല്ലാത്ത ടോക്സിസിറ്റി ഉണ്ട്. അപ്പൊ അത് ഏത് ചെറിയ ഡോസ് ആണെങ്കിലും ആ ടോക്സിറ്റി വരും. മറ്റേത് ഒരു പർട്ടിക്കുലർ ഡോസ് കഴിച്ചാൽ മാത്രമേ വരും. അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോക്സിസിറ്റിയെ പറ്റിയുള്ള ധാരണ ഇല്ലാത്തവരാണ് ഈ ഫേറ്റൽ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആൾക്കാരെ കബളിപ്പിക്കുന്നത്. അത് അവരോട് പല സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും
അതെ അതെ അതെ. അത് പിന്നെ അവരുടെ സ്ക്വയറിലാവുമ്പോ പിന്നെ പറഞ്ഞാൽ ആരും കോൺടെസ്റ്റ് ചെയ്യില്ലല്ലോ, ഉടനെ പിടിച്ച് താഴെ തള്ളുമല്ലോ. അതുകൊണ്ട് പിന്നെ അതൊരു അത് സർക്കിൾ പറഞ്ഞു ശരിക്കും, കിടക്കാം. സ്ക്വയർ അതുകൊണ്ട് അല്ല, ഒരു സർക്കിളാണ്, അതെ സർക്കുലർ അതെ അതെ ആർഗ്യുമെന്റ്. നമ്മള് ഈ കപ്പ കഴിക്കുന്നുണ്ടല്ലോ, ഈ കപ്പയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ എലി വന്ന് ഒരു ഭാഗം കടിച്ചു കഴിഞ്ഞാല്, നമ്മള് കപ്പ എടുക്കുമ്പോഴത്തേക്ക് എലി കടിച്ച കപ്പ കടിക്കരുതെന്ന് പറയുന്നത് ഒരു റീസൺ ഉണ്ട്. എലി കുറച്ച് കടിച്ചിട്ട് അത് അങ്ങ് പോകും. അപ്പോഴ് ഈ മരക്കമ്പ് within around 8 to 10 hours it will start producing hydrocyanic acid in large quantities. എന്നിട്ട് അത് ആ കപ്പ ലീത്തലാവും, ഇറ്റ് ബിക്കംസ് ടോക്സിക്. അതുകൊണ്ടാണ് അത് കഴിക്കരുതെന്ന് പറയും, മയക്കമൊക്കെ വരും. പക്ഷെ നല്ല എലി കരണ്ടാത്ത കപ്പ വേണം എടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എലി കരണ്ട കപ്പത്തിന് വിഷം ഉണ്ടാവും. അത് എലിയുടെ വിഷമല്ലത്, അത് ഈ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോസയനിക് ആസിഡ് ആണ്. അറ്റ് ദ സെയിം ടൈം we can actually consume hydrocyanic acid in very minute quantities and it has a lethal dose. Cyanide, it's another type of cyanide. So we need to understand what we can even consume cyanide, but it will not be lethal. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും അറിയാതെ ഏത് സബ്സ്റ്റൻസ് ഇറ്റ് ഹാസ് എ ലീത്തൽ ഡോസ്. ടോക്സിൻസ് വരെ നമുക്ക്, ഇൻഫാക്ട് ഈ വിഷം എന്ന് പറയുന്ന സാധനമുണ്ട്, പാമ്പിന്റെ ചില തേളിന്റെ ഒക്കെ പോയിസൺ, ദാറ്റ്സ് നോട്ട് ടോക്സിൻ, ബട്ട് ഇറ്റ്സ് പോയിസൺ. വെനം അത് വെനം നമുക്ക് അത് കഴിക്കാം, ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് നോട്ട്, വി ഡോണ്ട് ഹാവ് എനി എക്സ്പോസ്ഡ്, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇറ്റ്സ് സ്റ്റിൽ ഡേഞ്ചറസ്. കാരണം എവിടെയെങ്കിലും അൾസേഴ്സോ, വായിൽ എവിടെയെങ്കിലും അൾസറോ, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലോ വയറ്റിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ എക്സ്പോസ്ഡ് areas ഉണ്ടെങ്കിൽ this poison can actually act on you. Venom can enter your bloodstream. But അത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ മുട്ട കഴിക്കുന്ന പോലെയുള്ളൂ. It's a protein. It's not, it doesn't become lethal unless it enters your bloodstream. So this is what we need to understand about these things. Let me go to, if anybody would like to add to this about lethal dose and toxins and വേറെ ഒരു അതിനകത്ത് ഒരു ആഡ് ഓൺ പോയിന്റ് ഉള്ളത്, ഡ്രഗ്സ് ക്യാൻ ബിക്കം ടോക്സിൻസ് എന്നാണ്. അതായത് ഫോർ എക്സാമ്പിൾ സർട്ടൺ ഡ്രഗ്സ് നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഫോർമുലേഷൻ കൊടുത്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഇന്ററാക്ട്, അതായത് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് അത് പല അവയവങ്ങളിലൂടെ പോയിട്ട് അതിന്റെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു മെറ്റബോളൈറ്റ് ഫോം ഉണ്ടാവാം. ആ മെറ്റബോളൈറ്റ് ഫോം നമ്മുടെ പല അവയവങ്ങളെയും ഡാമേജ് ചെയ്യാം. അപ്പം ഡ്രഗ്സും ഈ ആയുർവേദക്കാരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, അവരുടെ വൈദ്യന്മാര് കൊടുക്കുന്ന ഡോസിൽ ഈ മരുന്നെടുത്താൽ ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നത്, അതിനകത്ത് ടോക്സിസിറ്റി ഇല്ലെന്ന് പറയുന്നത്. ആ ബേസിക് ആയിട്ടുള്ള ഫാർമക്കോ ഡൈനാമിക്സും ഈ ഫാർമക്കോ കൈനറ്റിക്സും അറിയാത്ത കാരണം അവരങ്ങനെ സംസാരിക്കുന്നത്. പല ഹെർബൽ മെഡിസിൻസും ശരീരത്തിൽ ചെന്നിട്ടാണ് പിന്നീട് ടോക്സിക് ആകുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്, ടോക്സിക് മെറ്റബോളൈറ്റ് ഫോർമേഷൻ. I would request you to expand that metabolite and the metabolite form. അതൊന്ന് കേട്ടോണ്ടിരിക്കുന്നവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Because see, a lot of these words, we try to compress a lot of big ideas with simple words. ഇപ്പോൾ ഞാൻ പലപ്പോഴും സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ അത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. Because our audience would like to learn more about these things. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. So can you please explain that? I know it's annoying. ഇല്ല, ഞാൻ അത് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വളരെ സിമ്പിൾ ആയിട്ട്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ആൽക്കഹോള്. ഇപ്പൊ ഈ ആൽക്കഹോൾ കഴിക്കുമ്പോൾ എന്തുകൊണ്ട് ലിവർ കേടാവുന്നു, നമുക്ക് ആ കിക്ക് വരുന്നു, അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് ആൽക്കഹോൾ കാരണം, എത്തനോൾ കാരണമല്ല. എത്തനോൾ ആണ് നമ്മൾ ആൽക്കഹോൾ കെമിക്കലായിട്ട് പറയുന്നത്, എത്തനോൾ കാരണമല്ല. ആ എത്തനോൾ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ട് ലിവറിനകത്ത് പോയിട്ട് അതിനകത്ത് എൻസൈം കുറെ റിയാക്ഷൻ ഒക്കെ ഉണ്ടാക്കി അതിന് എത്തനോളിനെ അത് അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന സാധനമാക്കും. ആ അസറ്റാൽഡിഹൈഡ് ആണ് പിന്നീട് നമ്മുടെ ശരീരത്തിൽ ആ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു അംശം ഫോർമാൽഡിഹൈഡ് ആവും അതിനകത്ത്, മെത്തനോൾ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അതും വളരെ ടോക്സിക് ആണ്. അപ്പം ആക്ച്വലി ആൽക്കഹോൾ ഡയറക്റ്റ് അല്ല നമ്മുടെ ശരീരത്തിനെ ഹാം ചെയ്യുന്നത്, ആ ശരീരത്തിൽ ചെന്നിട്ട് ഈ അസറ്റാൽഡിഹൈഡ് ഫോർമാൽഡിഹൈഡ് ആയിട്ട് മാറിയിട്ടാണ് നമ്മളെ ഹാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പച്ചമരുന്നുകൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതെടുത്തോ, ചിറ്റാമൃത്, ഗിലോയ് എന്ന് പറയുന്ന സംഭവം,
അത് കഴിക്കുന്ന പേഷ്യൻസിൽ അത് അകത്ത് ചെന്നിട്ട് സെസ്ക്വിറ്റെർപീൻസ് എന്ന് പറയുന്ന അതിനകത്തുള്ള ഒരു കോമ്പൗണ്ട് നമ്മുടെ എൻസൈംസ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിനകത്ത് സെസ്ക്വിറ്റെർപിനോയിഡ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി ഓഫ് മെറ്റബോളൈറ്റ്സ് ഉണ്ടാക്കിയിട്ടാണ് അത് ലിവറിനെ ഹാം ചെയ്യുന്നതും ഈ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഡിസീസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഇതുപോലെയാണ് ഇത്. അപ്പം എല്ലാത്തിലും ഇങ്ങനെ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ 2 പച്ചമരുന്നുകൾ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഇന്ററാക്ഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി. നമ്മളിപ്പോ 5 യൂസ് ചെയ്യണം, അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയി. ഇപ്പൊ നമ്മളൊരു മെഡിസിൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിഫൈൻഡ് കോമ്പൗണ്ട് ആണ്. ഇപ്പൊ ഈ ഒരു അരിഷ്ടോ ഒരു രസായനം ഒക്കെ നമ്മൾ കഴിക്കുമ്പം അതിനകത്ത് 23, 24 കൂട്ടങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് ആലോചിക്കാം. ജസ്റ്റ് ഇമാജിൻ എന്ത് തരം കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇതെല്ലാം കൂടി ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അത് എന്തൊരു എന്താ പറയുന്നത്, എന്ത് മൈൻഡ് സെറ്റിലാണ് ഇവർ ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് എനിക്കൊക്കെ പേടിയാണ് ഈ രസായനവും ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ എഴുതി കൊടുക്കാൻ തന്നെ ആൾക്കാരുടെ അടുത്ത്. അപ്പൊ ഇതിന്റെയൊക്കെ അറിവുണ്ടെങ്കിൽ ഈ ആയുർവേദിക് ഫാർമക്കോളജി എന്ന് പറയുന്ന സംഭവമൊക്കെ കുറെ കൂടെ ബെറ്റർ ആയാൽ നമുക്ക് കുറെ കൂടെ നല്ലതായ മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ സാധിക്കാം ഫ്യൂച്ചറിലോട്ട്. അപ്പൊ ഇപ്പം അങ്ങനെ ഒരു ഐഡിയയോ ഒരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഈ ആയുർവേദിക് സയൻസസിലൊന്നും ഇല്ല. അതാണ് ഇവിടുത്തെ ഇഷ്യൂ. ഇത് നേരത്തെ ഞാൻ നേരത്തെ ഇതിനെ പറ്റി പറഞ്ഞായിരുന്നു വെച്ചാൽ ഇപ്പൊ തന്നെ യൂക്കലിപ്റ്റസിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ പോയി ഇപ്പൊ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാന്നുള്ളത് മറ്റേ ഡോക്ടർ ഡ്യൂക്സ് ഫൈറ്റോ കെമിക്കൽ ആൻഡ് എത്നോ ബൊട്ടാനിക്കൽ ഡേറ്റാബേസ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ശാസ്ത്രനാമം തന്നെ ടൈപ്പ് ചെയ്യണം. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കുർക്കുമിൻ എന്ന് അടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് എടുക്കാൻ പറ്റുന്നത്, വേര്, തണ്ട്, ഇല, ഫ്രൂട്ട്, അങ്ങനെ അതിൽ കാണിക്കും. എന്നിട്ട് അതിൽ എന്തൊക്കെ കെമിക്കൽ ഉണ്ടെന്ന് കാണിക്കും. ഇപ്പൊ ഒരു സാധനത്തിൽ തന്നെ കെമിക്കൽ കോൺസെൻട്രേഷൻസ്, അതിന്റെ ആൽക്കലോയിഡ്സിന്റെ കോൺസെൻട്രേഷൻ പല ഭാഗത്തായിട്ട് വരും. ചിലപ്പോൾ വേരിലായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും ഒരു സസ്യം അതിന്റെ പൂർണ്ണ രൂപത്തിൽ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഇലകൾ മാത്രം എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു 10, 200, 300 ഐഡന്റിഫൈഡ് ആൽക്കലോയിഡ്സ് ഉണ്ട്, അറിയാവുന്നുള്ള കോമ്പൗണ്ടുകൾ. അപ്പൊ ഇത് തന്നെ ഇതിന്റെ ആക്ഷൻ എങ്ങനെയാണ്, ഡ്രഗ് ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. ഇത് ഒന്നിലധികം ഈ പോളി കോമ്പൗണ്ട് ശരീരത്തിൽ എങ്ങനെ ആക്ട് ചെയ്യുന്ന പോലും നമുക്ക് അറിയില്ല. ഈ സാധനം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹൗ ഇറ്റ് ഇന്ററാക്ട് വിത്ത് ഇപ്പൊ റാറ്റ്സിലുള്ള സ്റ്റഡി ഇപ്പം ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റ് മോഡേൺ മെഡിസിനിൽ ഇതൊക്കെ ചെയ്തിട്ടാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത്. ഇവരിത് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ഇൻ ഇറ്റ്സ് ഇൻഫൻസി. കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും 10-15 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അത് ആവുമായിരിക്കും. പക്ഷെ ഇതൊന്നും അറിയാതാണ് ഇപ്പൊ മരുന്ന് ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. അതാണ് അതെ ഇപ്പൊ പൈസ സാറേ. പറഞ്ഞത്. 10-30 സാധനങ്ങൾ ഇതുപോലുള്ള സസ്യങ്ങൾ. 30 എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഇമാജിൻ thousands of unknown poly compounds like alkaloids. ഇതാണ് നമ്മൾ മരുന്നായിട്ട് കൊടുക്കുന്നത്. അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തായിരിക്കും അതിന്റെ ജലാംശങ്ങളൊക്കെ എടുത്തു മാറ്റി അതിനെ കംപ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇതിനെ സാമ്പാറുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് മനസ്സിലാകാത്തത്. നമ്മൾ കുർക്കുമിൻ സാമ്പാറിനൊക്കെ ഇടുന്നത് ഒരു ഇഞ്ചി ആയാലും പച്ചമുളകായാലും നമ്മൾ വിതറിയാണ് ഇടുന്നത്. അതേസമയം നിങ്ങൾ ഒരു സ്പൂൺ പച്ചമുളക് എടുത്ത് വായിലിട്ട് കുടിക്കുകയാണ്, എന്തായിരിക്കും ഇഫക്റ്റ്? ഇത്ര കോമൺ സെൻസ് ഇല്ലേ? നിങ്ങൾ ഇഞ്ചി പച്ചയ്ക്ക് കഴിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ഇഞ്ചി നമ്മൾ അരിഞ്ഞ് ഇതിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടല്ലേ ഉപയോഗിക്കുന്നത്. ഇഞ്ചി മാത്രം ഇട്ട് കഴിച്ചു നോക്കിയാണ് അടിച്ചു പോകും, വയറൊക്കെ കത്തിപ്പോവും. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ്. പണ്ട് ഞാൻ ഈ നാരങ്ങ വെള്ളത്തിൽ ഇഞ്ചി ഇട്ട് കഴിക്കുമായിരുന്നു. അത് ഞാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് ഒരു ദിവസം ഒരു 4 ഗ്ലാസ് കുടിച്ചു കഴിയുമ്പോൾ തന്നെ വയറ് മൊത്തം കത്തിത്തോന്നും. It actually does serious damage to you. കാരണം it's not healthy to consume so much. അപ്പൊ ഈ ആയുർവേദ മെഡിസിൻസിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് നമ്മളെ മനസ്സിലുണ്ടാവും. ഞാൻ ഈ എബിസ് സാറ് പറഞ്ഞതിന്റെ കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞിട്ട്. അതായത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എബിസ് സാർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം ഈ ആയുർവേദ കോമ്പൗണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ എല്ലാം ഹെർബൽ എന്നൊരു വാക്ക് ചേർത്തിട്ടാണ് ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ടാണ് ഇത് വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നത്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഹെർബൽ എന്ന് പറഞ്ഞാൽ അത് എന്തോ സൈഡ് എഫക്ട്സ് ഇല്ലാതെ എല്ലാവർക്കും തോന്നിയ പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് എന്നൊരു ചിന്ത നമ്മുടെ പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതും അതിൻ്റെ റിസൾട്ടുമായി യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ചില പ്രോഡക്റ്റുകളുടെ സെയിലുകൾ കാണിക്കുന്നത്. ഉദാഹരണം, നമ്മുടെ മോഹൻലാൽ പരസ്യം ചെയ്യുന്ന പങ്കജ കസ്തൂരി ബ്രീത്ത് ഈസി എന്ന് പറഞ്ഞാൽ ആ പരസ്യം പറയുന്നത് പറഞ്ഞാൽ
പങ്കജ കസ്തൂരി എന്ന് പറയുന്ന ആ പൊടി നിങ്ങൾ അതിന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിലെന്താ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഭയങ്കരമായ എരിച്ചിലാണ്. എനിക്കൊന്നും തോന്നുന്നു അതിനകത്ത് കുരുമുളക് ഉണ്ടാവും കൂടുതലായിട്ട്, പിന്നെ മധുരമുണ്ട്, അങ്ങനെ ഒരു സാധനമാണ്. പക്ഷെ അതിൻ്റെ സെയിൽ എന്ന് പറയുന്നത് കൊല്ലം പോലെ ഒരു ടൗണിൽ മാത്രം 1.25 കോടി രൂപയാണ് ഒരു മാസം വിൽക്കുന്നത്. ആ പ്രോഡക്ട്സിൻ്റെ കച്ചവടവും ഇതും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്കും ആസ്മ ഉണ്ടാവാൻ പാടില്ല, ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖം ഉണ്ടാവാൻ പാടില്ല. അമ്മാതിരി കച്ചവടമാണ് ഇതിൻ്റെ കീഴിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വേറൊരു സാധനമായിരുന്നു കപ്പ് സിറപ്പുകൾ, കൃഷ്ണ തുളസി കപ്പ് സിറപ്പ്. ഞാൻ മിക്കപ്പോഴും കണ്ട ആളുകൾ മേടിച്ചിട്ട് ഈ ബ്രാൻഡ് നെയിമുകളൊന്നും പറയണ്ട കേട്ടോ. ബ്രാൻഡ് നെയിം അല്ലല്ല, പറഞ്ഞാൽ ഞാൻ ബ്രാൻഡ് നെയിം അല്ലേ, നമുക്ക് ഈ അറിയാവുന്ന നമ്മൾ ഇതിന്റെ പരസ്യത്തിലൂടെ ആണല്ലോ ഇത് കൂടുതൽ പിക്ക് ചെയ്ത് പോകുന്നത്. ഇപ്പം ഡോക്ടർ എബിളുള്ള ആൾക്കാർ ഒരു പ്രോഡക്ട്സ് എഴുതുന്നത് ആ പ്രിസ്ക്രിപ്ഷനകത്ത് മാത്രമേ അറിയാൻ പറ്റൂ. അത് ആ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കൽ ഷോപ്പ് ഇതങ്ങനല്ല, ഇത് കൂടുതൽ OTC ടൈപ്പിൽ വിൽക്കുന്നുണ്ട് ആണ് നമുക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ കപ്പ് സിറപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കുകയാണ്. കപ്പ് സിറപ്പിൽ കൃഷ്ണ തുളസിയുടെ ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ പിന്നീട് പറഞ്ഞു കൃഷ്ണ തുളസിയുടെ എക്സ്ട്രാക്ട് കൂടുതൽ കഴിക്കുമ്പോൾ പൊട്ടൻസിയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിലെ വേപ്പ്, ഇതിനൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു പ്രത്യേകമായ ഒന്നുമില്ലാതെയാണ് ഇത്തരത്തിൽ വിൽക്കപ്പെടുന്നത്. ഇതിന് ഒരു തടയിടാനായിട്ട് ഒരു നിയമം ഇപ്പൊ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നിലവിലുണ്ട്. അത് കൂടുതലും അലോപ്പതി മെഡിസിന്റെ മുകളിലാണ് ഇതെല്ലാം വെച്ചേക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഹെർബൽ എന്ന് പറയുന്ന വിറ്റഴിക്കുന്ന ഒരു സാധനത്തിന് ഇവിടെ എന്തും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് ഇടയിടുന്നില്ല. ഇത് വരുന്നു പോകുന്നു. ഇതിപ്പോ ഏത് സാധനം എടുത്താലും ഹെർബൽ എന്ന് എഴുതി വെച്ചാൽ മതി. ആ ലെവലിലാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് പോകുന്നുള്ളതാണ്. ഷമീർ ഇപ്പൊ പറഞ്ഞ പ്രോഡക്റ്റിനകത്ത് പച്ചമുളകും കുരുമുളകും ഉണ്ട് കേട്ടോ. അതിന്റെ കൂടെ അശ്വഗന്ധ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് എരിച്ചിൽ ഫീൽ ആവുന്നത്. അതുണ്ട് സാറേ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരാൾക്ക് സാറിന് തന്നെ അറിയാൻ പറ്റും. ഇപ്പൊ ഒരു തലവേദന വരുമ്പോൾ തലവേദനയ്ക്ക് എടുക്കുന്ന ഏത് ബാമിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്സിൻ അതായത് ഈ മുളകിന്റെ അതേ അംശമുള്ള. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തടവി കഴിയുമ്പോഴത്തേക്ക് റേഡിയേറ്റ് ചെയ്തിട്ട് നമുക്ക് തലവേദന 3-4 ദിവസം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇയാൾ പോയി വേറെ ചെയ്തു നോക്കണം, ഫർദർ തലവേദന വന്നിന്നുള്ളത്. അപ്പം ഈ ഒരു തൽക്കാല ശാന്തിയാണ് ഈ സാധനങ്ങളെല്ലാം തരുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ക്ലെയിമിനൊക്കെ എന്ത് അടിസ്ഥാനം ഉള്ളതെന്നുള്ളതാണ് പ്രശ്നം. ഇത് വ്യാപകമായി ഇവിടെ ഇഷ്യൂ എന്ന് പറയുന്ന ഈ ഹെർബൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരിയായ ഇത് ഡ്രഗ്സ് അല്ല. ഇവരത് വിൽക്കുന്നത് ഹെൽത്ത് സപ്ലിമെന്റ് ആയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം US യൂറോപ്പിലൊക്കെ നോക്കിയാൽ അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവർ ഹെൽത്ത് സപ്ലിമെന്റ് ആയിട്ട് വിറ്റാലും അവർ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് പറയുന്നു. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന് പുറത്ത് കിടക്കാം. ഹെൽത്ത് സപ്ലിമെന്റ് ഇപ്പൊ ന്യൂട്രീഷന്റെ അതെ കറക്റ്റ് ആണ്. അതെ ന്യൂട്രീഷൻ അതെ ഫുഡ് ആൻഡ് ഹെൽത്ത് സപ്ലിമെന്റ്സിനകത്ത് ഈ പറയുന്ന ട്രയൽസോ സേഫ്റ്റി എഫിക്കസി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊരു അസുഖത്തിനായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പാടില്ലെന്നുണ്ട്. പക്ഷെ അത് വ്യാപകമായി ഇവിടെ നടക്കുന്നുണ്ട്. അത് ആരെങ്കിലും റെഗുലേറ്റ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സാധാരണക്കാർ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാം. ഞാനൊരു ഡോക്ടറോ നമുക്ക് കുറെ ഡോക്ടേഴ്സ്മാർ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ഗവൺമെന്റ് തലത്തിൽ തന്നെ വരേണ്ടതാണ്. അത് വേറെ ഒരു ഇഷ്യൂ ആണ്. അതിനെപ്പറ്റി പിന്നീട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് സംസാരിക്കാം. അബി ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ. യെസ് പ്ലീസ്. എന്റെ DP ഞാൻ ദേവ്നാഥ്. എന്റെ DP ഒന്ന് ആൾക്കാർ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോളൂ. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ആർക്ക് വേണമെങ്കിലും അയച്ചു തരാം. FDA കൺസ്യൂമേഴ്സിനുള്ള വാർണിംഗ് ആണ്. ഇതിന്റെ ലിങ്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു തരാം. അത് കൂടാതെ നേരത്തെ മിഥുൻ പറഞ്ഞ ആ കമ്പനിയുടെ വെബ്സൈറ്റ് ഞാൻ നോക്കി, അവരുടെ ട്വിറ്റർ അക്കൗണ്ട് നോക്കി, അവരുടെ ഫേസ്ബുക്ക് നോക്കി. ഇതിലൊന്നും തന്നെ ഈ പറയുന്ന ഒരു ഡോക്യുമെന്റും ഇല്ല. ഈ US FDA അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഇതും ഇല്ല. അതേസമയം കർമ്മ ന്യൂസിന്റെ ഒരു ന്യൂസ് ചാനലിൽ ഒരു ന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടായിരുന്നു. വേറെ ഒരു ഡോക്യുമെന്റും ഈ FDA അപ്രൂവൽ പരബ്രഹ്മ ആയുർവേദത്തിന് കിട്ടിയെന്ന് പറയുന്നതില്ല. പിന്നെ സോറി, ഞാൻ പേരെടുത്ത് പറഞ്ഞത് സോറി. അത് കൂടാതെ അവരെ വെബ്സൈറ്റിൽ എല്ലാ പ്രൊഡക്ട്സും വെക്കുന്നത് സപ്ലിമെന്റ് ആയിട്ട്. അവരെ വെബ്സൈറ്റിൽ തന്നെ പ്രമേഹത്തിനുള്ള, ഡയബറ്റീസിനുള്ള സപ്ലിമെന്റ്, കോവിഡ് ചെറുക്കാനുള്ള സപ്ലിമെന്റ്, മെഡിസിൻ എവിടെയും മെൻഷൻ ഇല്ല. ഇതിൽ തന്നെ എല്ലാം പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,000 50,000 റുപ്പീസ്. ഇത് ഡയബറ്റീസിന്റെ സപ്ലിമെന്റിന് 10,000, വേറെ എന്തിനോ 50,000,
ഇതെല്ലാം ആരാ ഈ പ്രൈസും കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഒരു കേൾക്കുന്നില്ല ദേവനാഥ്, മ്യൂട്ടായി. ഞാൻ നിർത്തിയതാണ്. ഞാൻ പറഞ്ഞത് ഇല്ല, ഇത്രയും നേരം പറഞ്ഞത് കേട്ടിട്ടുണ്ടാവല്ലോ. കേട്ട് ആരാണ് ഇത് വാങ്ങിച്ച് കഴിക്കുന്നതെന്ന് പറഞ്ഞ് നിർത്തി. അതെ, പറഞ്ഞു നിർത്തി. അതെ, ദിലനാഥ് അത് ഇതിലൊരു ആ പ്രശ്നമുണ്ട്. ഇതിപ്പോ ഈ അലോപ്പതി മേഖലയിലുള്ള ആളുകൾ ഇത് നന്നായിട്ട് അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനെ പ്രൊമോട്ട് ഷമീർ, ചെയ്യാനായിട്ട് നമ്മുടെ മോഡേൺ മെഡിസിൻ, മോഡേൺ ആ മെഡിസിൻ, ആ അത് മോഡേൺ അതെ സയൻസ് ബേസ്ഡ് മോഡേൺ മെഡിസിൻ, അത് മെഡിസിൻ അലോപ്പതിയൊക്കെ പോയി. മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇത് അഡ്രസ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാണ്. DRDO കൊറോണയുടെ ഒരു മരുന്ന് കൊണ്ടുവരുന്നു. കേരളം 5 ലക്ഷം ഡോസ് വാങ്ങുമെന്ന് കേരളത്തിൽ പറയുന്നു. പക്ഷെ എന്തായാലും ഭാഗ്യത്തിന് മേടിച്ചില്ല. പിന്നീടാണ് കണ്ടെത്തിയത് അത് ഉണ്ടാക്കിയിരിക്കുന്ന പതാഞ്ജലിയുടെ ഭാഗമായിട്ട് വന്ന സാധനമാണെന്ന് മനസ്സിലാവുന്നു. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ പല ഇല്ല കാര്യങ്ങളും, ഷമീർ, അതായത് അത് തെറ്റാണ് കേട്ടോ. പതാഞ്ജലി അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അത് അവര് വെറുതെ ഒരു ഗ്ലോറിഫിക്കേഷന് വേണ്ടി ചുമ്മാ അടിച്ചിറക്കിയതാണ്. ഈ DRDOയുടെ പ്രോഡക്ട്സ് അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച 70 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ച ഒരു മോളിക്യൂൾ അത് ആണ്. ബ്രെയിൻ അത് ഇവിടെ ട്യൂമറിന് ചുമ്മാ കണ്ടുപിടിച്ച അടിച്ചു കയറ്റിയതാണ്. മരുന്നാണ്. ബ്രെയിൻ ട്യൂമറിന് കണ്ടുപിടിച്ച മരുന്നാണ്. ഡോക്ടർ റെഡ്ഡീസ് ലാബിന്റെ ആയിട്ട് ഇപ്പൊ മാർക്കറ്റ് അവര് ചെയ്യുന്നതാണ്. മാർക്കറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അത് പതാഞ്ജലി ആയതായിട്ടുള്ള ഒരു ബന്ധമില്ല. അവരൊരു പബ്ലിഷ് ചെയ്യാത്ത ഒരു ചെറിയ PDF ഡോക്യുമെന്റ് എവിടെ അപ്ലോഡ് ചെയ്തിട്ട് അവരുടെയാന്ന് പറഞ്ഞ് കാണിച്ച ആൾക്കാരെ കബളിപ്പിക്കാൻ നോക്കിയതാണ്. അത് നമ്മൾ കംപ്ലീറ്റ്ലി പൊളിച്ചു കൊടുത്തതാണ് ട്വിറ്ററിൽ. അല്ല, അത് ഞാൻ പറഞ്ഞു വന്നത് അതും ഒന്നും ശാസ്ത്രീയമായിരുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഒന്നും ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ നമ്മളിതൊന്നും കേൾക്കുന്നില്ലല്ലോ. പിന്നെ ഒരു കൊറോണയിൽ വന്നു. ഇതൊക്കെ ഇങ്ങനെ പറയുന്നുള്ളതല്ലാതെ ഇതിനൊന്നും ഒരു ബെനിഫിറ്റും ഇല്ല. അവസാനം വന്നു നിൽക്കുമ്പം വൈറസിനെ ട്രീറ്റ് ചെയ്യുന്നതിനും അതിന് ശാസ്ത്രീയപരമായി മാത്രം മോഡേൺ മെഡിസിൻ അടിസ്ഥാനത്തിൽ ട്രീറ്റ്മെന്റ് നടക്കുന്നുള്ള കാലം കണ്ടുപിടിച്ചു. ഷമീർ, എന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഈ ഒരു ഇന്നലെ ഇട്ടതാണ്. അതില് നമ്മുടെ പ്രശസ്ത കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ, അതിന്റെ പേരെടുത്ത് പറയാൻ കാരണം അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് കാണുന്നില്ല. 1 സെക്കൻഡ്. അതില് യൂറോപ്യൻ യൂണിയനിൽ അവർ വിൽക്കുന്ന ഔഷധങ്ങളുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ അത് വായിക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത്, we as distributors of Ayurvedic products of Kottakkal Arya Vaidyashala are distributing these products in Europe as food supplements, and the oils are meant only for external application. We do not claim that these products can treat, diagnose, prevent, or cure any diseases. We do not currently have the clinical research test data to meet the EU specifications for meeting the demands of pharmaceutical drugs or the required 15 years safe usage data in Europe to meet all the specifications of traditional herbal medicine. Hence, these products are not meant to be used as medicines. ഇത് കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ ഓൺലൈൻ കോട്ടക്കൽ ഇതിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. EU സേഫ്റ്റി റെഗുലേഷൻസ് എന്ന് അവരുടെ ഡ്രോപ്പ് ഡൗണിൽ പോയാൽ വായിക്കാവുന്നതാണ്. അപ്പൊ ഇതിനെപ്പറ്റി എന്താണ് അത് വായിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്? അതായത് ഞങ്ങളുടെ മരുന്നുകൾ 15 കൊല്ലത്തെ EU സ്പെസിഫിക്കേഷൻ ആവശ്യപ്പെടുന്നത് അനുസരിച്ചുള്ള യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും പാലിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ ഫുഡ് സപ്ലിമെന്റ് മാത്രമാണ്. അത് ഒരു വിധത്തിലുള്ള രോഗങ്ങൾക്കും ചികിത്സയായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ കൂടുതൽ തെളിവ് എന്തെങ്കിലും വേണോ? ഇതേ സാധനം ഇന്ത്യയിൽ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വിൽക്കാം. ഈ നല്ല കാശൊക്കെ വാങ്ങിച്ച് അത് വിൽക്കുന്നുണ്ട്. പക്ഷെ യൂറോപ്പിലുള്ള മനുഷ്യനും, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, ഈ മനുഷ്യന്റെ ശരീരം ഒന്നല്ലേ? ഇന്ത്യക്കാരന്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്? അമേരിക്കയിലുള്ളവനും യൂറോപ്പിലുള്ളവന്റെ ഒക്കെ ശരീരവും ഇന്ത്യയിലുള്ളവന്റെ ശരീരവും ഒക്കെ ഒന്നല്ലേ? അവിടെയും മലയാളിയാണ് കേട്ടാ. ഇത് വാങ്ങിച്ച് കേട്ടണത് മൊത്തം മലയാളികളാണ്. അവിടെയുള്ള മലയാളിക്ക് ഇത് ഫുഡ് സപ്ലിമെന്റും ഇവിടെ ഉള്ളവന് ഇത് ഔഷധവും. എന്തൊരു മറിമായം! എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇത് എന്തോന്ന് മറിമായം? മാത്യു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മാത്യു ഫോൺ വെച്ചിട്ട് മാത്യു ആരെയാ ചികിത്സിക്കാൻ പോയിരിക്കുക? അപ്പോൾ സമീർ അല്ല അരുൺ പറയൂ. സംഭവം അറിയോ? ഇത് വളരെ വ്യക്തമാണ്. നമ്മളെ TV-യിൽ ചില സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് എഴുതി കാണിക്കത്തില്ലേ, ഈ ചിത്രത്തിലെ കഥയും കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊരു ബന്ധവുമില്ല, എന്തെങ്കിലും യാദൃച്ഛികം തോന്നുന്നെങ്കിൽ അത് സ്വാഭാവികം മാത്രമെന്ന്. അപ്പൊ ഇതിലൂടെ ഒളിച്ചു കടത്തുകയാണ്. ഞങ്ങൾ മരുന്നാണോ? അല്ല.
ഫുഡ് സപ്ലിമെന്റ് ആണോ? ആണ്. അവിടെ ഉറപ്പിച്ച്, കാരണം യൂറോപ്യൻ യൂണിയന് കൊടുക്കണമെങ്കിൽ അവിടെ ഉറപ്പിച്ച് പറയണം ഞാൻ ഫുഡ് സപ്ലിമെന്റ് ആണ്, ഞാൻ മരുന്നല്ല എന്ന് പറയണം. ഇവിടെ ഇവിടെ എന്ത് നടക്കുമല്ലോ ഈ നമ്മുടെ നാട്ടില്. അതുകൊണ്ട് ഇതിങ്ങനെ വിറ്റഴിക്കുന്നുള്ളതാണ്. പിന്നെ പൊതുജനങ്ങൾക്ക് കൂടുതൽ കൈപ്പള്ളി ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എത്ര വേരിയബിൾസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറ്. ഒരു ചെടിയുടെ ഒരു സ്പീഷീസ് വരുമ്പോൾ അതിൽ ടൈപ്സും വെറൈറ്റീസും വരുമ്പോൾ നമ്മൾ ഈ ആൽക്കലോയിഡ്സ് ഒക്കെ ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നു ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ പോലും ഓരോ പ്ലാന്റ് അനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ്, പിന്നെ ആഡ് ചെയ്യുന്ന ഈ ചാണകം, മൂത്രം, ഈ പറയുന്ന സാധനങ്ങളിലുള്ള വേരിയേഷൻസ്, അപ്പൊ ഇവര് ബോട്ടിലിൽ നിന്ന് ഓരോ ബോട്ടിൽസും ഡിഫറെന്റ് ആവില്ല എന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറ് ഈ കാര്യങ്ങൾ. അതുപോലെ തന്നെ കൈപ്പള്ളി ജസ്റ്റ് കംപ്ലീറ്റ്, കൈപ്പള്ളി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ഇവിടെ വന്ന് എപ്പോഴും സംസാരിച്ച് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഹോമിയോ ഡോക്ടറെ പറ്റി. അപ്പൊ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു പുള്ളിക്കാരൻ ക്യാൻസർ ട്രീറ്റ് ചെയ്യില്ല. പുള്ളി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ പ്രാക്ടിക്കൽ കൊടുത്തിട്ടുണ്ട്, പുള്ളിക്കാരൻ ക്യാൻസർ ട്രീറ്റ് ചെയ്യും പുള്ളിക്കാരന്റെ സ്പെഷ്യാലിറ്റീസിൽ ഒന്നായിട്ട്. ഞാൻ ജസ്റ്റ് കമന്റിൽ ഒരു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്യാൻസറിനെ കുറിച്ചൊക്കെ അഭിസാറിന് ഒത്തിരി പറയാനുണ്ടാവും. ഉള്ളാത്തായും ലക്ഷ്മി തരവും കിട്ടാതെ ഒരു സമയത്ത് കിട്ടാതെ ആളുകൾ നെട്ടോട്ട് ഓടുമായിരുന്നു. ക്യാൻസർ അത് കഴിച്ചാൽ മാറും. അങ്ങനെ കീമോതെറാപ്പി എടുത്ത ആൾക്കാർ ഈ മുള്ളാത്തയുടെയും ലക്ഷ്മി തരുവിൻ്റെയും പുറകെ പോയി കീമോയുടെ പച്ച കൊണ്ട് ഒരു 3-4 മാസം കിട്ടിയ ആ സൗഖ്യം ഉണ്ടല്ലോ, ആ ഒരു ഡിസീസിനകത്തുണ്ടായ ഒരു മുള്ളാത്തയുടെയും ലക്ഷ്മി തരുവിൻ്റെയും പുറകെ പോയിട്ട് നശിപ്പിച്ച് പിന്നീട് മരിച്ചുപോയ കേസുകൾ എത്രയോ ഉണ്ട്. ഇങ്ങനെ അടിച്ചിറക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ശരിക്കും ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു രോഗിയുടെ ഒരു അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ഈ നാട്ടിൽ ഇതിനൊന്നും ചോദിക്കാൻ നിയമങ്ങളില്ല. ഷമീർ, ഞാൻ വിക്രമനിലേക്ക് പോകണം. വിക്രമൻ, വെൽക്കം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറയൂ. അല്ല, അപ്പൊ എന്റെ ചോദ്യം, ഈ സ്യൂഡോ സയൻസ് ഈ ഗ്രൂപ്പിൽ നിന്ന് കേട്ടിട്ട് ഞാൻ എഡ്യൂക്കേറ്റഡ് ആയിട്ട് എന്റെ ഫാമിലിയിൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി. ഫാമിലിയിൽ ഈ സംഭവം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്. ഞാനിങ്ങനെ ഇവിടെ കേട്ട ചരക സംഹിതയും അതും ഇതെല്ലാം കൂടെ വെച്ച് കാച്ചി. ഞാൻ സംഭവിച്ചത്, എന്നെ അടച്ചാക്ഷേപിച്ച് പിന്നെ കുറെ ലിങ്ക്സ് ഒക്കെ അയച്ചു തന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അടുത്ത ലൈഫ് ലൈൻ എന്താണ് എന്നറിയാനൊരു ആഗ്രഹം. അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ഇപ്പോ യു ക്യാൻ ഓൾവേസ് ചേഞ്ച് യുവർ ലൈഫ്. നമുക്ക് എപ്പോഴും നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന തൊഴില് ശരിയായ ഒരു തൊഴിലല്ല എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു തൊഴിലിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് വേറെ ഒരു പണിയും അറിഞ്ഞുകൂടാത്തവരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് തൊഴിൽ അവർ ചെയ്യണമെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ തിരഞ്ഞെടുത്ത ഒരു സംഭവമാണ്. അവരെന്ത് ചെയ്യണമെന്ന് ഈ ഒരുപാട് വർഷത്തെ പ്രാക്ടീസ് ചെയ്തവരെന്ത് ചെയ്യണമെന്നുള്ളത് ചോദിച്ചാൽ ഒരു പിടിയില്ല. പക്ഷെ ഒരു ഗുണമുണ്ട് ഈ ആയുർവേദിക് സംഭവത്തിൽ തന്നെ. ഇനി മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് ദ്രോഹമില്ലാത്ത രീതിയിൽ ചികിത്സ നടത്താൻ പറ്റും. അതായത് ചികിത്സയല്ല, സുഖ ചികിത്സ. ഈ മസാജ്, റിസോർട്ട്, അതൊക്കെ തന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടത്. അല്ലെങ്കിൽ ഈ നമുക്ക് പരിചയത്തിലുള്ളത് തന്നെ ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സ് ഇപ്പൊ അതാണ് ചെയ്യുന്നത്. അധികം വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ അത് ചെയ്യാം. സുഖചികിത്സ റിസോർട്ടുകൾ നടത്താം. എങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യരുത്. അത് ഐ തിങ്ക് സം ഓഫ് ദം ആർ സെൻസിബിൾ. പിന്നെ മോഡേൺ മെഡിസിന്റെ ടൂളുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് റെഫർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കേസുകൾ, ഒരു പ്രിലിമിനറി ഡയഗ്നോസിസ് ഒക്കെ നടത്താൻ പറ്റും. ഞാൻ ഇതിനകത്തൊന്ന് ആഡ് ചെയ്യാണ് കൈപ്പള്ളി. ഇതിപ്പം ഇപ്പൊ ഇത് പറഞ്ഞ മാതിരി തന്നെ ഈ ആയുർവേദത്തിന് നമുക്ക് രണ്ടായിട്ട് ആക്ച്വലി ഇതിന്റെ ഒരു യൂസ് ഉണ്ട്. ഒന്നൊരു കമേഴ്ഷ്യൽ യൂസ് ആണ് കൂടുതലും, ഈ തെറാപ്യൂട്ടിക്, അതായത് ഈ ചികിത്സയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അതിനകത്താണ് നമുക്ക് എവിഡൻസ് വേണ്ടത്, അതില്ല ആയുർവേദത്തില്. അപ്പൊ ഈ പറയുന്നത് പോലെ ഒരു ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ്, ടൂറിസം, റിസോർട്ട്, ആ പരിപാടിയൊക്കെ ഓക്കെ, അതൊരു ട്രഡീഷണൽ നമ്മുടെ എക്സ്പീരിയൻസ്, പഴയ ഇന്ത്യയുടെ ട്രഡീഷൻസ്, കൾച്ചർ എങ്ങനെയാണെന്നുള്ളതൊക്കെ പുറം രാജ്യമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക, അവർക്കൊരു എക്സ്പീരിയൻസ്, അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ അത് മാത്രമല്ല, ഇപ്പൊ ഈ ചോദിച്ച പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദക്കാരോട് നമ്മൾ ഇതൊക്കെ പറയാൻ പോയാൽ അവരെന്ത് ചെയ്യും? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒരു വസ്തുതയാണ്.
എന്താന്ന് വെച്ചാൽ അവർ ഇത്രയും വർഷം ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം അല്ല ഇതെല്ലാം ഉടായ്പാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അവരുടെ നിത്യത്തൊഴിൽ അഭ്യാസമാണ്. അവർക്കതൊരു എന്താ പറയുന്ന ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ മാതിരിയാണ്. അപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന അവരെ അല്ല. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇനി പിള്ളേര് ഈ പഠിച്ചിറങ്ങുന്ന പിള്ളേര് ഇങ്ങനത്തെ മിസ്റ്റേക്സ് കാണിക്കരുത്. അവർക്ക് വേറെ പല സയന്റിഫിക് ആയിട്ടുള്ള ഇപ്പം MBBS കിട്ടിയില്ല അല്ലെ PG കിട്ടിയില്ല എന്ന് പറഞ്ഞാലും വേറെ പല സയന്റിഫിക് ആയിട്ടുള്ള പല പല കാര്യങ്ങളും ചെയ്യാനും പഠിക്കാനും ഉണ്ട്. ഈ ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി ഇങ്ങനത്തെ ഈ കവട ശാസ്ത്രങ്ങൾ പഠിച്ച് അവർ ലൈഫ് കളയില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ എന്റെ തന്നെ പല പല ഡിസ്കഷൻസിലും പ്രായം ചെന്ന പല ആയുർവേദക്കാരോട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് അവരൊക്കെ വളരെ എന്താ പറയുന്നത് ഭയങ്കര അഗ്രസീവ് ആണ്. രണ്ടാമത് റീസണിങ് പോലും നേരെ തെറിവിളിയാണ്. ഒന്നേ അപ്പനമ്മയ്ക്കെല്ലാം നമുക്കിട്ടൊക്കെ തെറിവിളിയാണ്. അല്ലാതെ അവർക്ക് വേറെ ഒരു ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മളൊന്നും ചെയ്യണ്ട, അവർ മാറില്ല. പക്ഷെ പുതുതായിട്ട് വരുന്ന തലമുറകൾ, പുതിയ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പം ഇങ്ങനത്തെ ഈ കവട ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാതെ ശരിയായ രീതിയിലുള്ള പഠനങ്ങൾ ചെയ്യണം എന്നാണ് വേറൊരു ഓപ്ഷൻ. താങ്ക് യു ഡോക്ടർ. നേരത്തെ ഞാന് എന്നെ ഒരാള് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ പുള്ളി വി ആർ സ്റ്റിൽ ട്രൈങ് ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ്. പുള്ളി പറയുന്നത് ഈ ആയുർവേദവും ഹോമിയോയും ഒക്കെ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ചെയ്യുന്ന കുട്ടികള് അവർക്ക് കരിയർ മാറണമെന്ന്. കാരണം ഇത് തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ. ഇനി കുറച്ചു പേർക്ക് ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഇതിൽ നിന്ന് മാറി എന്തെങ്കിലും ഒരു കരിയർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിലും അയാളെ ബന്ധപ്പെടാം. അയാള് UK പുള്ളി നഴ്സിങ്ങിന് കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കാം. പാരാ മെഡിക്കൽ ട്രെയിനിങ് ഓർ നഴ്സിങ്ങിന് വേണ്ടിയുള്ളതൊക്കെ ചെയ്യാൻ പുള്ളി തയ്യാറാണെന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പറയുകയുണ്ടായി. ബട്ട് ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട്ലി വാട്ട് ആർ ദ ഡീറ്റെയിൽസ്. അത് കണ്ടെത്തി നമ്മൾ തന്നെ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി അതിനുശേഷം ഞാൻ അത് അറിയിക്കാം. ഇപ്പം ആരെങ്കിലും അങ്ങനെ താല്പര്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സഞ്ചറിൽ വന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. ബിക്കോസ് ഇതിൻ്റെ അകത്ത് നമുക്ക് ആരെയും ഡെലിഗേറ്റ് ചെയ്യാനും ഉള്ളൊരു സംവിധാനമില്ല. സോ ദാറ്റ്സ് അനദർ തിങ്. ഇവര് ഈ ക്ലബ് ഹൗസുകാർക്ക് ഒരു 1000-2000 ഒക്കെ ഫ്രണ്ട്സ്, ഈ ഫോളോവേഴ്സ് ഉള്ളവരെയൊക്കെ മാനേജ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കാം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗിയർ ടു ഹാൻഡിൽ ലാർജ് വോളിയൂംസ് ഓഫ് ഫോളോവേഴ്സ്. കാരണം മെസ്സേജ് ഇങ്ങനെ വന്ന് കൂടി കിടക്കുക. എനിക്ക് എല്ലാം ഒന്നും നോക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. സോ പരിമിതപ്പെടുത്തുക. ഐ റിയലി ഡു ലവ് ഓൾ യുവർ അപ്രിസിയേഷൻസ്. എനിക്ക് മെസ്സേജ് ഇത്തിരി കുറയ്ക്കുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇതിന്റെ മെസ്സഞ്ചർ യൂസ് ചെയ്യാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അജിത്തിലേക്ക് പോവാണ്. അജിത്ത്, ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ട് ആർ ദി ഓപ്ഷൻസ്. ഇപ്പോ ഒരു ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന പഠിച്ചിറങ്ങിയ ഒരാളിന് എങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കാത്ത രീതിയിൽ, അധികം ദോഷമില്ലാത്ത രീതിയിൽ വിദേശത്തോ മറ്റു രാജ്യങ്ങളിലോ പോയാൽ എന്തെങ്കിലും ജോലി ആയുർവേദവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? ഒന്ന് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നതാണോ പറയുന്നത്, അല്ല വേറെ ഏതെങ്കിലും കോഴ്സിന് ശേഷം ചെയ്യാൻ പറ്റുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇപ്പൊ ഉള്ള സ്ഥിതിക്ക് ഇപ്പൊ പഠിച്ചു, നമ്മൾ ജോലി ചെയ്യണം, പക്ഷെ ആയുർവേദം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, വിദേശത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം? വിദേശത്തെ പൂർണ്ണമായും കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഫിൽജിന് കുറച്ചും കൂടി അറിയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഫിൽജിനുമായി ഞാൻ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവിടെ ഇപ്പം BMS കഴിഞ്ഞവർക്കും അതുപോലെ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ പുറത്ത് ആൾക്കാർ നാട്ടിൽ വന്നിട്ട് ഒരു 5-6 മാസത്തെ കോഴ്സൊക്കെ എടുത്തിട്ട് പോകാറുണ്ട്, ഈ മസാജിന്റെ പോലത്തെ കോഴ്സുകൾ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവിടെ സെന്റേഴ്സ് തുടങ്ങാം. ഈ മസാജ് സെന്റർ പോലുള്ള സംഭവങ്ങളിൽ വർക്ക് ചെയ്യാം. ഓൾറെഡി ഉള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാം. പിന്നെ അവർ അവിടെ ഈ മെഡിസിൻസിനൊക്കെ റെഗുലേഷനിലുണ്ട്, കണ്ടമാനം ഇന്റേണൽ മെഡിസിൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് പൊതുവെ ഒരു സുഖചികിത്സ എന്നുള്ള രീതിയിലുള്ള ഇതിനൊക്കെ പോവാം. അതിന് അത്യാവശ്യം പേയ്മെന്റും കിട്ടുന്നുണ്ടെന്നാണ് അറിഞ്ഞത് UK പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ അത് കൈപ്പള്ളിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നാട്ടിലും ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് നാട്ടിലും സുഖചികിത്സ മാത്രമല്ല, ചില നമ്മള് കഴിഞ്ഞ വേറൊരു റൂമിലെ ഡിസ്കഷനിൽ ഡോക്ടർ മനോജൊക്കെ പറഞ്ഞ പോലെ നമ്മൾ IVDP പോലുള്ള മൈൽഡ് കേസുകളിലൊക്കെ ഡയറക്റ്റ് ഡോക്ടേഴ്സിന് തന്നെ ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ ചെറിയ മസാജ് പോലുള്ള സാധനങ്ങളും, അതായത് ഏകദേശം ഒരു ഫിസിയോതെറാപ്പിന്റെ എഫക്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം.
അതിന് പക്ഷേ നമ്മൾ അതിൽ കൂടുതൽ ക്ലെയിംസ് ഒക്കെ കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം. നമ്മളെല്ലാ നടുവേദനയും നിങ്ങൾ ഏത് ഡിസ്കിലെ ഇതും വന്നോളൂ, നമ്മളത് മാറ്റിത്തരാം, കംപ്ലീറ്റ് മാറ്റിത്തരാം എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് പ്രശ്നം വരുന്നത്. അപ്പൊ അതൊക്കെ കെയർ ചെയ്തിട്ടൊരു ഫിസിയോതെറാപ്പിന്റെ പോലെ ഒരു റിഹാബിലിറ്റേഷൻ പോലെ അത് പല അസുഖങ്ങളിലും ചെയ്യാൻ പറ്റും. ഇപ്പം ചില ഹെമിപ്ലീജിയകളിലൊക്കെ ഒരു സപ്പോർട്ടീവായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു വലിയ തെറ്റൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ Definitely. I mean, ചെയ്യുന്നതിൽ ചെറിയ കുറച്ച് I think that is a possible approach, provided കുറച്ച് അതിന് ഫിസിയോതെറാപ്പിയുടെ കുറെ കാര്യങ്ങളും കൂടി അതിൽ അതിന്റെ ഒരു റിഫ്രഷർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സപ്ലിമെന്ററി കോഴ്സും കൂടി കഴിഞ്ഞിട്ട് it will be much easier for them to acclimatize into physiotherapy itself. ആയുർവേദ പഠിച്ചിട്ടുള്ള ഒരാൾ ഫിസിയോതെറാപ്പി കൂടി പഠിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രിഡ്ജിങ് വിത്തൗട്ട് ആക്ച്വലി കോംപ്ലിക്കേറ്റിംഗ് തിങ്സ് ഫർദർ, അതൊരു പോസിബിലിറ്റി ആണ്. താങ്ക് യു ഫോർ ദാറ്റ്. ഞാൻ JMKയിലേക്ക് പോവാണ്. JMK. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. ഞാൻ ചോദിക്കാൻ വന്നത് ഈ സോൾജൻ SMA എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡ്രഗ്, അതിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ, അതായത് SMA എന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കൂടാണ്ട് ഈ സോൾജൻ SMA എന്ന് പറയുന്ന ഈ ഡ്രഗ് എന്തുകൊണ്ടാണ് ഇത്ര കോസ്റ്റ്ലി ആവുന്നത്? The first part, I think either Sanathanan or Ebi can answer. The second part I can answer regarding the cost. എങ്ങനെയാണ് രോഗം ഉണ്ടാവുന്നത്? Ebi and Sanathanan, one of you please. Sanathanan or Ebi. ഇത് സ്പൈനൽ മസ്കുലർ അട്രോഫി കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്, IV ആയിട്ട് ഇൻട്രാവെനസ്. നമ്മൾ ഈ ത്രൂ ഇഞ്ചക്ഷൻ ആണ് ഇത് കൊടുക്കുന്നത്. അതിന്റെ ബേസിക് ആയിട്ട് അവർ പറയുന്നത് ഇതൊരു SMN പ്രോട്ടീൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതാണ് ഈ മ്യൂട്ടേറ്റ് ചെയ്തിട്ട് അബ്നോർമൽ ആയിട്ടുള്ള പ്രോട്ടീനിലെ ഇതുണ്ടാക്കുന്ന ഈ SMA അസുഖത്തില്. അപ്പൊ ഈ പർട്ടിക്കുലർ മരുന്ന് അതിനെ മോഡിഫൈ ചെയ്യും. അങ്ങനെ നമുക്ക് ഈ അസുഖത്തിന്റെ സിവിയറിറ്റിയും കാര്യങ്ങളൊക്കെ കുറയ്ക്കാന്നാണ് പറയുന്നത്. ഇതാണ് മരുന്നിന്റെ ബേസിക് മോഡ് ഓഫ് ആക്ഷൻ. ഇത് ആക്ച്വലി എന്തുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് എന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളില്ല. ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. പക്ഷെ അതെനിക്ക് വന്ന് അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ്. അതിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മോഡിഫിക്കേഷൻ ഉണ്ടാക്കുന്നതാണ്. ദാറ്റ് ഇസ് സിമ്പിൾ ആയിട്ട് പറയുകയാണല്ലോ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. എന്നാലും ഒരു ജനറ്റിക് മോഡിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ട് SMN എന്ന് പറഞ്ഞ പ്രോട്ടീനെ മോഡിഫൈ ചെയ്ത് ഡിസീസ് സിവിയറിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഈ മരുന്നിന്റെ ആക്ഷൻ. ജീനിൽ തന്നെ മോഡിഫിക്കേഷൻ വരുത്തുന്ന ഒരു പുതിയൊരു രീതിയാണ്. അതാണ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി ഇത് എന്തുകൊണ്ടാണ് അതും പ്രായം, അത് എത്രയോ ഒരു പ്രായം കഴിഞ്ഞാൽ അത് ചെയ്യാനും പറ്റില്ല. വളരെ ഏർലി ഏജിൽ മാത്രമേ, ഐ തിങ്ക് 1 or 2 years, 1 or 2 വർഷം വയസ്സിന് മുമ്പ് തന്നെ ഇത് ചെയ്യണമെന്നുണ്ട് അല്ലേ അബി? അതെ, അവര് യങ് ചിൽഡ്രൻ എന്നാ പറയുന്നത്. യങ് ചിൽഡ്രൻ അറ്റ് ദി ഏജ് അപ് ടു ദി ഏജ് ഓഫ് 2 എന്നാ പറയുന്നത്. പ്രീ സിംറ്റമാറ്റിക് സ്റ്റേജ് ഓഫ് ഡിസീസ്. മേജർ സിംറ്റംസ് ഉണ്ടാകുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ കൊടുക്കാനാ പറയുന്നത്. ഈ നൊവാർട്ടിസ് എന്ന് പറയുന്ന കമ്പനി ഇത് കണ്ടുപിടിച്ച കമ്പനിയെ വാങ്ങുകയാണ് ചെയ്തത്. ഇത് ലോകത്തിൽ തന്നെ 1 in 10,000 കേസസിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ, ഈ 4 കണ്ടീഷൻ, ഇത് മൂന്ന് SMA1, SMA2, SMA3 and 4 അങ്ങനെ 4 രോഗങ്ങളുണ്ട്. 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഈ 4 ടൈപ്പും 1 in 10,000 കേസസിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. സോ വിച്ച് മീൻസ് ഇത് മറ്റു ഔഷധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റു മരുന്നുകളായിരുന്നാലും വാക്സിൻ ആയിരുന്നാലും ഇറ്റ് ഈസ് ഇൻ മില്യൺസ് ഓഫ് കേസസ് ആണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഇൻസുലിൻ മെഡിക്കേഷൻ ആണെങ്കിൽ പോലും എത്ര രോഗികൾക്കാണ് അത് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഓൺ എ ഡേ ടു ഡേ ബേസിസ്. അപ്പൊ അതിന് കോസ്റ്റ് വളരെ കുറവാണ്. പാരസെറ്റമോൾ ഒക്കെ ഡെയിലി എവറിഡേ ഡ്രഗ്. എല്ലാ ഡോക്ടറിനെ കാണാൻ പോയാൽ ഒരു പാരസെറ്റമോൾ, അതൊക്കെ ജനറിക് ഡ്രഗ് ആയി കഴിഞ്ഞു. അതിനൊന്നും വിലയില്ല സത്യത്തിൽ. ഇതെന്ന് പറയുന്നത് സത്യത്തിൽ ഇതിന് ഇത്രയും വില വരില്ല. ഇതിന് ഇപ്പം 18 കോടി എന്ന് പറയുന്നത് ഇവരുടെ കമ്പനിയെ വാങ്ങിയതിന്റെ കോസ്റ്റും ഇതിന്റെ അവർക്ക് ചില പ്രൊജക്ഷൻസ് ഉണ്ടല്ലോ, ഇതിന്റെ ഔഷധത്തിന് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ഇത്ര എന്തായാലും ഇല്ല. അതിനെപ്പറ്റി ലിബിൻ നേരത്തെ പറഞ്ഞുണ്ട്, അന്ന് തന്നെ നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞ് ഇത് ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ.
ബട്ട് ആർക്കും അത് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതിന് പ്രൊപ്രൈറ്ററി റൈറ്റ്സ് ഉണ്ട്, പേറ്റന്റ് ഉണ്ട്. അത് ഓൺ ചെയ്യുന്നത് നൊവാർട്ടിസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പൊ അവർക്ക് ഈ പേറ്റന്റ് ഉള്ളത് കൊണ്ട് ദേ ക്യാൻ ഡിമാൻഡ് വാട്ട് എവർ പ്രൈസ് ദേ വാണ്ട്. ദാറ്റ് ഇസ് ദ വേ ഇറ്റ് ഇസ്. ഒരു ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിൽ അങ്ങനെ തന്നെയാണ്. അത് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ഇതാണ് ഇതിന്റെ കഥ. അവരുടെ പ്രൈസ് അവർ ഫിക്സ് ചെയ്തു, അവർ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ്, ഇതിന്റെ ഇത്രയും ഇൻസിഡൻസസേ ഉണ്ടാവും, അപ്പൊ നമുക്ക് ഇത്രയും രൂപയ്ക്ക് ഇത് വിറ്റാലേ നമുക്ക് മുതലാവും. അങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത്. ഇനി എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ 18 കോടിയുടെ പ്രൈസിന് പകരം അവർ 1 കോടി പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്റ്റിൽ പോസിബിൾ. അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് ഇത് അടുത്ത ഒരു 10 വർഷം കൊണ്ട് അവർക്ക് ഇതിന്റെ വാല്യൂ അവർക്ക് തിരിച്ചു കിട്ടും. ഇഫ് യു ലുക്ക് അറ്റ് ദ കമ്പനി വാല്യുവേഷൻ, 1 crore മതി. ബട്ട് ദേ ഹാവ് പുട്ട് ദ പ്രൈസ് അറ്റ് 18 crores. ഇത് അവരുടെ തീരുമാനമാണ്. നമ്മൾക്കൊന്നും അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഈ ഗോമൂത്രത്തിലും ചാണകത്തിലും ഒക്കെ റിസർച്ച് ചെയ്യുന്ന പണം വെച്ചിട്ട് ഇതുപോലുള്ള റിസർച്ചുകൾ നമ്മൾ ചെയ്യണം. ഇന്ത്യയിൽ നമുക്ക് ചെയ്യാം. വി ഹാവ് ഫെസിലിറ്റീസ്, വി ഹാവ് സ്കിൽഡ് പീപ്പിൾ. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ നാട് വിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയാണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള റിസർച്ചേഴ്സ് ജീൻ തെറാപ്പിയിലും ക്യാൻസർ തെറാപ്പിയിലും ക്യാൻസർ ഡ്രഗ് ഡിസ്കവറിക്ക് വേണ്ടിയൊക്കെ അവർ ഇന്ത്യ വിട്ടിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു. അവരെ ഇന്ത്യയിലേക്ക് ഉൾക്കൊള്ളിച്ച് ഇന്ത്യയിൽ നിർത്തി അവരെ ജോലി ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും ഈ ഇടപെടലുകളും രാഷ്ട്രീയ ഇടപെടലുകളും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഹെൽത്തി ആയിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ അവർ നിർത്തിയാൽ ആ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇന്ത്യയിൽ നിൽക്കും. അല്ലെങ്കിൽ അവർ നാട് വിട്ടു പോകും. പിന്നെ നമ്മൾ 18 കോടി കൊടുത്ത് മരുന്ന് വാങ്ങിക്കേണ്ടി വരും. അത്രയേ ഉള്ളതിന്റെ കഥ. ഐ തിങ്ക് ഐ എം ക്ലിയർ ഓൺ ദാറ്റ്. പിന്നെ വേറൊരു കാര്യം അറിയേണ്ടത്, ഈ ഡ്രഗ് ഒരേ ഒരു കൺട്രിയിലുള്ളൂ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കിട്ടുന്നത്. ഒരേ ഒരു കൺട്രിയിൽ കംപ്ലീറ്റ്ലി ഗവൺമെന്റ് കവേർഡ് ആണത്. ജപ്പാനൊക്കെ അവരുടെ ടാക്സ് പേയേഴ്സ് മണിയും കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിലാണ് യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങിയപ്പം. ഈ ഫുൾ കോസ്റ്റ് ബെയർ ചെയ്യുന്നത് ജാപ്പനീസ് ഗവൺമെന്റ് ആണ്, ജപ്പാനിൽ മാത്രം ഈ പെർട്ടിക്കുലർ ഡ്രഗ്. അല്ല, ഒരുപാട് രാജ്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ UAE തന്നെ ഒരാളിന് കോവിഡ് ടെസ്റ്റ് ചെയ്താല് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അബുദാബി എമിറേറ്റിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അവരൊരു കയ്യിൽ ഒരു ടാഗ് കൊണ്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ഫുഡ് അവർ കൊണ്ടുതരും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. കമ്പനി ഹോട്ടൽ ആണ് കേറ്റർ ചെയ്യുന്നത്. എല്ലാവർക്കും വീട്ടിൽ 3-4 പേരുണ്ടെങ്കിൽ 2 പേർക്ക് മാത്രമേ കോവിഡ് കാണൂ, അല്ലെങ്കിൽ ഒരാളിന് കോവിഡ് കാണും. വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ് അവർ സപ്ലൈ ചെയ്യും. അത് നമ്മൾ കഴിച്ചാലും കഴിച്ചില്ലേലും നല്ല അടിപൊളി ഫുഡ് അവർ കൊണ്ട് സപ്ലൈ ചെയ്തിട്ട് പോകും. എന്നിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ വന്ന് ടെസ്റ്റ് ചെയ്യും. പോസിറ്റീവ് ആയില്ലെങ്കിൽ രക്ഷപ്പെട്ട് ഈ വീട്ടിനകത്ത് കിടക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് അതാണ് സംവിധാനം. സ്റ്റേറ്റ് മേക്സ് ഷുവർ ദാറ്റ് യു ആർ ഫൈൻ. ഈ ഫൈസറിന്റെ വാക്സിനാണ് ഇപ്പം വിളിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. നമ്മളെ വിളിച്ചിട്ട് SMS അയച്ചിട്ട് നമ്മൾ പോകണം, അവർ വാക്സിൻ തരും. ചീപ്പ് വാക്സിൻ വർക്ക് ചെയ്തില്ല എന്ന് അറിഞ്ഞ ഉടനെ പുതിയ നല്ല വാക്സിൻ, ബെറ്റർ വാക്സിൻ അവർ സ്റ്റേറ്റ് ആണ് സപ്ലൈ ചെയ്യുന്നത്. നോബഡി എൽസ് ക്യാൻ സപ്ലൈ ഇറ്റ്. ഇതൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. എല്ലാ രാജ്യത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റു രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങൾ, പാശ്ചാത്യ സംസ്കാരമുള്ള വികസിത രാജ്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. ചില രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള സ്ഥലത്ത് ഒരു ഭയങ്കരമായ അവിടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇല്ല. അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. കാനഡയിൽ അങ്ങനെയല്ല. സോ ദർ ആർ കൺട്രീസ് ദാറ്റ് ആക്ച്വലി ടേക്ക് കെയർ ഓഫ് ദിയർ പീപ്പിൾ. നമുക്കും ചെയ്യാൻ പറ്റുമായിരുന്നു. We could have also done this. We should have also done this. We are a very capable country. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുള്ള രാജ്യമാണ്. നമ്മൾ ക്ലബ് ഹൗസിൽ ഒരു സയൻസ് ബ്രിഗേഡ് തുടങ്ങിയപ്പോൾ തന്നെ എത്ര സയന്റിസ്റ്റ്സ് ആണ് നമ്മുടെ കൂടെ സംസാരിക്കാൻ അവരുടെ സമയം ചെലവാക്കി നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ഐ എം really surprised that we have so much talent, so much brilliance, and yet India cannot utilize them. That is a sad tragedy. I'm going to Srikanth. Srikanth, did you answer? Thank you, JMK. ഞാൻ അതുമായി ബന്ധപ്പെടുത്തി ഒരു ചെറിയ ഡൗട്ടും കൂടെ ചോദിക്കുന്നുണ്ട്. ഈ SMA പറഞ്ഞ ആ ഒരു കണ്ടീഷൻ അത് ഏത് സ്റ്റേജിലാണ് അത് ഈ പുതിയ ഈ ആളുകളിലേക്ക് വരുന്നത്? ഏത് സ്റ്റേജിലാണ് അത് ജനറ്റിക് ഡിസോർഡർ ട്രാൻസ്ഫറിങ് ഫ്രം പാരൻസ് ആണോ?
യെസ്, ഇറ്റ്സ് എ ജനറ്റിക് ഡിസോർഡർ. അത് രണ്ട് പേരൻസിലും ഈ ജീൻ ഉണ്ടെങ്കിൽ ദ ചാൻസസ്, രണ്ട് പേരൻസിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കുട്ടികളിലേക്ക് വരും. അങ്ങനെയാണ്. Their predisposition is higher if both parents have the gene. അത് കുട്ടികളിലും ഉണ്ടാവാം. അതുകൊണ്ടാണല്ലോ അവരുടെ മൂത്ത കുട്ടിക്കും ഉണ്ട്, ഇളയ കുട്ടിക്കും ഉണ്ട്, അല്ലെ? Isn't that the case? Am I wrong? ഓട്ടോസോമൽ റിസസീവ് പാറ്റേൺ എന്ന് പറയുന്നത് സിമ്പിൾ ജെനറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഓട്ടോസോമൽ റിസസീവ് അത് രണ്ട് പേരൻസും കാരിയർ ആയിരിക്കണം. അപ്പം രണ്ട് മ്യൂട്ടേറ്റഡ് പെയർ കിട്ടുന്ന കുട്ടിയിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്, സിംറ്റമാറ്റിക് ആയിട്ട് കാണുന്നത്. ബാക്കിയുള്ളവർ കാരിയേഴ്സ് ആണ്. But I think the elder child also has this. The older child also has this എന്നാണ് ഞാൻ വായിച്ചത്. എനിക്ക് ഡയറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയത്. Sanathan, you want to add something or do we go to Madan? Oh no, Ranjit is nothing sitting to here. add. Yeah, Ranjit. Hello. Good evening all. So എനിക്ക് ഡോക്ടർ എബിയോടാണ് സംസാരിക്കാനുള്ളത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ആയുർവേദത്തില് ഈ ത്രിദോഷ ബേസിസിലുള്ള തിയറിയാണ് ജനറലി ഫോളോ ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിനകത്തൊക്കെ നമ്മൾ പറയുന്നത് ഈ ത്രിദോഷം എന്ന് പറയുന്നത് ഒരു ബേസ് ഇല്ലാത്തൊരു തിയറിയാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ആയുർവേദത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ മസാജ് പോലെയുള്ള തെറാപ്പികൾ അല്ലെങ്കിൽ ആ മർമ്മ രീതിയിലുള്ള തെറാപ്പികൾ ഇതും ശരിക്കും ബാൻ ചെയ്യേണ്ടതല്ലേ? കാരണം അവര് ഈ മസാജിലൂടെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ത്രിദോഷത്തിനെയും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ മസാജിനെ കൂടെ ബാൻ ചെയ്യേണ്ടതല്ലേ? ഒരു ക്വസ്റ്റ്യൻ. സെക്കൻഡറി, പല ആൾക്കാരും ആയുർവേദത്തിന് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബാക്ക് പെയിൻ പോലെയുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ പല ട്രഡീഷണൽ വൈദ്യേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ദേ ആർ ഡൂയിങ് വിത്ത് മർമ്മ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്സ്. സോ അങ്ങനെ ഉണ്ടാവുമ്പം, അങ്ങനെ ചെയ്യുമ്പം ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നതിന്റെ ഒരു മെക്കാനിസം എന്നുള്ളത് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് ഞാൻ പല യൂട്യൂബ് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളത് പല മൃഗങ്ങളാ അല്ലെങ്കിൽ കോഴി അങ്ങനെയുള്ള പല ജീവികളെയും പല പോയിന്റ്സിൽ അവര് ടച്ച് ചെയ്തിട്ട് അത് ബോധം കെട്ട് വീഴുകയും നെക്സ്റ്റ് തട്ടിൽ അവര് എണീക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും പോയിന്റ്സ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടോ, അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നതാണോ, അതോ ഫേക്ക് ആണോ? അതിന്റെ ഒരു ബേസ് എന്താണ്? ഹായ് രഞ്ജിത്ത്. ആദ്യത്തെ ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മൾ ഈ മസാജ് തെറപ്പീസ് ഒക്കെ ബാൻ ചെയ്യേണ്ടതല്ല എന്ന് വെച്ചാൽ അതും ഈ ത്രിദോഷ ബേസിസിലൊക്കെ ആണോ? ആക്ച്വലി ഇതിനകത്ത് രണ്ട് കമ്പോണൻസ് ആണ്. ഒന്ന്, നമ്മളിപ്പോ ഈ ആയുർവേദം ഞാൻ പറഞ്ഞല്ലോ ഒരു എക്സ്പീരിയൻസ്, ഇപ്പൊ പല സ്ഥലത്തും ഉണ്ടല്ലോ, സ്പാ, വെൽനെസ്, ഹെഡ് മസാജ്. ഇപ്പൊ നമ്മൾ തന്നെ സാധാരണ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലോ തമിഴ്നാട്ടിലൊക്കെ ഒരു തലമുടി വെട്ടാൻ പോയാല് തലമുടി വെട്ടി കഴിഞ്ഞാൽ അവർ നമ്മുടെ തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരും ഒരു സുഖത്തിന്. അങ്ങോട്ട് കൈ വിരലൊക്കെ ഇട്ട് ഇടയ്ക്ക് ഒന്ന് പ്രസ്സൊക്കെ ചെയ്ത് നല്ല സുഖമാണത്. ഒരു ഹെയർ കട്ട് ചെയ്യേണ്ട ഒരു ഹെഡ് മസാജ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ മാതിരിയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഇഷ്യൂ ഇല്ല. ഇപ്പൊ പ്രോബ്ലം വരുന്നത് എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ യോഗ എടുത്തോ, അല്ലെ യോഗയ്ക്കകത്തുള്ള ചില പ്രക്രിയകൾ എടുത്തോ, അല്ലെ ഒരു പർട്ടിക്കുലർ മർമ്മ ടെക്നിക്ക് എടുത്തോ, ഇതൊക്കെ അസുഖങ്ങളെ ഭേദപ്പെടുത്തും, നിങ്ങളുടെ അസുഖം ശരിയാവും. അതായത് ശരിക്കും അങ്ങനെയുള്ള എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഷ്യൂസ് വരുന്നത്. അപ്പൊ അതൊരു തെറാപ്യൂട്ടിക്, അതിനൊരു ട്രീറ്റ്മെന്റ് വാല്യൂ നമ്മൾ കൽപ്പിക്കരുത്. അത് കൽപ്പിച്ചിട്ട് അത് അഡ്വർടൈസ് ചെയ്ത് അങ്ങനെ പേഷ്യൻസിനെ ചികിത്സിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്നതും പേഷ്യൻസിന് പ്രശ്നങ്ങൾ വരുന്നതും. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ യെസ്, തെറാപ്യൂട്ടിക്, അതായത് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമ്മൾ അഡ്വർടൈസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അത് വെച്ച്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റിന് സ്ലിപ്പ് ഡിസ്ക് ഉണ്ട്, ആ സ്ലിപ്പ് ഡിസ്കിൽ ട്രാക്ഷൻ ഒക്കെ ചെയ്ത് ചില പേഷ്യൻസിൽ സർജിക്കൽ മാനേജ്മെന്റ് ഒക്കെ ഇല്ലാതെ പാരാലിസിസ് ഒക്കെ ആവുന്ന ഒരു ഘട്ടമാണെങ്കിൽ അത് ചെയ്യണം. അത് ചെയ്യാതെ ഇതുപോലെയുള്ള മസാജും കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിയാക്കാം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിമാർക്കേഷൻ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർജിനേഷൻ, ഒരു ബൗണ്ടറി, ഒരു ബോർഡർ നമുക്ക് വേണം. ഈ ആയുർവേദ തെറപ്പീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത്? അപ്പൊ അതിനകത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള വെൽനെസ്, ഒരു സുഖവാസം, അതിന്റെ ഭാഗമായിട്ടുള്ള സുഖചികിത്സ, അതൊക്കെയാണെങ്കിൽ ഓക്കെ, അതിനകത്ത് ആരും ഒന്നും പറയുന്നില്ല, അതൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ അത് ഹെൽത്ത്, പ്രൊമോഷൻ ഓഫ് ഡിസീസ് മാനേജ്മെന്റ്, ക്യൂർ എന്നൊക്കെ പറയുമ്പോഴാണ് ഇഷ്യൂസ് വരുന്നത്. ഇനി രണ്ടാമത്തത് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ ഒട്ടും കാണാത്തൊരു സംഭവമാണ്. അതിനകത്ത് നമുക്ക് എവിഡൻസ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. വീഡിയോസ് ഒക്കെ പലതരത്തിൽ ഉണ്ടാക്കാം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളത് സയന്റിഫിക് ആയിട്ട് എനിക്ക് എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് അതിനകത്ത് മാർവൽ അവഞ്ചേഴ്സും
പല പല കോമിക്കുകളും ചോട്ടാ ഭീമും ഒക്കെ കാണാം. അപ്പൊ അതൊക്കെ കാണുന്നവരെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് അതിനകത്ത് എവിഡൻസ് ഒക്കെ ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബേസിക്കലി ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ട്രഡീഷണൽ വൈദ്യാസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മീൻസ് മനുഷ്യരിലല്ല, അല്ലാതെ മൃഗങ്ങളില്. അപ്പം അങ്ങനെ നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഏതെങ്കിലും മീൻസ് അങ്ങനെയാണെങ്കിൽ മനുഷ്യരിൽ അവർ ഒരുപാട് പേര് മർമാസ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്, ട്രഡീഷണൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ടെക്നിക്സ് മൃഗങ്ങള് മർമ്മം അങ്ങനെ കാണിക്കുന്നത് നിയമവിരുദ്ധമാണ്. ജൈവവിരുദ്ധമാണ്, അനിമൽ ക്രൂവൽറ്റിയാണ്. മനുഷ്യൻ ഇതൊരു നമ്മളുടെ കണ്ടിട്ടില്ല, അതിനുള്ള തെളിവുകളില്ല. പാർട്ടി അത് ചെയ്യരുതായിരുന്നു. അറ്റ്ലീസ്റ്റ് ദാറ്റ് ഈസ് ദ ലീസ്റ്റ് ദേ കുഡ് ഡു. സോ ബാൻ ഈസ് നോട്ട് പോസിബിൾ. അത് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിന് കൂട്ടുനിൽക്കില്ല. അവർക്ക് വേണ്ടത് റെഗുലേഷനാണ്. ആ റെഗുലേഷന്റെ ഭാഗമായിട്ട് അതിന് ചിട്ടപ്പെടുത്തി അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി നമ്മളുടെ പാർട്ടി പദ്ധതിയിൽ ഇപ്പൊ ആയി കഴിഞ്ഞു. ഡോക്ടേഴ്സിന് സർജറി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നു. അവരുടെ ഡോക്ടേഴ്സിന് ഇപ്പൊ 5 ദിവസം മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് പോലും ഇത് പോയി പഠിക്കണമെന്ന് പറയുന്നു. അത് ഒരു പരിധി വരെ ഓക്കെ, ഇവർ എക്സ്പോസ്ഡ് ആവും. ഇതെന്താണെന്നുള്ളത് തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവും. 5 ദിവസം കൊണ്ട് എന്ത് പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ എന്താണ് ഇപ്പൊ ആസ്ട്രോളജി സിലബസിന്റെ ഭാഗമായിട്ട് വരാൻ പോവുകയാണ്. എവിടോട്ടൊക്കെ ഇത് പോവും എന്ന് ഒരു നല്ല ധാരണയുണ്ട്. ഇനി ഇന്ത്യയിലുള്ള എല്ലാ മോഡേൺ മെഡിസിനും ഇല്ലാതാവും. ക്രമേണ ഡയലൂട്ടഡായി അന്ധവിശ്വാസമായി മാറും. So that's the future. So it's not going to be banned. It's going to be strengthened. Okay, Ranjit, I hope that is. മദൻ പറയൂ. മദൻ കൈപ്പള്ളി നമസ്കാരം. Can you hear me? നമസ്കാരം, പറയൂ, കേൾക്കാം. നമസ്കാരം. You touched on many വളരെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് നടക്കുന്നു. എനിക്ക് 3-4 പോയിന്റ്. ഒന്ന്,
യൂറോപ്പിലെ ഹെർബൽ മെഡിസിൻസിൻ്റെ ആ റെഗുലേഷൻസ്. ഇഫ് യു ലുക്ക് അറ്റ് ദ യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അതിൻ്റെ the stipulations are put there, herbal products. The website is ema.europe.eu. Your voice is So very low. Could you please raise your voice? It's very. Can you hear me now better? Yeah, much better. Go ahead. അപ്പോൾ ഒന്നാമത്തേത് ഈ registration of formulations for internal consumption in Europe. അവിടെ നോക്കിയാൽ യൂറോപ്യൻ മെഡിക്കൽ ഏജൻസിൻ്റെ വെബ് പേജ് ഉണ്ട്, ema.europe.eu. അവിടെ ഹെർബൽ മെഡിസിൻസ് സെക്ഷനിൽ പോയാൽ അവരുടെ റെഗുലേഷൻസും സ്റ്റിപ്പുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ദർ ഇസ് എ ക്ലോസ്, ട്രഡീഷണൽ യൂസ് രജിസ്ട്രേഷൻ. യു മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 30 years evidence, including at least 50 years within the EU എന്നൊരു condition requirement ഉണ്ട്. So that is difficult to satisfy for many things. And maybe the ഈ കോട്ടകൽകാരുടെ ആ കാര്യം പറഞ്ഞത്, that is to satisfy this requirement. So unless you stipulate that, you cannot market things here. The second one I want to introduce, I'm happy that Abby is here with us. Hello, Abby. Hey, hello. Second one, നമ്മളിപ്പോൾ റീസെർച്ച് ആയുർവേദവും സിദ്ധയും ഹോമിയോപ്പതിയും റീസെർച്ചിൻ്റെ കാര്യം പറയുമ്പോൾ there are journals in the country where research is published, and the most prominent Ayurveda, there are so many journals, Kottakalil and the journal, but what is accessible online for anybody, AYU എന്ന് പറഞ്ഞൊരു ജേർണലുണ്ട്. എവിടുന്ന്? ജാംനഗറിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്. അപ്പോൾ they are into the 40th volume of their publication. And their website is worldwideweb.ayujournal, AYUJOURNAL.org. So that is a good place just to get an idea of what is the research going on in Ayurveda. Jamnagar requires papers to be presented in the Ayurveda language. എന്ന് വെച്ചാൽ അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജേർണലാണ്, വളരെ വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട്. So for people not familiar with the terminology, they will find it കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും അത്. പക്ഷേ അവിടെ ഉണ്ട്, you can look at that. പിന്നെ ഇപ്പം ഡൽഹിയിലൊരു പുതിയൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. It is quite clear. We have quite ായിട്ട് നടത്തുകയാണ്. ഇതെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. Let me make it easy for you. What is requested is the toxicity study of each drug that is being dispensed. There is a toxicity. So first of all, you are claiming there is toxicity. No, that's not what I'm claiming. ഞാൻ പറയുന്നത്, ഈ ഡ്രഗ് മനുഷ്യരിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ഇത് ദോഷകരമാണോ എന്നാണ്. അതുകൊണ്ടാണ് ഇതിന്റെ മോളിക്യൂൾസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. ആ ടോക്സിസിറ്റി സ്റ്റഡി ചെയ്യാതെ ഇതിന് ഗുണമുണ്ടോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്, ബട്ട് ഇതിന് ദോഷമുണ്ടോ എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. ഇതിൽ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അതിൽ ടോക്സിക് ആണെന്നുള്ളതാണ് the default position. It is toxic. Now you need to say it is not toxic. That's how it works, isn't it? നമ്മളൊരു സാധനം കാണുമ്പോഴത്തേക്കും മനുഷ്യൻ ആദ്യം ഒരു ഫലം എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവന് ദോഷം ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. Whether it is going to hurt him or kill him. He is not going to start eating everything that he sees. Isn't that how it works? Abby is here with it. Abby presented recently. We will go to Abby. Let me just also tell you something else. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മോഡേൺ മെഡിസിനിലെ ഒരു ഡ്രഗ് ഡിസ്കവറി പ്രോസസ് എന്ന് പറയുന്നത്, you isolate from the phytochemical the active molecule, not the active ingredient, not the polyherbal concoction, the active molecule. ആയിരക്കണക്കിന് മോളിക്യൂൾസ് ഉണ്ടാവും,
ആയിരക്കണക്കിന് ആൽക്കലോയിഡ്സ് ഉണ്ടാവും. ബട്ട് വി ആർ ലുക്കിംഗ് ഫോർ എ സ്പെസിഫിക് ആൽക്കലോയിഡ്. അതിനെ ഐസൊലേറ്റ് ചെയ്ത് റീസിന്തസൈസ് ചെയ്ത് ഡ്രഗ് ഡിസ്കവറിയുടെ ഭാഗമാക്കി അതിന്റെ മെറ്റബിളൈസേഷനും എക്സ്ക്രീഷനും എല്ലാം സ്റ്റഡി നടത്തി phase 1, phase 2, phase 3 പ്രോസസ്സിൽ കൂടി അനിമൽ സ്റ്റഡീസ് ഒക്കെ നടത്തി മാർക്കറ്റിൽ ഇറക്കണം. അതിന്റെ ഭാഗമാണ് ടോക്സിസിറ്റി സ്റ്റഡി. ആൻഡ് അത് ചെയ്യാത്തിടത്തോളം കാലം ഇനി 30 അല്ല 100 കൊല്ലം കഴിഞ്ഞാലും ആ പൊസിഷനിൽ തന്നെ നിൽക്കും. Now I be Now, before Abby comes, I just want to address what you've said. കൈപ്പള്ളി പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇതിൻ്റെ അകത്ത് മോളിക്യൂൾസ് ഉണ്ട്. And there is a basis for a molecular action, but there is also a basis for a polymolecular action. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു let us take a formulation, Ayurvedic formulation, Chabrash, it has about 47 herbs. അല്ലെങ്കിൽ ചെറിയൊരു ഫോർമുലേഷൻ എടുത്ത് ത്രിഫല that has 3 fruits, അല്ലെങ്കിൽ 3 കട്ടു 3 എണ്ണം ഉണ്ട് അതിൻ്റെ അകത്ത്. Now each of these plants, 3 കട്ടു has ginger, black pepper and long pepper. ഓരോ പ്ലാന്റ് എടുത്താൽ you will find thousands of molecules in there. Madan, When you combine these three, we understand chemistry. We understand chemistry. You get a completely different action that touches the neurological pathways, that touches the microbiome. Probably. That touches, we need evidence for that. So we are only asking for the evidence. That's all. Oh yes, Probably there is a lot of evidence for that. I can unfortunately I can't send messages. Next point. ഇന്ത്യയിൽ ആയു സ്റ്റഡീസും ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നതും അതിന്റെ നിലവാരവും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ എന്താണ്? What is the impact factor on those journals? Well, let me put it this way. If you sorry, Kaipali, I can't share any stuff on the media that we are using. തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി സെന്റർ അതറിയാമോ? അവിടെ I have to learn how to copy paste something into this because I'm also on no, let me give you one example. അവിടെ നമ്മുടെ ആയുർവേദത്തിലൊരു അമലക്കി രസായന എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അമലക്കി എന്ന് വെച്ചാൽ നമ്മുടെ amla, they have a special way of preparing this rasayana, and they have done a lot of research and published a very, very nice paper in Nature something on one example of how amalaki works, how this amalaki rasayana works to control mitochondrial activity. Madan, just sorry to interrupt you at this point. If Nature published ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അതൊന്ന് മദൻ കണ്ടിന്യൂ ചെയ്തോളൂ. അതിന് മുന്നേ അതിന്റെ ടൈറ്റിലും ഓതറും ഒന്ന് അമലക്കി അതെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് സനാതനൻ. ഇത് എടുത്ത് ദൂരെ എറിഞ്ഞ പേപ്പർ അതല്ലേ? If you Google search, we discussed this at the start of this session. How flawed this paper is. 2017 പബ്ലിഷ് ചെയ്തല്ലേ അമലാക്കി? മറ്റേ റാറ്റ്സിന്റെ കാർഡിയോ scientific reports published. So you have discussed that. Now നമ്മൾ ഇതൊക്കെ 3-4 ദിവസം മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ഇപ്പോഴത്തെ അതിന്റെ റൈറ്റ് സൈഡില് ഇഫ് യു ഗോ ദേർ ഓൺ ദ റൈറ്റ് സൈഡ് ദേർ ഇസ് എ ചാർട്ട് ആൻഡ് എ സൈറ്റേഷൻ. 2015 റിസർച്ച് ചെയ്ത് 2016 പബ്ലിഷ് ചെയ്ത്. വേർ ഇസ് ദ ഡ്രഗ്? Well, that is the drug. Amlaki rasayana is the drug. No, that's not the drug. That if you want a molecule, what a drug is. That is not the drug. That's a study. That's the animal study. That is the animal study, right? If you want a molecule as a drug, that is a different. If you want a molecule, that's a different question. Madan, that is a study on animals. We need human studies. അങ്ങനെയല്ലേ ഡ്രഗ്സ് ഉണ്ടാക്കുന്നത്? We need phase 1, phase 2. Amlaki rasayana Amlaki rasayana has been used for the last, as far as I understand, at least 5,000 years. Madan, let us not appeal to tradition and age, okay? That is not right. That's a bad argument. Let us talk about science. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പേപ്പർ പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്? യു ഹാവ് ഗോൺ ഹാഫ് വേ. Okay, you have gone actually 10% of the way.
10% നമ്മൾ ചെയ്തു. മൊത്തം പറയുന്ന 10% നമ്മൾ ചെയ്തു. ആനിമൽ സ്റ്റഡീസ് നടത്തി. ഇനി അതിന്റെ അടുത്ത ഘട്ടം എന്താണ്? ഇനി അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സ്റ്റഡീസ്. ഫേസ് 1 ട്രയൽ നടത്തണം, മരുന്ന് ഉണ്ടാക്കണം, ഫേസ് 1 ട്രയൽ ഉണ്ടാക്കണം. അത് നടത്തിയതിനു ശേഷം ഫേസ് 2 ട്രയൽ, ഇന്ററാക്ഷൻസ് സ്റ്റഡി ചെയ്യണം, ഡ്രഗ് ഇന്ററാക്ഷൻ. If you know about clinical trials. Let me stop you there, because what happens is when you go from a ട്രഡീഷണൽ യൂസ് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലിപ്പം കഷായം ഉണ്ടാക്കും, അല്ലെങ്കിൽ അരിഷ്ടമാസം ഉണ്ടാക്കും. That itself is a medicinal formulation at one level of complexity. But it doesn't work like that. It does not work like that in science. If you want to follow the methods of science, you have to go all the way. You can't do bits and pieces. You have to go all the way. Anyway, Madan, hang on. I'm going to go to you are discussing one last point here. We're not going for a debate. You asked a question. AB is going to give the answer. Is that clear? Yeah. Please go. So I think we deviated a lot from the topic, but what he was actually speaking about in the initial part of his talk, Madan പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആയുർവേദത്തിലെ റിസർച്ചിനെ കുറിച്ചാണ്. അപ്പൊ അതില് ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ആയുർവേദത്തിൽ കുറെ റിസർച്ച് ജേർണൽസ് ഉണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട് പുറത്തുനിന്നുണ്ട്. പക്ഷെ പ്യുവർ ആയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ ആയു എന്ന് പറഞ്ഞ ജേർണൽ നമുക്ക് നോക്കാം. ആയു ഗുജറാത്തിലെ ജാംനഗർ ആയുർവേദ യൂണിവേഴ്സിറ്റി എന്നുള്ള അവരുടെ ഒഫീഷ്യൽ ജേർണലാണിത്. ഒരു 40 വോളിയം, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം 12-15 കൊല്ലമായിട്ട് എന്തോ ഉള്ള ഒരു ജേർണലാണിത്. അപ്പൊ അത് ഇൻഡെക്സ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു നല്ല ജേർണൽ ആണെങ്കിൽ അത് നല്ലൊരു ഡാറ്റ റിപ്പോസിറ്ററി, ഒരു ഡാറ്റാ ബേസിൽ അത് വരണം. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിനകത്തുള്ള പഠനങ്ങളൊക്കെ നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഡാറ്റാബേസ് ആണ് ഈ പബ്മെഡ്. അതുകൂടാതെ എപ്സ്കോ, പിന്നെ ഉള്ളത് എൽസെവിയറിന്റെ സ്കോപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ആയു എന്നുള്ള ജേർണൽ ആർക്കും നോക്കാം. ഒന്ന് നോക്കിയാൽ അതിന്റെ ഇൻഡെക്സേഷൻസ് വന്നേക്കുന്നതെല്ലാം വളരെ ലോ ക്ലാസ് ഡാറ്റ റിപ്പോസിറ്ററീസിലാണ്. അത് ആക്ച്വലി പബ്മെഡ് ഇൻഡെക്സ്ഡ് അല്ല, പബ്മെഡ് സെൻട്രൽ ഇൻഡെക്സ്ഡ് ആണ്, PMC. PMC എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഫീ കൊടുത്താൽ അവര് കുറച്ച് വർഷത്തേക്ക് നമ്മുടെ ജേർണൽസിലെ ചില പഠനങ്ങൾ അവരുടെ ആ പബ്മെഡ് സെൻട്രൽ എന്ന് പറയുന്ന അകത്ത് ഒന്ന് കുറച്ച് നേരത്തേക്ക് കയറ്റി വെക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു ഇൻഡെക്സേഷൻ വാല്യൂ വരുന്നില്ല. രണ്ടാമത്തത് 15-40 വോള്യൂംസും ഇതൊക്കെ അടിച്ചിറക്കിയ ഒരു ജേർണലാണ്. അതിന്റെ ഇമ്പാക്ട് ഫാക്ടർ സാധാരണ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞ ഒരു ഇമ്പാക്ട് ഫാക്ടർ ഇട്ടുന്നതാണ്. അതായത് അതിന്റെ ഇമ്പാക്ട് ഫാക്ടർ 0 അതായത് ഈ ആയു എന്ന് പറഞ്ഞ ജേർണലിൽ നിന്ന് വന്ന പഠനങ്ങൾ ഒരു തവണ പോലും വേറെ ഒരു പഠനങ്ങളോ വേറെ ഒരു ഗ്രൂപ്പോ വേറെ ഒരു സയന്റിസ്റ്റുകളോ ആരും ഒരു സമയത്തും ഇതുവരെയും കോട്ട് ചെയ്തിട്ടില്ല, സൈറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനകത്തുള്ളത് പ്ലീസ് ആരാണത് ഇടയ്ക്ക് പറയുന്നത്? പ്ലീസ് Would you please not interfere when somebody is speaking? Hello. Would you പറഞ്ഞത് കേട്ടോ? ഇടയിൽ കയറി സംസാരിക്കരുത്. ഇടയിൽ കയറി ഇനി ഇടയിൽ കയറി സംസാരിക്കരുത്. ഇനി ഇടയിൽ കയറി സംസാരിച്ചാൽ താഴെ സുജിത്തിന്റെ ഊഴം അനുസരിച്ച് സുജിത്തിലേക്ക് വരും കേട്ടോ. ഇനി സുജിത്ത് ഇടയിൽ കയറി സംസാരിച്ചാൽ വേറെ നിവൃത്തിയില്ല, താഴേക്ക് ഇറക്കും. So please do not do cross talk. Take notes. You guys do all this yoga and stuff, right? Learn some meditation. Learn how to be patient. Yeah. Continue. സുജിത്ത് സ്റ്റുപ്പിഡിറ്റി ഇഡിയോസി എന്നൊക്കെ പറയുന്നത് വേണ്ട, തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ മതി. നല്ല വാക്യങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അല്ല, നിങ്ങൾ മദൻ സാർ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഇന്റർഫിയർ ചെയ്യില്ലായിരുന്നു ചെയ്തിരുന്നേ. അല്ല, നിങ്ങൾ മദൻ സാർ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഇന്റർഫിയർ ജിഷ്ണു അല്ല, ഇവിടെ മോഡറേറ്റ് ചെയ്യാനൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇമ്പാക്ട് ഫാക്ടർ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്ന സംഭവം ലാസ്റ്റ് 2 ഇയർ ആയിട്ട് എന്തെങ്കിലും സൈറ്റേഷൻസ്, ആവറേജ് സൈറ്റേഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ള സംഭവമാണ്. 2 ഇയറിലും ഉണ്ട്, 5 ഇയറിലും ഉണ്ട്. ഈ ആയു ജേർണൽ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഇമ്പാക്ട് ഫാക്ടറിന് സാധനമില്ല. ഇത്രയും കൊല്ലമായിട്ട് അതിനകത്തുള്ള ഒരു പഠനങ്ങളും
ഇതുവരെ വേറെ ഒരു പഠനങ്ങളോ ഒരു ജേർണൽസോ സയന്റിസ്റ്റുകളോ ഗ്രൂപ്പുകളോ ഒന്നും സൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആയു ജേർണൽ എന്ന് പറയുന്നത് വേറെ ഒരു സൂഡോ സയന്റിഫിക് ജേർണൽ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അതിൽ നമ്മൾ ഇനി പോകുന്നില്ല, അതിനകത്തുള്ള പഠനങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് എവറിത്തിങ് ഇസ് സൂഡോ സയന്റിഫിക്. ഈ എനർജി ഹീലിംഗ്, യോഗ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അതിനകത്ത്. പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞു ഈ യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസീസിൽ ആ വെബ്സൈറ്റിൽ ഈ 15 കൊല്ലം 30 കൊല്ലത്തിന്റെ ഡേറ്റ ഇല്ലെന്ന്, ട്രഡീഷണൽ യൂസ്. ഈ ട്രഡീഷണൽ യൂസ് എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് സപ്ലിമെന്റ് ആണ്, അല്ലാതെ മരുന്നായിട്ടല്ല. ഇറ്റ് ഈസ് എ ഹെൽത്ത് സപ്ലിമെന്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ താഴെ ഇത് ചെറി പിക്കിംഗ് എന്ന് പറയും, ഇദ്ദേഹത്തിന് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് നമ്മുടെ അടുത്ത് പറയാണ്. പക്ഷെ അതിന്റെ താഴോട്ട് കുറെ ഉണ്ട് ടേബിളിൽ, അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട്, വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ശരിക്കുള്ള റിയൽ ഫോക്കസ്ഡ് യൂസ് ആണെങ്കിൽ അതിനു വേണ്ടിയുള്ള ക്ലിനിക്കൽ ട്രയൽസ് എല്ലാം വേണമെന്ന് എഴുതിയിട്ടുണ്ട് യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി. അങ്ങനെ അതിനകത്ത് ഒരു ആയുർവേദ മരുന്നും പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ആയുർവേദത്തിന്റെ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പറഞ്ഞ മാതിരി തന്നെയുള്ളതാണ്. വെരി പുവർ മെത്തേഡ്സ് ആൻഡ് വെരി പുവർലി സൈറ്റഡ്. Where is Madan? He was supposed to be here. He had more to add. എവിടെ പോയി Madan? Can you please raise your hand and come back? But he is പുള്ളിയെ താഴെ ഇറക്കിയിട്ടില്ല, മുറിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എവിടെ പോയി? നമ്മളാരും മദനെ താഴെ പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം തന്നെ പോയതാണ്, ഞാൻ സംസാരിച്ചെടുത്തപ്പോ ഇറങ്ങി പോയതാണ്. Okay. Anyhow, that's his choice. Arjun. എനിക്ക് ഡോക്ടർ അബിയോട് കാര്യം ചോദിക്കാനായിരുന്നു. നമ്മുടെ ഇവിടെ ഒരുപാട് MLM കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് പല ഡ്രഗ്സും ആയുർവേദിക് ഡോക്ടേഴ്സിനാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ലൈക്ക് എലമെന്റ്സ്, KLink, DXN, ഇങ്ങനെ പലതും. ഇതിനൊക്കെ പറ്റി പല പഠനങ്ങൾ നടന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? അർജുൻ, നമ്മൾ ഈ MLM എന്ന് പറയുമ്പോൾ തന്നെ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ബിസിനസ് മോഡലാണ്. അതിനകത്ത് എവിഡൻസിന്റെ ആവശ്യമില്ല. അത് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ്, അല്ലെ ഡയറ്ററി ആൻഡ് ഹെർബൽ സപ്ലിമെന്റ്സ് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ വരുന്നതാണ്. അതിനകത്ത് പഠനങ്ങളും വേണ്ട, ഒന്നും വേണ്ട, കുറെ പരസ്യം കൊടുത്ത് വിറ്റഴിക്കാവുന്ന സാധനമാണ്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. എന്തിന് യൂസ് ചെയ്യുന്നു, എന്തിന് കൊടുക്കുന്നു എന്നുള്ളത് ഒരു ബിസിനസിന്റെ കാര്യമാണ്, അല്ലാതെ വേറെ പലതും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആയുർവേദിക് ഡോക്ടേഴ്സ് തന്നെയാണ്. അർജുൻ, MLM ഉടായിപ്പാണ് എന്നുള്ളത് അറിയാമോ? അതറിയാം. അപ്പൊ പിന്നെ അവര് വിൽക്കുന്ന പ്രൊഡക്റ്റ്, പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് പ്രൊഡക്റ്റ്, അതിലെന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആയുർവേദിക് ഡോക്ടേഴ്സ് ആണെന്നുള്ളതാണ് പ്രശ്നം. ആയുർവേദിക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, മോഡേൺ മെഡിസിന്റെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ. ലിം 52ഉം അതുപോലെയുള്ള ഈ ഹിമാലയത്തിന്റെ കുറെ ഡ്രഗുകളൊക്കെ, ആയുർവേദിക് പ്രിപ്പറേഷൻസ് മോഡേൺ മെഡിസിന്റെ ഡോക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? അവർക്ക് വല്ലതും വേറുണ്ടെന്നാണ്? മോഡേൺ മെഡിസിന്റെ ഡോക്ടർ എന്ന് വെച്ചാൽ അവർക്ക് അപാരമായ തലച്ചോറ് ഉണ്ടാവണമെന്നൊന്നും അർത്ഥമൊന്നുമില്ല. മനസ്സിലായേ? പ്രൊഡക്ട്സ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് കണ്ടു. ഞാനൊരു പറഞ്ഞ് മനസ്സിലാക്കേണ്ട ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് കണ്ടു. അതിനകത്തുനിന്ന് ആൾക്കാർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട് അർജുൻ, ലോട്ട് ഓഫ് മണി. ഭയങ്കര ബിസിനസ് ആണത്. അതാരും കേൾക്കത്തില്ല, അവർക്ക് പൈസ പോരെ. പൈസയ്ക്ക് മേലെ പരുന്തും പറക്കുന്നല്ലേ. അതുകൊണ്ട് ഇവിടെ പബ്ലിക് ഹെൽത്ത് ആരും നോക്കത്തൊന്നുമില്ല. മാത്രമല്ല, there is no audit, there is no accountability, there is no എനിക്കൊരു അസുഖം വന്നപ്പോൾ പോലും എൻ്റെ ഒരു സുഹൃത്ത് ഈ എലമെന്റ്സിന്റെ കുറച്ച് പ്രൊഡക്റ്റ് എനിക്ക് കൊണ്ടു തന്നു, ഫ്രീ ആയിട്ട് കൊണ്ടു തന്നു. യൂസ് ചെയ്ത് നോക്കുന്നതാണ്. ഞാൻ അവന്റെ ഒരു മൂലയ്ക്ക് വെച്ചാണ് എടുക്കാതെ. Anyhow, okay, let's move on. I mean, that's the question, right? ആയുർവേദിക് ഡ്രഗ് പ്രിപ്പറേഷൻസിന്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞതാണ്. എന്തുമാത്രം സാധനങ്ങളൊക്കെയാണ്, എന്തെങ്കിലും ടോക്സിസിറ്റി സ്റ്റഡി നടന്നിട്ടുണ്ടോ? ഒന്നും നടക്കാത്ത കുറെ സാധനങ്ങളാണ് അവർ തരുന്നത്. അതിൽ ചിലപ്പോൾ ഗുണം ഉണ്ടായിരിക്കാം, ഗുണം ഉണ്ടാവാതിരിക്കാം. ബട്ട് യു ക്യാൻ ടേക്ക് ദാറ്റ് റിസ്ക്, ഇറ്റ്സ് എ റിസ്ക്. മറ്റ് വികസിത രാജ്യങ്ങളിലെല്ലാം അവിടെ കൺട്രോൾസ് ഉണ്ട്. 30 കൊല്ലത്തെ സ്റ്റഡി വേണമെന്നാണ് പറയുന്നത്, 30 years. അതൊന്നും ഇല്ലാതെ ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ വിൽക്കാം. സെയിം തിങ്, ബൈ ദ വേ, സെയിം തിങ്. Arun, would you like to add something, or shall I go to സുജിത്ത്? സുജിത്താണ്, സുജിത്ത് ഇടയിൽ കയറി സംസാരിച്ച സുജിത്ത്. പറയൂ സുജിത്ത്. അല്ല, കൈപ്പള്ളി ഓർഡറിൽ വന്നാ പോരെ? അല്ലെ, അർജുൻ കഴിഞ്ഞു, പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ കൂടെ ഐറിഷ് വരുന്നുണ്ട്. ഐറിഷ് കണ്ടില്ല. ഐറിഷിനെ എന്നും കാണുന്നോണ്ട് ഞാൻ ഈ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ കൈപ്പള്ളിയോട് കുറച്ച് ദിവസമായിട്ട് ഇതൊന്ന് പറയണം, അല്ലെങ്കിൽ ഇത് സംസാരിക്കണം വിചാരിച്ചൊരു വിഷയമാണ്. അപ്പം ടോപ്പിക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പിന്നീട് പറഞ്ഞാൽ മതി. ഹനീഷ് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആണ്. ഇപ്പം ആഫ്റ്റർ ഡെലിവറി ഈ കുട്ടി കുളിപ്പിക്കുക, കുട്ടിയുടെ തല തിരുമ്മി നേരെയാക്കുക, കുട്ടിയുടെ മൂക്ക് നേരെയാക്കുക,
കുഞ്ഞിന്റെ ചെവി ശരിയാക്കുക. ഇതൊരു ഒരു ഇപ്പൊ ഞാൻ പലപ്പോഴും ഫോട്ടോസ് ഒക്കെ പോസ്റ്റ്. ആവശ്യമില്ല, ചെയ്യണ്ട, ഒരു ആവശ്യമില്ല. ഓക്കെ, കുട്ടിയെ അതാണ് മര്യാദയ്ക്ക് ആ നല്ലപോലെ ബ്രസ്റ്റ് മിൽക്ക് ഒക്കെ കൊടുത്ത് സ്നേഹിച്ച് താലോലിച്ച് അടുത്ത് കിടത്തി ഇങ്ങനെ നല്ലപോലെ വളർത്തിയാൽ മതി. നല്ല പോഷകാഹാരമൊക്കെ, ഐ മീൻ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക. അല്ലാതെ പിന്നെ ആവശ്യത്തിനുള്ള ഗുളിയും തുടയലും ഒക്കെ മതി. അല്ലാതെ ഈ പറഞ്ഞ കണ്ണെഴുതലും തൊടലും എന്നോട് വളരെ നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാർ പോലും, ഈവൻ ഒരു ഡോക്ടർ പോലും പറഞ്ഞു. അതായത് ഞാൻ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ എന്നോട് പറയാം. അപ്പൊ അതാണ് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്ത പുള്ളി ഒന്നുമില്ല, കുഞ്ഞിന്റെ തല ഇത്തിരി വലുതായിരുന്നു. നമുക്ക് അവള് പ്രസവിച്ചപ്പോ തന്നെ തല ഇത്തിരി വലുതായിരുന്നു. കാരണം ഓവർ വെയിറ്റ് ആയിരുന്നു കുറച്ച്. അപ്പൊ ആ തല അതുകൊണ്ട് നമ്മൾ തടവിയാൽ തല ഇല്ലേ, ഈ കുഞ്ഞിന്റെ തല തടവിയാൽ തട ശരിയാവൂ? വാട്ട് ഡു യു തിങ്ക്? ഇല്ല, നെവർ നെവർ ഇല്ല. അതായത് പറയാം, ആ ഒരു സബ്ജക്ട് സംസാരിക്കാത്തതുകൊണ്ട് കുറെ ആളുകൾ ഇപ്പൊ അതിന് തുടരുന്നുണ്ടെന്ന് പറയാം. അപ്പൊ അതൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് പോകണം എന്ന് ഉദ്ദേശിച്ചില്ല ഞാനത്. ഓക്കെ, എനിബഡി ഇതിന് വലിയ ഡോക്ടർ ആവണമെന്നൊന്നും ഇല്ല. ഇതിന് ചില്ലറ കോമൺ സെൻസ് മതി. എങ്കിലും ഞാൻ ഇവിടെ ഒരു ഓർത്തോപീഡിക് ഒക്കെ ചില്ലറ ഓർത്തോപീഡിക്സ് ഒക്കെ അറിയാന്നുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അയാളിലേക്ക് പോകണം. മാത്യു, ഈ തലയൊട്ടി നമ്മളിങ്ങനെ തടവിയാൽ അത് ശരിയാവോ? അതിന്റെ ഷേപ്പ് മാറുമോ എന്നുള്ളതാണ്. ഇല്ല, വൺ വേർഡ് ആൻസർ ഒന്നും ഇവിടെ അംഗീകരിക്കുന്നതല്ല. എന്തെങ്കിലും പറയണം. അതെ, തലയുടെ ഷേപ്പ് ശരിയല്ലെങ്കിൽ ഇങ്ങനെ തല ഇങ്ങനെ തിരുമ്മി ഉരുട്ടി ആ ഷേപ്പ് ശരിയാക്കി എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. തീർച്ചയായും ഞാനത് ഞെട്ടിപ്പോയത് ഈ ഫോട്ടോ പോസ്റ്റ് ശേഷം എന്നോട് വിളിച്ച് വളരെ പേഴ്സണൽ ആയിട്ട് പറയാണ്, ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവും, അങ്ങനെയല്ല തലയുടെ ഷേപ്പ്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, അതായത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കൈപ്പള്ളിയുടെ എന്റെ തലയൊക്കെ ഒരുപോലെ ആക്കി എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് നമ്മുടെ തലയോട്ടി എന്ന് പറയുന്നത്, തലയോട്ടിയുടെ ഗ്രേസ് അനാട്ടമി ഒക്കെ എടുത്ത് നോക്കണം. അത് നമ്മുടെ ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പണ്ടാര തലയാണ്. ഭയങ്കര ബുദ്ധിയാണ് മനുഷ്യൻ എന്നാണ് വെപ്പ്. ബുദ്ധി ഇല്ല എന്നുള്ളത് നമുക്കറിയാലോ, അല്ലെങ്കിൽ ഈ റൂം നടത്തേണ്ട കാര്യമില്ല. അപ്പോ ഈ തലച്ചോറ് ഉണ്ടായി വന്നപ്പോഴത്തേക്ക് ഈ വലിയ തല നമ്മൾ ഈ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് പരിണാമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ തിന്ന് കുക്കൊക്കെ ചെയ്ത് നമ്മൾ തല അങ്ങോട്ട് വലുതായപ്പോഴത്തേക്കും ഈ പ്രസവിക്കാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് ഈ തല അല്പം മാലബിൾ ആവണം. ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടാണ് ജനിക്കുന്നത് തന്നെ. വാട്ട് ഐ മീൻ ഇസ് സോഫ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ തലയുടെ അതിന്റെ ടെക്നിക്കൽ ടേംസ് ഒക്കെ മാത്യു പറഞ്ഞുതരും. സോ അതിന്റെ ഉള്ളിൽ ഒരു ഹോൾ പോലെ ഉണ്ട്, ഐ മീൻ സ്കള്ളിന്റെ മുകളിൽ. അത് പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും, പ്രസവം കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഷേപ്പ് ഒക്കെ നോർമൽ ആവും. അതെല്ലാം സോളിഡ് ആയിട്ട് ഇറ്റ് ബിക്കംസ് മോർ ഉറയ്ക്കും. അങ്ങനെയാണ് നമ്മൾ അത് ഈ ബർത്ത് കനാലിൽ കൂടി പാസ് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഹെഡ് അല്പം ഒന്ന് ഒബ്ലോങ് ആവുന്നത്. അതിനുശേഷം അത് നോർമൽ ഷേപ്പിലായിട്ട് റൗണ്ട് ആയിട്ട് വളർന്നു വരും. മാത്യു, യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം. നമ്മുടെ തലയോട്ടി എന്ന് പറയുന്ന ഒറ്റൊരു അസ്ഥി അല്ല, അത് പല അസ്ഥികള് ചേർന്ന് ഫ്രണ്ടല്, പറൈറ്റല്, ടെമ്പറല്, ഓക്സിപിറ്റൽ എന്ന് പറയുന്ന പല അസ്ഥികള് ചേർന്നുണ്ടാകുന്ന ഒരു ഇതാണ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മറ്റു മൃഗങ്ങളെ പോലെ അത് ഭയങ്കര വലിപ്പമാണുള്ള കാര്യം പറഞ്ഞത്. അപ്പം അത് ഈ പ്രസവ സമയത്ത് വെളിയിൽ പാടാ. അപ്പൊ ഈ എല്ലുകള് ഒക്കെ അന്നേരം ജനിക്കുമ്പം ഇതൊന്നും ചേർന്നിട്ടില്ലായിരിക്കും, എല്ലാം വെവ്വേറെ ഇച്ചിരി അകന്നാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉള്ള ഭാഗം നമ്മൾ സൂച്ചേഴ്സ് എന്ന് പറയും. പിന്നെ ചില ഭാഗങ്ങൾ കൈപ്പള്ളി പറഞ്ഞ പോലെ തുറന്നിരിക്കും, അതിന് നമ്മൾ ഫോണ്ടനെല്ലെ എന്ന് പറയും. നേരെ ഉച്ചിയിലുണ്ട്, നേരെ പുറയിലൊരെണ്ണമുണ്ട്, ആന്റീരിയറും പോസ്റ്റീരിയറും ഫോണ്ടനെല്ലെ എന്ന് പറയും. അപ്പോൾ നമ്മൾ തലയിലൊക്കെ പിടിക്കുമ്പോൾ ഇച്ചിരി ഒരു എന്താ പറയുന്ന ഒരു മാവിന്റെ ഒരു പരുവത്തിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതൊന്ന് ഞെക്കിയാൽ ഇച്ചിരി ഷേപ്പ് മാറുന്ന പോലെയൊക്കെ തോന്നും. വിട്ട് കഴിയുമ്പോൾ പക്ഷെ അത് സ്പ്രിങ് പോലെ അകത്തെ തലച്ചോറിന്റെയും സെർബ്രൽ സ്പൈനൽ ഫ്ലൂയിഡിന്റെയും പ്രഷറൊക്കെ കാരണം അത് തിരിച്ച് അതെങ്ങനെ ഇരിക്കുന്നു അത് തിരിഞ്ഞു. അപ്പൊ നമ്മൾ എത്ര തിരുമിയാലും ഇതിങ്ങനെ ഒരു വെള്ളം നിറച്ച ബലൂൺ തിരുമും, ഒത്തിരി തിരുമിയോ അതും പണി മേടിക്കാം. അങ്ങനെ ആരും ചെയ്യാറില്ല, പക്ഷെ ആ ഒരു ഫീലിംഗ് കിട്ടുന്നോണ്ട് നമ്മൾ ഓർക്കും ഇതിങ്ങനെ കുഴച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. പിന്നെ എന്താ പറയുന്നത്, ഇപ്പൊ ഒരു ടൈറ്റ് ആയിട്ട് ഒരു ബാൻഡേജ് ഒക്കെ കെട്ടിവെച്ച് ഒരു മാസങ്ങളോളം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് ഡിഫറൻസ് വരും. അതൊരു ഡിഫോമിറ്റി ആയിരുന്നു. നോർമൽ ഷേപ്പ് ഒരിക്കലും വരത്തില്ല. നോർമൽ ഷേപ്പ് വരണമെങ്കിൽ നാച്ചുറൽ ആയിട്ട് കെയർ കൊടുത്താൽ
അല്ല ഏഹ് വെറുതെ നമ്മൾ നോക്കിയാൽ മതി, ഇത് ചെയ്യാത്ത സമൂഹങ്ങളും ഉണ്ട്, ഇത് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ഉം. ഇതിന് വലിയ വലിയ ഒരു പിയർ റിവ്യൂ പേപ്പർ ഒന്നും വേണ്ട. നമ്മള് വലിയ ഇപ്പം മറ്റു വ്യത്യാസങ്ങളൊന്നും ഇല്ല. സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അവരാരും ചെയ്യുന്നില്ല, അവരെ തലയൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഷേപ്പായിട്ട് വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇല്ല, ജസ്റ്റ് എനിക്ക് അറിയാത്തോണ്ടല്ല ഞാൻ മനസ്സിൽ നമ്മളിത് ഈ ക്ലബ് ഹൗസിൽ പോലും ഇതിപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അതല്ല ജസ്റ്റ് ഐറിഷ്, അതിന്റെ അകത്ത് ഇതെന്ന് പറഞ്ഞ ഒരു ട്രഡീഷൻ ആണ്, നമ്മൾ പണ്ട് മുതലേ വിശ്വസിക്കുക. അപ്പൊ അതെ ഐറിഷിന്റെ അനുഭവത്തിൽ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ തന്നെ ഇത് പറഞ്ഞു. അപ്പം ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, ആൾക്കാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു പറയുന്ന ഒരു പാർട്ടും ഉണ്ട്. അപ്പോൾ പല ഡോക്ടർമാരും ഇങ്ങനെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ കൊച്ചു നല്ലപോലെ വളരും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ ഉള്ളില് ഒരു എന്താ പറയുന്ന ഒരു 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 എന്താ പറയുന്ന ട്രൈബലിസം മുതലാക്കി ഡോക്ടർ അവിടെ ഒരു ആ വാക്ക് എനിക്കറിയാം, ഞാൻ പറയട്ടെ. പറഞ്ഞോ ഗോത്രീയത, പിന്നെ മമത, ഇതൊക്കെ ഉണ്ടാവും. നോസ്റ്റാൽജിയ, അതൊക്കെ വരും. അപ്പം പേഷ്യന്റിന് തോന്നും ആ ഡോക്ടർ നമ്മുടെ ആളാ, നമ്മുടെ ആചാരങ്ങളൊക്കെ പാലിക്കുന്ന ആളാ, നമ്മുടെ സ്വന്തം ആളാ. അങ്ങനെ ഒരു ഫീലിംഗ് വരുത്താനാ. ഇപ്പൊ ഡോക്ടർ പറയാം ഒന്നും ചെയ്യണ്ട, കൊച്ചിനെ സൈഡിൽ കിടത്തിയാ, ഇപ്പൊ കൈപ്പള്ളി പറഞ്ഞാലും കൊച്ചിനെ സൈഡിൽ കിടത്തിയാൽ മതി എന്ന് പറയുമ്പോ ഇവൻ എവിടത്തെ ഡോക്ടർ, ഇവൻ നമ്മുടെ ആളല്ലല്ലോ, ഇവൻ ഏതോ അന്ധശാസ്ത്രവാദിയാണെന്ന് തോന്നുന്നു. അല്ല, കാരണം പുള്ളി മറ്റേത് പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്, മനസ്സിലായോ? അതന്നെ. അപ്പൊ ഇപ്പം ഈ ചില ഡോക്ടർമാരുണ്ട്, ഇപ്പൊ മൊബൈൽ ഫോൺ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ, ഭയങ്കര റേഡിയേഷനാണ്, പിള്ളേർക്ക് മൊബൈൽ ഫോൺ ഒന്നും ഒത്തിരി കൊടുക്കരുത്, അത് ഭയങ്കര റേഡിയേഷനാണ്. അപ്പൊ ശരിയാണല്ലോ, ഡോക്ടർ വിവരമുള്ള ആളാ. പക്ഷെ ഇപ്പൊ നമ്മള് പറയാ പിള്ളേർക്ക് മൊബൈൽ ഫോൺ ഒക്കെ, പുതിയ ടെക്നോളജി ഒക്കെ പിള്ളേർ പഠിക്കും തോറും അത് അവരുടെ ബുദ്ധി പെട്ടെന്ന് വികസിപ്പിക്കും. ഗെയിം ഒക്കെ കളിച്ച് അവരുടെ റിഫ്ലക്സസിനെ വർദ്ധിപ്പിക്കും. പക്ഷെ ആക്ച്വലി സ്റ്റഡീസ് ഉണ്ട്, ഈ വീഡിയോ ഗെയിം കളിക്കുന്നവരിൽ പെരിഫറൽ വിഷൻ ഒക്കെ ഇമ്പ്രൂവ്മെന്റും ഇതുപോലെ പബ്ജി ഒക്കെ കളിക്കുന്നവരിൽ റിഫ്ലക്സസ് ഒക്കെ ഭയങ്കരമായിരിക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇവൻ എന്തോ പ്രശ്നക്കാരൻ ഡോക്ടർ, നമ്മുടെ കൊച്ചുങ്ങൾ വഴിതെറ്റി പോകാൻ വേണ്ടി ഓരോന്ന് പറയാൻ. ബേസിക്കലി ഇതിന്റെ സൈക്കോളജി അത്, ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വളച്ചെടുക്കാം. ഒരു സെക്കൻഡ് മാത്യു, നമ്മള് ഒരു സെക്കൻഡ് ഐറിഷിലേക്ക് ഐറിഷിന്റെ ചോദ്യം കഴിഞ്ഞല്ലോ. മദൻ തിരിച്ചു വന്നിട്ടുണ്ട്. ആബി യു മേ റെസ്പോണ്ട്, കംപ്ലീറ്റ് ആൻസർ. ഞാനത് ഞാൻ പറഞ്ഞത് മുഴുവൻ അദ്ദേഹം കേട്ടോന്ന് അറിയില്ല, ബട്ട് ബിക്കോസ് ഹി ലെഫ്റ്റ് ഇൻ ബിറ്റ്വീൻ. ഞാൻ പറഞ്ഞു വന്നത് ഈ ആയു ജേണൽ എന്ന് പറഞ്ഞ ഈ ജേണലിന് 0 സൈറ്റേഷൻസും 0 ഇമ്പാക്ട് ഫാക്ടറും ആണ് ആഫ്റ്റർ 40 വോളിയൂംസ് ഓഫ് പബ്ലിക്കേഷൻ. അതിനകത്തുള്ള പഠനങ്ങൾ വേറെ ഒരു ഗ്രൂപ്പും സൈറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ആൻഡ് നോ സയന്റിഫിക് വാല്യൂ. അതിനകത്ത് അന്ന് റെപ്ലിക്കേറ്റഡ് സ്റ്റഡീസും അല്ല, ഒന്നും റീപ്രൊഡ്യൂസിബിളും അല്ല. അപ്പൊ ആയു ജേണൽ എന്ന് പറഞ്ഞൊരു ജേണൽ ഉണ്ട് താനും, പക്ഷെ അത് നമ്മൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ നോക്കരുത്, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഡിസർവ് ഇറ്റ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് മാത്രമല്ല, ഈ ലാസ്റ്റത്തെ ആ പോയിന്റ് ഇദ്ദേഹം പറഞ്ഞത്, ഈ യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസീസിൽ ആ പെർട്ടിക്കുലർ പോയിന്റ്സ്, അതിനകത്ത് ആ ഫസ്റ്റ് പോയിന്റ് ട്രഡീഷണൽ യൂസ് ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് സപ്ലിമെന്റ് ആയിട്ടാണ്, ഡ്രഗ് ആയിട്ടല്ല. ഇറ്റ് ഈസ് ഓൾവേസ് എ സപ്ലിമെന്റ്. അതുകൊണ്ട് ഡ്രഗ് സ്റ്റാറ്റസ് അതിന് കിട്ടത്തില്ല. അതിന് ആ സെക്കൻഡ് പോയിന്റും കൂടി ഇദ്ദേഹം പറയണമായിരുന്നു. സെക്കൻഡ് പോയിന്റിൽ ഫോക്കസ്ഡ് യൂസ് ഓഫ് ദ മെഡിസിൻ ഷുഡ് അണ്ടർഗോ കംപ്ലീറ്റ് ക്ലിനിക്കൽ ട്രയൽസ് എന്നാണ് എഴുതിയേക്കുന്നത്. അത് മുഴുവൻ ഇല്ലാതെ അതിന് ഡ്രഗ് സ്റ്റാറ്റസ് കിട്ടത്തില്ല. അപ്പൊ ഇവിടുത്തെ പോലെ തന്നെ ഈ ഡ്രഗ് സപ്ലിമെന്റ് മാത്രമേ ഉള്ളൂ ആയുർവേദം യൂറോപ്പിലും. അപ്പൊ അതും നമ്മൾ പറയുന്ന പോലെ ഒരു ഡ്രഗ് അല്ല, ആയുർവേദം ഇസ് സ്റ്റിൽ എ സപ്ലിമെന്റ് യൂസ് ദെയർ. അപ്പൊ അതും ഈ പറഞ്ഞത് ചെറിയ പിക്ഡ് ഡാറ്റ ആയിരുന്നു. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. അതാണ് ഞാൻ ഒരു ഷോർട്ട് ആയിട്ട് പറഞ്ഞത്. മദൻ, യു മേ റെസ്പോണ്ട്. മദൻ, ക്യാൻ യു ഹിയർ us? കേൾക്കുന്നുണ്ടോ മദൻ? ഓക്കെ, ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരൂ. മദൻ, പ്ലീസ് എക്സിറ്റ് ആൻഡ് കം ബാക്ക്. റൈറ്റ്, ഹിൽ ബി ബാക്ക് സൂൺ. അടുത്ത ആള് വിളിക്കല്ലേ? അല്ല, പുള്ളി ഇപ്പൊ വരും. പുള്ളി വരുമ്പോ വന്നു. മദൻ പറയൂ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. കേട്ടോ? പറഞ്ഞോളൂ. He's got some technical difficulties. We'll go to Sujit, who may have something to add. Sujit, പറയൂ. ഗുഡ് ഈവനിങ്. ഞാൻ നേരത്തെ ഇടയിൽ കയറി പറഞ്ഞതിന് സോറി. ഞാൻ അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ദിസ് ഇമ്പാക്ട് ഫാക്ടർ, അബി വാസ് ടോക്കിംഗ് അബൌട്ട് ഇമ്പാക്ട് ഫാക്ടർ. ആക്ച്വലി ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആണ്.
which was first instituted with International Scientific Information or something, ISI in short level company another first konduvanathu. Sujit, please, when you Can I mention speak? impact factor, please explain what it. That is what I'm doing. Will you allow me to do that? No, actually, you are telling about the history. Please define what is impact factor. Thank you. Exactly. So it is this institute which has brought out it, and later Thomas Reuters, probably it is a well-known. Thomas Reuters was maintaining it, and only the journals which is indexed in Web of Science. വെബ് ഓഫ് സയൻസിൽ ഇൻഡെക്സ് ചെയ്യപ്പെട്ട ജേർണൽസ് മാത്രമാണ് ഇമ്പാക്ട് ഫാക്ടർ കാൽക്കുലേഷൻ എടുത്തിരുന്നത്. റീസെന്റ് തോമസ് റോയിട്ടേഴ്സ് ഹവ് സോൾഡ് ദ ഹോൾ ബിസിനസ് ടു സം ന്യൂ കമ്പനി കോൾഡ് as Clarivate അനലിറ്റിക്സ്. അപ്പോൾ ഇപ്പോഴും വെബ് ഓഫ് സയൻസിൽ അഥവാ സ്കീ, ഇറ്റ് ഇസ് നൗ കോൾഡ് as സ്കീ ഇൻഡെക്സിങ്. സ്കീ ഇൻഡെക്സിംഗിൽ ഇൻഡെക്സ് ചെയ്യപ്പെട്ട ജേർണൽസ് മാത്രമാണ് ഈ ഇമ്പാക്ട് ഫാക്ടർ കാൽക്കുലേഷന് പോകുന്നത്. നമ്മൾ ആയുർവേദത്തിൽ ഇന്ന് ജേർണൽസും ഈ സ്കീ ഇൻഡെക്സിങ്ങിന് പോയിട്ടില്ല ഇൻ ദ സെൻസ് they are not even aware of such an indexing system and such things. അതുകൊണ്ട് മാത്രമാണ് ആ ജേർണൽസ് അതിൽ ഇൻഡെക്സ് ചെയ്യപ്പെടാതെ പോയത്. I'll give another instances wherein we are Before running you a journal. before you proceed We to are another running a instance, journal. before you proceed, please explain how it's calculated. Yeah. So ഈ ഇൻഡെക്സിംഗ് സിസ്റ്റം ഈ സ്കീ ഇതിൽ ഇൻഡെക്സ് ചെയ്യപ്പെട്ട ജേർണൽസ് മാത്രമാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, Sujit, ആ please, Sujit, ഞാൻ ചോദിച്ച ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. ഞാൻ എന്താ ചോദിച്ചത് അത് മനസ്സിലായെന്ന് ഉറപ്പുവരുത്താൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. എന്താണ് ഇമ്പാക്ട് ഫാക്ടർ എന്നല്ലേ ചോദിച്ചത്? I will ask this for the third time. I will ask you this for the third time. Okay, the third time. How is impact factor computed? എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് കണക്ക് കൂട്ടുന്നത്? അതെ, അത് കണക്ക് കൂട്ടുന്നതിന് ആദ്യം ഒരു ക്വാളിഫയിങ് ഫാക്ടർ ഉണ്ട്. ഇറ്റ് ഹാസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി സ്കീ ഇൻഡെക്സ് ഓർ വെബ് ഓഫ് സയൻസ്. അതിൽ ഇൻക്ലൂഡ് ചെയ്ത ജേർണൽസ് വന്നിട്ട് അതിന് ആ ആർട്ടിക്കിൾസ് മറ്റൊരു ആർട്ടിക്കിൾ കോട്ട് ചെയ്തതിന്റെ ബേസിസിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. എങ്ങനെ? ഒരു വർഷം എത്ര തവണ സൈറ്റേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് കൂട്ടിയിട്ട് 2 കൊല്ലം എത്ര തവണ വന്നിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ സൈറ്റേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? എന്താണ് സൈറ്റേഷൻ എന്ന് മനസ്സിലായല്ലോ? അത് that doesn't mean സൈറ്റ് ചെയ്യപ്പെടാത്ത ജേർണൽസ് ഒന്നും തന്നെയും ക്വാളിറ്റി ഇല്ലാത്തതല്ല എന്ന് പറയാൻ പറ്റില്ല. In some fields, in some areas, not in medicine. The best example is the article which has come from a leading Ayurvedic company about bringing about a product against COVID is published in an impact factor journal, so-called impact factor journal, and we know there is no stuff in that. Are you talking about Coronel? Exactly. That's a fake data manipulated study. Please don't talk about it. And that is published in an impact factor journal. It is published in an alternative impact factor journal called Phytomedicine. How it is called Phytomedicine. It has been data manipulated. Ebi, no cross talk. Ebi, could you just for the audience, ഏത് ജേർണലിലാണ് അത് പബ്ലിഷ് ചെയ്തത്? ആ ജേർണലിന്റെ പ്രോബ്ലം എന്താണെന്നൊന്ന് പറയൂ. ഇത് ബേസിക്കലി പബ്ലിഷ് ചെയ്തേക്കുന്നത് ഫൈറ്റോ മെഡിസിൻ എന്ന് പറയുന്ന ജേർണലിലാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. പതാഞ്ജലി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. കൊറോണയിൽ എന്ന് പറഞ്ഞ കോവിഡിന്റെ ഡ്രഗിനെ പറ്റി. അത് പൈലറ്റ് സ്റ്റഡി. കോവിഡ് സിംറ്റംസ് ഇല്ലാത്ത രോഗികൾക്ക് കൊറോണയിൽ കൊടുത്ത് അവരുടെ വൈറസ് ക്ലിയറൻസ് ആയി എന്നുള്ളൊരു സ്റ്റഡിയാണ്. അതിനകത്ത് അത് കോവിഡ് ഇംപ്രൂവ് ചെയ്യുന്നോ ഹോസ്പിറ്റലൈസേഷൻ വേണമെന്നൊന്നും അല്ല. വളരെ poorly checked clinical. So let me just complete the whole thing. അപ്പൊ അതൊരു poorly conducted flawed സ്റ്റഡിയാണ്. അതിന് ഇഷ്ടം പോലെ പപ്പിയർ കമന്റ്സും വന്നിട്ടുണ്ട്. ഈ ജേർണലിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഫൈറ്റോ മെഡിസിന്റെ ഇതിനകത്ത് ലെറ്റർ ടു എഡിറ്ററോ കറസ്പോണ്ടൻസോ നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് അവർക്ക് അതിനകത്ത് എന്തുകൂടായ്പം പബ്ലിഷ് ചെയ്യാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയുർവേദക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സൈറ്റ് ചെയ്യുന്ന ഇമ്പാക്ട് ഫാക്ടർ വന്നേക്കുന്നത്. സെൽഫ് സൈറ്റേഷൻസ് വളരെ കൂടുതലുള്ള ഒരു ജേർണലാണ് ഫൈറ്റോ മെഡിസിൻ. അങ്ങനെയാണ്. അതിനകത്ത് ഒരു ഗുഡ് സ്റ്റഡി വന്നിട്ട്. My point was impact factor is not something which is reliable to measure. Your point is invalid. Sujitന്റെ point is invalid. I would like to add one very important point. Very important point. You are not.
not What? Sorry? Can you please I would like to Sujit add one complete? very important point, Kaipalli, which Sujit actually completely ignored. ഇദ്ദേഹം പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഈ സയന്റിഫിക് ജേർണൽ ഈ സൈറ്റേഷനകത്ത് ഇതിനകത്ത് ഉൾപ്പെടാത്ത ആയുർവേദിക് ജേർണൽസ് ഒക്കെ. അതിനകത്തൊരു മെയിൻ പോയിന്റ് എന്താ അറിയോ? ദ ജേർണൽ ഷുഡ് മെയിൻറ്റെയിൻ ഗുഡ് സയന്റിഫിക് പ്രാക്ടീസസ് എന്നൊരു പോയിന്റ് ഉണ്ട്. ഒരൊറ്റ ആയുർവേദ ജേർണലിലും ഗുഡ് സയന്റിഫിക് പ്രാക്ടീസ് ഇല്ലാത്ത കാരണമാണ് ഇത് ശരിക്കും ഈ വെബ് ഓഫ് സയൻസിനകത്ത് വരാത്തത്. Okay, Sujit, yes. ആയുർവേദ എന്നുള്ള ഒരു ടേം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജേർണൽ അതിൽ കൊണ്ടുവരാം എന്ന് അവർ പറഞ്ഞതാണ്. അത് അവർ So they were not about the practices of the journal. No, it is about the They even pseudoscience. suggested ആയുർവേദം മാറിയ സയൻസ് to മാറി. use an integrative medicine എന്നുള്ള term. And I'll say Scopus എന്ന് പറയുന്ന indexing service. It's something which is owned by Springer. Okay, സ്കോപ്പസിലേക്കും ഞങ്ങളുടെ ജേർണൽ ഇൻഡെക്സ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ they said that to remove the word Ayurveda. And now the same Springer is publishing a journal on Ayurveda and it is indexed in Scopus. Abhi, just wait. സുജിത്ത് പറഞ്ഞു തീർക്കൂ. കംപ്ലീറ്റ്ലി താങ്കൾക്ക് പറയാനുള്ളത് മൊത്തം പറയൂ, എന്നിട്ട് അബിയിലേക്ക് പോവാം. പറയൂ സുജിത്ത്. Exactly. ഞാൻ പറഞ്ഞു വന്നത് I am not arguing about the authenticity of Ayurveda or authenticity of any medical system. I am talking about the authenticity of publication industry. Okay. But be specific on which journal you are talking about. You have to be specific about the journal, like the New England Journal of Medicine. I'm talking about all the journals in Ayurveda being published from India. What are you saying? Are they of high quality, low quality, crap? Actually, there is a committee called International Committee for Ayurveda Journal Editors, and the whole committee was trying to index this journals in Ayurveda collectively into Web of Science. So, not Web of Science, Scopus. So, their reply was to remove the term Ayurveda from there and instead use traditional medicine or complementary medicine or something. Then we would index the journal. This was the reply from Scopus then. The same Scopus, I should say in brackets, Scopus is owned by Springer. A journal which is published from Springer is now indexed in Scopus. So this exposes the bias. Can I answer to this, Kaipalli? Yes, Abhi, go ahead. പറഞ്ഞു തീർന്നോ? സുജിത്ത് പറഞ്ഞു തീർന്നോ? I was waiting for you to finish. Yes. Okay. ഇവിടെ ഇദ്ദേഹം കുറെ തെറ്റുകൾ പറഞ്ഞു. ഒന്നാമത് സ്കോപ്പസ് സ്പ്രിംഗറിന്റെ അല്ല, അത് എൽസെവറിന്റെ ആണ്. നമ്പർ 1. ഇപ്പൊ നമ്മൾ സ്പ്രിംഗറിൽ പോയി നോക്കി, അദ്ദേഹം പറഞ്ഞില്ല സ്പ്രിംഗറിലാണ് കുറെ കൂടെ. Let me finish. Once again. Sujit, you are not supposed to do this. I'm really upset now. You should not be doing this. He is speaking. We give you enough time to speak. Sorry. Allah, it was just a spill of tongue that it's Elsevier, not Springer. Okay. You repeated that at least 3 or 4 times. Maybe continue. സോ ഇനിയിപ്പോ നമ്മള് സ്പ്രിംഗറിന്റെ തന്നെ എടുത്തോ. സ്പ്രിംഗർ എന്ന് പറയുമ്പോൾ സ്പ്രിംഗർ നേച്ചർ എന്ന് പറയുന്ന വലിയൊരു പബ്ലിഷിംഗ് ഗ്രൂപ്പ് ആണ്. അതിനകത്ത് നോക്കിയാൽ യു ക്യാൻ ആക്ച്വലി സീ ദാറ്റ് ആയുർവേദം നമ്മൾ അടിച്ചു നോക്കിയാൽ സ്പ്രിംഗർ നേച്ചറിനകത്ത് ഒറ്റ ജേണൽ പോലും കുറച്ച് റിവ്യൂസ് ഉണ്ട്. അത് ബുക്ക് രൂപത്തിൽ കുറച്ച് ആയുർവേദക്കാർ എഴുതിയേക്കുന്നതാണ്. അല്ലാതെ അബ്സല്യൂട്ട്ലി നോ ജേണൽസ് ഇൻ വൺ ഓഫ് ദ ബെസ്റ്റ് പബ്ലിക്കേഷൻ ദാറ്റ് ഇസ് സ്പ്രിംഗർ നേച്ചർ. ഇനി നമ്മൾ ഈ ആയുർവേദ എൽസെവർ ഇപ്പൊ അടിച്ചു നോക്ക്. എൽസെവർ ഇപ്പൊ നമ്മൾ അടിച്ചു നോക്കിയാൽ അതിനകത്ത് ഇൻഡെക്സ് ചെയ്തേക്കുന്ന ആയുർവേദ ജേണൽസ് ഭൂരിഭാഗവും ഇന്ത്യൻ തന്നെയാണ്. അല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള യൂറോപ്യനോ അമേരിക്കനോ ബാക്കി രാജ്യങ്ങളിലോ അതല്ലാതെ മൾട്ടിനാഷണൽ ആയിട്ടുള്ള ഒരു ജേണലും ആയുർവേദത്തിന്റെ പൊക്കത്ത് അതിനകത്തില്ല. ഇറ്റ് ഈസ് ഓൾ ഇന്ത്യൻ. അതിനകത്ത് ഏറ്റവും വലുതായിട്ട് വന്നേക്കുന്നത് ഒരു ജേണൽ ഓഫ് ആയുർവേദ ആൻഡ് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ആണ്. അത് ഇവിടുന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നതാണ്, ബാംഗ്ലൂരിൽ നിന്ന്. അതല്ലാതെ ദർ ഈസ് നോ ഇന്റർനാഷണൽ ഓർ ഗുഡ് മൾട്ടിനാഷണൽ ജേണൽ ഓൺ ആയുർവേദ എവർ പബ്ലിഷ്ഡ് ഇൻ എനി ഗുഡ് പബ്ലിക്കേഷൻ ഓർ പബ്ലിഷർ. Thank you, Abhi. Our point is quite clear. There isn't any quality. Can I clarify that? Sorry? ഞാൻ എക്സാക്ട്ലി ആ എക്സാമ്പിൾ തന്നെയാണ് പറഞ്ഞത്. ഇൻഫാക്ട് എൽസീവിയറും സ്പ്രിംഗറും മാറിപ്പോയതാണ്. ദാറ്റ് ഇസ് സോറി. എൽസീവിയർ ഓൺ ചെയ്യുന്ന ജേർണൽ ഇസ് ഇൻഡെക്സ്ഡ് ഇൻ സ്കോപ്പസ്. If you check the journal which you said, it is owned by Elsevier.
No, that doesn't make any difference. No, we are still talking about How Ayurveda does research it, being very poor. that exposes the bias. It doesn't expose anything. What bias are What you talking about? bias? Please let us know. The bias of not indexing other journals and indexing actually this journal was recently included into Elsevier. After including into Elsevier, they indexed in Scopus. Hang on, Sujit. Pause Till then, that for was a not second. indexed. Kenneth, Till then, that was Kenneth, not indexed. Kenneth. Thank you, Sujit. Could you please pause? Kenneth. ഈ സുജിത്ത് പറഞ്ഞതിൽ കുറേ തെറ്റുകളുണ്ട് ഇവിടെ. ഈ വെബ് ഓഫ് സയൻസിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. സാധാരണ ഏതെങ്കിലും ഒരു നല്ലൊരു ജേണൽ വരുമ്പോൾ ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി പിക്ക് ചെയ്യുന്നതാണ്. അതിന് 24 ക്രൈറ്റീരിയാസ് ഉണ്ട് ഈ ഇതിൽ പിക്ക് ചെയ്യണമെങ്കിൽ. അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ സ്കോളർലി കണ്ടന്റ് ക്വാളിറ്റി ആൻഡ് റെലവൻസ്. അത് ഇല്ല എന്നതുകൊണ്ടാണ് ആയുർവേദ അതിൽ എടുക്കാത്തത്. മറ്റേ ആയുർവേദ എന്നുള്ളൊരു ടേം ഉണ്ടായതുകൊണ്ട് ഒരു ജേണലിന് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിങ് സർവീസിന് യാതൊരു പ്രശ്നമില്ല. ഇതാണ് പ്രശ്നം. No, you have to സ്കോളർലി കണ്ടന്റ് ക്വാളിറ്റി No, ആൻഡ് you റെലവൻസ്. have to apply. I just want to say Kenneth, whether Sujit see, is telling about conflict of interest or Jack, conflict of interest or bias. He is confusing people. Is he telling conflict of interest or bias? These are two different terms. He was telling something about conflict of interest early. Then he is telling bias. He is Yeah, confusing everybody. yeah. Can you He make does it not clear, know what Mr. bias is, Rajesh. He does not know what bias is. Okay. He's using it. Let's not go there. Abby, let's not go there. Let's not do that. Right. Sujit, I think you have made your point, which is quite confusing. I don't know what that point was. You just made a statement. Yes, there is some bias, or I don't know if there is a bias. I'm like blank now. Thank you for that. Now we go to Shibu. ഹലോ. yeah, Shibu പറയൂ. ഓക്കെ. കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റിൽ ഒരു ഗട്ട് ഈസ് ദ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് കണ്ടിരുന്നു. ആയുർവേദ ഡോക്ടർ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പൊ അത് എത്രമാത്രം ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഞാനും കേട്ടായിരുന്നു ഗട്ട് ഇസ് ദ സെക്കൻഡ് ബ്രെയിൻ എന്നുള്ളത്. അത് പുള്ളി പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ വൈഗസ് നെർവ് ബ്രെയിനിൽ നിന്ന് അത് വേഗസ് നെർവ് ലാറിങ്സിലേക്ക് പോയിട്ട് തിരിച്ച് ലാറിങ്സിലേക്ക് ഉള്ള റിട്ടേൺ പോകുന്നതും ബ്രെയിനിലേക്കാണ്. പക്ഷെ വയറ്റിൽ നിന്ന് അത് ഗട്ടിലേക്ക് തിരിച്ചു പോകുമോ എന്ന് എനിക്ക് അറിയില്ല. അനാട്ടമി ഒക്കെ ഇതൊക്കെ കീറി പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. വാഗസിന് ഒരു സെൻസറി കോമ്പണന്റ് ഉണ്ട്. പക്ഷെ ഇവര് ഉദ്ദേശിക്കുന്ന പോലത്തെ സിഗ്നൽസ് ആണോ എന്ന് നമുക്ക് പറയാനുണ്ട്. അതെ, വയറ്റില് ഒരു ബ്രെയിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു റൂം ഇട്ടായിരുന്നല്ലോ എന്തോ ഗുദം കൊണ്ട് ചിന്തിക്കുന്ന ശാസ്ത്രവാദികൾ. അതിലാണ് നമ്മളെ പറ്റിയാണ് അത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ബ്രെയിൻ ഉള്ളു, വേറെ ആർക്കും ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഗുദം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ഗുദത്തിൽ ബ്രെയിൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഷിബു, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇത് ഇവിടെ ഈ പറഞ്ഞതെല്ലാം മനസ്സിലായി. വളരെ കഷ്ടപ്പെട്ട് എനിക്ക് മനസ്സിലായി. അല്ല, ഇവിടുത്തെ പിന്നെ ഈ ബയോം അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ബാക്ടീരിയ കോൺസെൻട്രേഷൻ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്നൊക്കെ പറയുന്നതിനകത്തിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ? മാത്യു, അതിനുള്ള ഉത്തരം നമ്മളല്ല, അടുത്തതായിരിക്കും സുജിത്ത് പറയും. സുജിത്ത് പറഞ്ഞു കൊടുക്കൂ. സുജിത്തെ എന്താണ് പറയേണ്ടത്? ചോദ്യം ഷിബു ഒന്ന്. ഈ ഗട്ടിലെ ബയോം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ബാക്ടീരിയ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ശരീരത്തിന് പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഗട്ട് ബയോം കൂടോ കുറയോ എന്നല്ല. ദർ ഇസ് എ സ്പെസിഫിക് ഗട്ട് ബയോം. അത് ഇപ്പോ ദ റീസെന്റ് ഡിസ്കവറീസ് ആർ ഇറ്റ് ഇസ് വെരി മച്ച് പേഴ്സണലൈസ്ഡ്. ഗട്ട് മൈക്രോബയോം ഡിഫേഴ്സ് ഇൻ vaginal delivery and also in cesarean delivery. Gut microbiome is quite what you say, it's very personalized. Appo adu koodo korayo ennulladalla, whether it is the right one ennulladana problem or what you say, being healthy, the right microbiome should be there in your intestine. അപ്പോൾ നമ്മൾ ഈ പോളി ഹെർബൽ മെഡിസിൻസ് കൊടുക്കുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആർഗ്യുമെന്റ് കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെല്ലാം റിസർച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഇതൊക്കെ
റിസർച്ച് ചെയ്യാതെയാണ് ഈ മരുന്ന് കൈപ്പിളി ഞാനൊന്ന് ഹലോ. ആഡ് ചെയ്തോട്ടെ. പറയൂ. ഷിബു പറഞ്ഞത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഹോട്ട് ടോപ്പിക് ആണ് ആക്ച്വലി. ഇത് ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയും, ഗട്ട് ബ്രെയിൻ ആക്സസ്. ഇത് പറയാൻ നമ്മുടെ ശരീരത്തിലുള്ള അണുക്കള്, ചെറുകുടലിലെ വൻകുടലുള്ള അണുക്കളെല്ലാം ആക്ച്വലി അവരുടെ കുറെ പ്രോഡക്ട്സ്, മെറ്റബോളൈറ്റ്സ്, അവരുണ്ടാക്കുന്ന അവരുടെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട് പല ഓർഗൻ സിസ്റ്റത്തിൽ. ഇതൊരു നോൺ ഫാക്ട് ആണ്. ഞാൻ ഇതിന്റെ പുറമെ കൂടുതൽ പഠനങ്ങൾ നടത്തിയ ആളാണ്. ഫസ്റ്റ് സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ഫോർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വേൾഡിൽ ഞാനാണ് ചെയ്തത്. അത് പബ്ലിഷ് വർക്കാണ്. അമേരിക്കൻ ഗാസ്ട്രോളജി അസോസിയേഷൻ ഒഫീഷ്യൽ ജേർണലിൽ 2017 പബ്ലിഷ് ചെയ്തതാണ്. സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ്, മരം മാറ്റിവെച്ച് അണുക്കളെ മാറ്റിവെച്ചിട്ട് ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസിൽ. ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണ്. ഗട്ടിൽ വേറെ ബ്രെയിൻ ഉണ്ടെന്നല്ല പറയുന്നത്, ഗട്ടിനകത്തെ ബാക്ടീരിയൽ പോപ്പുലേഷൻ, നമ്മൾ മൈക്രോബയോട്ട എന്ന് പറയുന്നത് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ്. മൈക്രോബയോം എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും ജനറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഡയറ്റിലൂടെ ആവാം, മരുന്നിലൂടെ ആവാം, അല്ലെ ഡയറക്റ്റ് വേറെ ബാക്ടീരിയനെയോ വൈറസിനോ ഒക്കെ കൊടുത്തു ആവാം. സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ഒക്കെ മാറി. അപ്പൊ ഇത് വെച്ചിട്ട് പല അസുഖങ്ങൾക്കുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നല്ല ബേസിക് റിസർച്ച് ഇതിൽ നടക്കുന്നുണ്ട്. ഈ ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ആൻഡ് മൈക്രോബയോട്ട ലാബ് എന്റെയാണ് ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ. അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഒരു ബേസിക് സയൻസസ് ലാബിന്റെ കാര്യം. അപ്പൊ നമ്മൾ ആക്റ്റീവ്ലി വർക്ക് ചെയ്യാണ്. പക്ഷെ അതിനകത്ത് ഇപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഒന്നും ഇല്ല. പല പോളി ഹെർബൽ, അതായത് മൾട്ടി ഹെർബൽ ഫോർമുലേഷൻസും ഈ മൈക്രോബയോട്ടനെ ചേഞ്ച് ചെയ്യാം. പക്ഷെ അത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ ചേഞ്ച് ചെയ്യുന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അത് കണ്ടുപിടിക്കും. Actually, there are many published studies on the diabetes using the drug metformin. Metformin is known to be a drug which is actually completely manipulating the gut microbiome. Actually, ഇത് വളരെ ഒരു ഹോട്ട് ടോപ്പിക് ആണ്. There's a lot of research which is happening on this. അതിപ്പോ ആയുർവേദം റിസർച്ച് ചെയ്യാതെ ആണോ ഇത് യൂസ് ചെയ്യുന്നത് എന്ന് ഉള്ളത് അങ്ങനെയല്ല. It's a medical science is exploring these aspects. എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ആയുർവേദം റിസർച്ച് ചെയ്യുന്നില്ല. ആയുർവേദിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ചുള്ള ഡ്രഗ് ഡിസ്കവറിയിൽ ഒന്നും നടക്കുന്നില്ല. പക്ഷെ മോഡേൺ മെഡിസിനിൽ റിസർച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അല്ല, ആയുർവേദത്തിൽ റിസർച്ച് നടക്കുന്നതൊക്കെ ഈ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. Okay, fine. Kaippally, could I add something here on this one? Yeah, sure. Thank you. Because Abby is here. Abby has done some wonderful work on നല്ല റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. Abby, നമ്മളിപ്പം ഈ നമ്മൾ താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഓൺ ദ സെക്കൻഡ് ബ്രെയിൻ. And so almost 20 to 25% of the neuronal count that we have in our so-called first brain is the neuronal density that we have in our intestine. So I shouldn't talk too much here because we have qualified doctors like Abby. As a scientist, I can just present one thing. ചോദ്യം ചോദിച്ചത് നമ്മളിപ്പോൾ ഹെർബൽസ് എടുത്താൽ is there a connection between the gut and some aspect of other physiology? അതിനുവേണ്ടി ആയുർവേദത്തിൽ I don't know if there is direct research in this area because the microbiome area is very new. പക്ഷെ നമ്മൾ ഈ പഴയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നോക്കിയാൽ അവരുടെ ഒരു they use a term called ഷഹജക്രിമി, and there are ways to manipulate this, and they use terms to describe complex physiology. അവർക്ക് ആയുർവേദത്തിൽ ഈ വാതയുടെ location, vata is located in the intestine. അപ്പോൾ anything to do with managing vata is done by manipulating the intestine. And they have many formulations that are used for managing vata. And they have 5 types of vata. And for each of those, there is a manipulation. ഇപ്പോൾ castor oil എടുത്താൽ അവരുടെ അപാനവായു എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മളിപ്പോൾ so if we leave Ayurveda aside
and we go into the world of Chinese medicine, aവർക്കുണ്ട് herbal preparations. മദൻ നമ്മൾ ഇന്ത്യയിലുള്ള സൂഡോ സയൻസ് ആണ് നമ്മൾ ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്നത്. Okay. ചൈനയിലേക്ക് അടുത്ത മാസമാണ് നമ്മൾ പ്ലാൻ Okay, ചെയ്തിരിക്കുന്നത്. thank you. Sorry. While you're with the Vata, Dr. Ijaz, you want to ask any questions about Vata or Vat? അതെ അതെ, എനിക്ക് ഈ വാദത്തിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ആയുർവേദത്തിനകത്തുനിന്ന് വായിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനം ആണെന്നാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമുക്കിത് മനുഷ്യ ശരീരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഈ വാദത്തെ? എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ ഒരു ടെസ്റ്റ് വഴിയോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത്? Ijaz, വളരെ സന്തോഷം. താങ്ക് യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ റീസെർച്ച് എന്താണ്? വാദം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് പ്രോസസ്സ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നോക്കുമ്പോൾ വി ഹാവ് സോ മെനി സിസ്റ്റംസ് അറ്റ് പ്ലേ. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക്, just two parts, sympathetic, parasympathetic nervous system, and they are all interlinked. So they are inextricably interlinked. എന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത മാതിരിയുള്ളൊരു ഇൻട്രാക്ഷനാണ് നമ്മുടെ മോഡേൺ ബയോളജി പാരാമീറ്റേഴ്സ് വെച്ച് നോക്കിയാൽ. അപ്പോൾ അതിനു വേണ്ടിയായിരിക്കും അവർ ഈ ആയുർവേദക്കാർ ഈ ഹൈപ്പർ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാക്കിയത്. They would have decided at some point to connect it with everything around you. Panchabhudam എന്ന് പറഞ്ഞാൽ it involves everything in the manifest world, and then you make a theory that is to contain that. So how to measure this? This is a question. How to measure this? Pause. I'm sorry. നമ്മൾ ത്രിദോഷത്തിൽ മാത്രം നിൽക്കുക, പഞ്ചഭൂതത്തിലേക്ക് ഇപ്പൊ പോവാതിരിക്കുക. വാദം എന്ന് പറയുന്നത് you try to equate the nervous system with Vata. So is it something related? What was there any reason to bring the nervous system? Was it an analogy, or were you trying to explain something which is similar? Let me say, the term Vata arrives to us, it comes into systematized medical literature, the Indian medical literature, almost 5,000 years ago. So that No. Forget about the history. What is Vata? Forget about the history. Forget about analogies. It's just like, I think there is a bit of a problem here in that if we forget history and the context, then it is difficult to explain. So let me... അല്ല ഒറ്റ കാര്യം, അതായത് ഫസ്റ്റ് അതിനകത്ത് ചോദിക്കാനുള്ളത്, ഈസ് ഇറ്റ് എ ഫിസിക്കൽ തിങ്? അതായത് അത് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണോ ഈ വാദം എന്ന് പറയുന്നത്? So Ijaz, to understand this, you have to understand... ആണോ? Is it yes or no? Yes, you can find a modern biology equivalent of Vata. Okay, അപ്പോൾ modern biology equivalent എന്താ? Ijaz, if it is physical, it is quantifiable. If it is physical, it is quantifiable. How do you quantify? How do you measure? Exactly. That is my... How do you... So let me give you a very simple example. Now, you can do nerve conductance study. നമ്മുടെ മെഡിസിനിൽ ഫിസിയോളജിക്കാരുടെ അടുത്ത് പോയാൽ അവർ പറയും we can do a nerve conductance study. Take a specific example. Somebody comes to an Ayurveda physician with lower backache. Lower back, I have a problem. അപ്പോൾ മോഡേൺ ഫിസിയോളജിക്കാരുടെ അടുത്ത് പോയാൽ, അനാറ്റമോ ഫിസിയോളജിക്കാരുടെ അടുത്ത് പോയാൽ അവർ പറയും this is the connection from your large intestine, from your colon. These are the nerves that come to these vertebrae. They have mapped all these things. Now you can do a very simple nerve conductance study, and they know how to do this. They will put an electrode in one place, and the second place they put an electrode, and they can look at the conduction velocity of that nerve, and you can measure what. But that description is only part of what. Measured in velocity. Hang on. Let's not use these words. Electrical conductivity is not measured in velocity. Electrical conductivity is in volts. Okay? Exactly. So you can measure that. Please, Madan. We are talking about how you quantify. Is it measured in volts? Is Vata measured in volts? If you want to, you can, but that is not what in the Ayurvedic literature. That is part of the story. You can measure it, but that is not everything. So that is what I'm saying, Kaippally, that you have a multi-dimensional organization. Human body is such a complex system.
അതിനെ Pause. When you say dimension, when you say multi-dimensional, are we talking about a three-dimensional space, or with including space-time, which is a fourth dimension, and then we go into a fifth dimension, which is you can. If you want to yet do algebraic, undefined? if you do algebraic topology, you can see multiple dimensions in a cell. നമ്മളിപ്പോൾ ഒരു സെൽ എടുത്താൽ, ഒരു ഹ്യൂമൻ സെൽ So എടുത്താൽ, what's the meaning? How are you applying the word dimension? I'm trying to understand that. how am I using the term dimension? Purely in terms of Is dimensions. it in physics? In physics, we have three dimensions and the fourth dimension. The three dimensions Okay. plus you can have topological variations within that. No, that is still three dimensions. Topological variation is still three dimensions. It doesn't go beyond that. Three dimensions. Yeah. And then you can put the time dimension into this, because the positions change with time. Where are you going with this? Honestly, where is Vata? How do you measure Vata? You just wanted to know how to measure Vata. How do you do this? മദൻ അതല്ല. ഇപ്പോ ഈ ആൻഷ്യന്റ് ആൾക്കാരൊക്കെ ഇത് കണ്ടുപിടിച്ച സമയത്തിന് ദേ ഷുഡ് ഹാവ് സം മെത്തേഡ് ടു മെഷർ ദിസ്, അല്ലെ? അപ്പൊ അവർക്ക് ഒരു പക്ഷെ അവരത് എഴുതി വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി വരുന്നവരെ അവർക്ക് വാദം മെഷർ ചെയ്യാനുള്ള വഴി ഇല്ലായിരുന്നോ? അതോ അന്നത്തെ കാലത്ത് അവർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഒരു വാദം മെഷർ ചെയ്യാൻ? അത് ഇതുവരെ കാത്തിരിക്കേണ്ടി വന്നോ വാദം മെഷർ ചെയ്യാൻ? Ijaz, your point is very correct. Let me say, you can use your body. എനിക്ക് ഈ മെത്തേഡ് ഒന്നും ഇല്ലാതെ, അത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസ് ഒന്നും ഇല്ലാതെ വാദം മെഷർ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സപ്പോസ് യു ഹാവ് എ ബാക്ക് ഏക്ക്, ഇതിൻ്റെ നടുവിൽ വേദന. അപ്പോൾ യു ഗോ ടു ആയുർവേദ ഡോക്ടർ. നാട്ടിൽ പോയാൽ യു ഗോ ടു ആയുർവേദ ഡോക്ടർ. അപ്പോൾ അയാൾ എക്സാമിൻ ചെയ്തിട്ട് പറയും, യു ഹാവ് എ വാത ഇംബാലൻസ്, ഈ മരുന്നെടുത്തു. അല്ല അയാൾ എങ്ങനെ പറയും? എന്ത് അടിസ്ഥാനത്തിൽ അയാൾ പറയും? അയാൾ പറയുന്നതിന് മുമ്പ് അയാൾ എങ്ങനെ കണ്ടുപിടിക്കും ഇത് ഈ വാത ഇംബാലൻസ് ആണെന്ന്? എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉപയോഗിച്ചാണ് വാത ഇംബാലൻസ്? വെരി സിമ്പിൾ. അവർക്ക് നമ്മളിപ്പം ഡയഗ്നോസ്റ്റിക്സ് നടത്തില്ലേ മോഡേൺ മെഡിസിനിൽ, നമ്മൾ സ്റ്റെത്തസ്കോപ്പും ECGയും അതൊക്കെ. അതുമാതിരി അവർക്ക് പല പല ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ കാര്യമുണ്ട്, ലക്ഷണാസ്. സോ ദേ ക്യാൻ ലുക്ക് അറ്റ് എ പേഷ്യൻറ്റ്. രോഗപരീക്ഷ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് രോഗി പരീക്ഷ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ കയ്യിൽ അഷ്ടസ്ഥാന പരീക്ഷ ഉണ്ട്, അവരുടെ കയ്യിൽ ദശവിധ പരീക്ഷ ഉണ്ട്. So these are all examination systems. Give one example, please. ഈ ദർശനം സ്പർശനം ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാണ് ഇത് ക്വാണ്ടിഫൈ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ബ്ലഡ് റിപ്പോർട്ട് എടുക്കുമ്പോൾ LDL HDL റേഞ്ച് കാണിക്കും, അല്ലേ? അതുപോലെ ഈ വാതയ്ക്ക് റേഞ്ച് ഉണ്ടോ? There is a range, but it is എങ്ങനെ അത് ക്വാണ്ടിഫൈ ചെയ്യുന്നത്? Between what and what? Between what and what? The clinician will feel it. Feel it means no look feelings. at the person. We need numbers. We need to repeat this. It is Kaipppally, there is a difference between quantitative logic and qualitative logic. So number one. In medicine we work with quantities. We measure. We have to quantify. We have to quantify ranges. We have to give some kind of a number. The key thing to keep in mind is you can use qualitative logic to be as this is getting nowhere. Okay, മദൻ, താങ്കൾ തന്നെയാണ് പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണെന്ന്. അപ്പൊ അത് മെഷർ ചെയ്യാൻ പറ്റണ്ടേ? ഇപ്പൊ താങ്കൾ തന്നെ പറയുന്നു അത് എങ്ങനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ ഇത് രണ്ട് വാദങ്ങളും താങ്കളുടെ വാദത്തെ താങ്കൾ തന്നെ ഖണ്ഡിക്കല്ലേ? Now I am giving you just an example. If you let me elaborate, you have a backache. You have a backache. So the person who has a backache knows they have a backache, so they go to the doctor. A doctor, with his experience, having seen so many patients, will do a test. Pause. He will no, ask that's you to not how doctors do. They do X-rays. Illa. You can measure backache and where the backache is by just asking the person to do some physical maneuvers. Matthew, is that how? Very simple. Okay, Matthew എങ്ങനെയാണ് ബാക്കേക്ക് മെഷർ ചെയ്യുന്നത്? Matthew, the first simplest example. എന്ത് മെഷർ ചെയ്യുന്ന ബാക്കേക്ക് എങ്ങനെയാണ്?
പെയിൻ സ്കോർ ഉണ്ട്, വിഷ്വൽ അനലോഗ് സ്കോർ ഉണ്ട്, കുറെ സ്കോർസ് ഉണ്ട്. പക്ഷെ അതൊക്കെ സബ്ജക്റ്റീവ് ഇതാണ്. സബ്ജക്റ്റീവ്, അതെ. മാത്യു, സോ താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ we have many scoring systems are there. പക്ഷേ the quickest thing is to ask the person to touch their toe or something. There are some 1 or 2 exercises which any അല്ല പെയിൻ പോലത്തെ ഒന്നല്ലല്ലോ വാദ. ഇറ്റ്സ് ഫിസിക്കൽ, ലൈക്ക് ഹിമോഗ്ലോബിൻ, ബിലിറൂബിൻ. അപ്പോൾ അതുപോലെ മെഷർ ചെയ്യാൻ പറ്റണ്ടേ? Just wait, if you give me a moment just to elaborate this. അപ്പോൾ you are complaining, the doctor, വൈദ്യൻ്റെ അടുത്ത് പോയി, അയാൾ പറയും ഇതൊരു ഇങ്ങനെയാണ് തിരിഞ്ഞ, you have to turn this way or touch your toes or something. There will be some examination. That is their examination, and he says, okay, here is a kashayam, take this for 3 days and come back to me. Okay. Will you be happy with that? Okay, so you take the kashayam. That's not how we do it. That's not how we do it. Kaipalli, let me just take this to the point of completion. That a person, he gives you a formulation and he says, this is a very well-known kashayam that comes from Ashtangaridam or from Sahasra Yogam or whatever it is, and we use it for the last X number of years. Take this and come back. അപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ ഇജാസ് 3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്ന് you will say, I feel much better. Okay, അനുഭവ സാക്ഷ്യം. Okay. What if he comes back paralyzed? One thing I had to, ആ സമയത്ത് I had someone before me. Pain is not like vata. Pain is a symptom, but nobody calls vata a symptom. It is എന്താ പറയുന്നത്, it is something humor. It's a basic principle. It's a humor. It has to be something which is should be measurable, like hemoglobin or something like that. You cannot compare it with pain. Matthew, can I just add here? സംസ്കൃതത്തിൽ പെയിനിന് എന്താ പേര്? പെയിനിന് എന്താ പറയുന്നത്? It has a pain is another symptom in Ayurveda. അല്ല, സംസ്കൃത സിമ്പിൾ ചോദ്യം. സംസ്കൃതത്തിൽ പെയിനിന് എന്താ പറയുന്നത്? I think there is a word called shutam or something. There is a word for pain, so it is understood. അപ്പൊ പിന്നെ ആ വാക്ക് അങ്ങ് ഉപയോഗിച്ചാ പോരെ? വാദ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. വാദ is something else അല്ലേ? This is the first time we are hearing vata is pain. No. Vata is not pain. It is not. What is it? It is the effect of an imbalanced vata. Pain is the effect of an imbalance of vata. So what is vata? Yeah, imbalance of vata. This is what I meant. So when the vata is upset, you get pains. Yeah, but what is it? What is vata? Vata is a collection of actions of physiological processes. മദൻ, വാദം കൂടിയാലും one second. അതായത് വാദം കൂടിയാലും കുറഞ്ഞാലും എന്താണ് സംഭവിക്കുക എന്നല്ല നമ്മൾ ചോദിക്കുന്നത്, വാദം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഇൻക്രീസ് ഓർ ഡിക്രീസ് എഫക്ട് നമുക്കറിയണ്ട, അതെന്താണെന്ന് പറഞ്ഞാൽ മതി. താങ്കൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണെന്ന് ഉള്ള സാധനമാണെന്ന് പറഞ്ഞു, അതെന്താണെന്ന് പറയാം. അതിന്റെ കൂടുതലും കുറയലും ഉണ്ടായാൽ എന്തായി സംഭവിക്കുക ഞങ്ങൾക്ക് അറിയണ്ട, അതെന്താണെന്ന് അറിഞ്ഞാൽ. Yes, this is just like asking what is gravity. What is what? What is gravity? No, gravity can be measured. We can actually measure gravity. We have a constant. The same can be measured. We can measure gravity. You can measure it. Of course, and you can get an effect of it. You can measure the effect. There is a constant. There are planets going around. Okay, you are like taking it way out of line. This is taking Madan, I think we're wasting our time. We need to move on. Wasting our time. Yeah, we need to move on. Yeah. Anyway, thank you for the chance. You. And I hope I have touched on some of the points, Kaipalli. No, actually you have brought a new definition, more ambiguity to something which we in the last 2 months brought some kind of focus to. Now we need to figure out what this thing is. What is, like, unquantifiable pain that exists in 4 dimensions, which is similar to gravity. That is what we need to figure out. This discussion actually adds to the fact that Ayurveda is a pseudoscience. If you don't take, it just confirms that it is more closer to voodoo than science. Anyway, thank you. If you are not willing to accept the fundamentals, if you don't accept you please explain the fundamentals. We cannot understand the fundamentals. Okay, the fundamentals. As simple as that. We have been asking you since long. Explain what vata, how it can be quantified. Pause. No yelling here. Madan has been very polite.
We cannot yell at people like this. Please, Devanand, do not do this. No, Madan, no, it's Madan, please. perfectly fine. We apologize Perfectly, for thank that you. outburst. Perfectly fine. Yeah, Madan, No, it's, really, thank you for coming. But we hope you will come back again because we that also going have around in two circles. other My things. apologies for that also. Yeah, നമ്മളിപ്പോ we have Pitta and if you Kapha. don't accept, if Sorry, we did have, I okay, really now yell? how Sorry does, for that. I Yeah. didn't realize I no, was it's yelling. perfectly fine. No, it was okay. I I mean, think, it was okay. I think we are a family here. We can take this. Yeah, yeah. Because Okay. I'm enjoying the You Kaipale, discussion. I'm please do really come again. sorry. I'm really sorry. I was not expecting this kind of behavior. I'm No, it's leaving. Okay? perfectly fine. Pause. Anish, perfectly fine. Ratish, Let's move on. we do accept your apology also. Thank you for that volunteering the apology. Thank you. Because No, you deserve, I mean, you do owe me an apology for previous behaviors. So I do no, accept it's that. not an Madan, apology. do come again. Do come again. Yes. No, Now we go to Ratish. Ratish, it's your turn. എനിക്ക് തോന്നുന്നത് കൈപ്പള്ളി ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആയുർവേദിക് ജേർണൽസിൻ്റെ പബ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പം അതിൽ എബി ഫിലിപ്പ് മേക്ക് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അപ്പോഴാണ് ജസ്റ്റ് കയറി വന്നത്. അപ്പോൾ എനിക്ക് തോന്നി സീംസ് ടു ബി കൈൻഡ് ഓഫ് ലൈക്ക് അപ്പീൽ ടു അതോറിറ്റി, വൺ ഓഫ് ദ ടേം യു കോമൺലി യൂസ്. സോ അതൊന്ന് ക്ലിയറാക്കി ഏത് ജേർണൽസ് ഏത് എന്തുകൊണ്ടാണെന്ന് പറയും. റൈറ്റ് അല്ല ദാറ്റ്സ് അല്ല വാട്ട് ഐ എം ഗോയിങ് ടു let me ask എക്സ്പ്ലെയിൻ. you. ഗീവ് മീ സം ടൈം. ഓക്കെ. സോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എബി ഫിലിപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് മനസ്സിലായത് ഇത് ഇൻഡെക്സ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് ഇൻഡെക്സ് ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്, പിന്നെ ഏതോ മെൻഷൻ ചെയ്ത ചില ടോപ്പ് പബ്ലിക്കേഷൻസ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അത് ഇവിടെ സുജിത്ത് കുറച്ചുകൂടി ക്ലിയർലായിട്ട് മെൻഷൻ ചെയ്തത് എനിക്ക് മനസ്സിലായി. അതിനകത്ത് സുജിത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡെക്സിൻ്റെ കാര്യം പറഞ്ഞു. ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഗൂഗിൾ സെർച്ച് നോക്കിയാൽ തന്നെ ഇറ്റ്സ് ജസ്റ്റ് എ കീവേഡ്. നമ്മൾ കീവേഡ് വെച്ചാൽ സെർച്ച് ചെയ്യുന്നത്. അതല്ല അപ്പോൾ ഇൻഡെക്സിങ്, അങ്ങനല്ല. അത് ഗൂഗിളിന്റെ ഇൻഡെക്സിങ് വേറെ, ഒരു സയന്റിഫിക് ജേർണലിലുള്ള ഇൻഡെക്സിങ് വേറെ. then you explain me how the indexing works, Kaipali. I'm here Abhi, to listen. അത് ആക്ച്വലി രതീഷ് ഫുൾ കേട്ടില്ലായിരുന്നു. അപ്പീൽ ടു അതോറിറ്റി ചെയ്തത് മദനാണ്. ഹി ഇനിഷ്യലി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ദാറ്റ് ആയു ജേർണൽ. സോ ഐ ജസ്റ്റ് ഗേവ് മൈ ആൻസേഴ്സ് ടു ദാറ്റ്. അല്ലാതെ നോബഡി ഡസ് അപ്പീൽ ടു അതോറിറ്റി ഇൻ സയൻസ് ബേസ്ഡ് മെഡിസിൻ. വി ഡോണ്ട് ഹാവ് ടു, വി ഹാവ് എവിഡൻസസ്. അപ്പീൽ ടു അതോറിറ്റി ചെയ്യുന്നത് എപ്പോഴും ഒന്നെങ്കിൽ ആയുർവേദ, അല്ലെ ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതിയാണ്, നമ്മളല്ല. The statement seems to be same to me as far as I'm concerned. It seems to be kind of yeah, appeal but to Ratish, authority. You Ratish, came last in No, time no, you late, said you're a Ratish. That is layperson. why you don't understand the whole picture. Hang on, Kaipali, Abhi. I'm Last asking. time you said you were a layperson. Are you still a layperson, or have you like become a scientist who publishes material in science journals? I didn't get Kind of your last question. time What you was made that? that claim that you're a layperson. What was that? What kind of person is that you're asking? Lay person? Yeah. You said താങ്കൾ ഒരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞല്ലോ last time. Yeah, I'm a usual person. I'm as a normal person like anybody. All right. Thank you. Do Right. come again. So, Thank you, Ratish. no, can I Can ask I a add question? something? മാത്യു ആണേ. ഒരു മാത്യു പറയൂ. Matthew, അല്ല, ഞാൻ let ഇപ്പൊ me. ഈയിടെയായിട്ട് കുറച്ച് ഒബ്സർവേഷൻസ് നടത്തും. സോ there are this group of people from the scientific community, researchers and all. So they have some business interests. So they want to legitimize this practice of Ayurveda and help people who practice Ayurveda or run Ayurveda മാത്രമല്ല, ഈ എന്താ പറയുന്ന ഓൾട്ടർനേറ്റീവ് മെഡിസിൻ നടത്തുന്ന എന്റർപ്രണേഴ്സും അതുപോലെ പ്രാക്ടീഷണേഴ്സും. അപ്പം there is this group who try to cater to their needs, to legitimize their practice or help them find evidence and find research. And I understand that they do it for a fee, a membership fee in their their club or their institution, like whatever it is. So do you think that this is helping the research, or are they con people trying to con other cons? Matthew, I was referring to something. When I came back, I No, was I think looking at it. your Kaipalli had finished with you. Yeah, that's fine. Okay.
This is another question. I'm not talking about you. No, see, this, if you are not letting me to sleep, അല്ല speak, മാത്യു പറയുന്ന ഒരു തരത്തിലുള്ള ആളാണോ രതീഷ്? അങ്ങനെ രതീഷ് സ്പീക്ക് ചെയ്യൂ, അതല്ല നല്ലത്. that അങ്ങനെയാണോ? you can try to understand me, right? However you understand that. അല്ല അങ്ങനെയാണെങ്കിൽ ആ My, ക്വസ്റ്റ്യൻ രതീഷിനുള്ളതല്ല, അതുകൊണ്ടാണ് പ്ലീസ്. no, my question here is, അല്ല ഓൾറെഡി രതീഷ് സംസാരിച്ച് കഴിഞ്ഞല്ലോ, ഇനി അടുത്ത ആളിക്ക് പോട്ടെ, അങ്ങനെയല്ലേ? അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പ്ലീസ്. സംസാരിക്കുന്ന അല്ല കാര്യം അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അങ്ങനെയാണ് okay, രതീഷ്. that's fine. Then താങ്ക് യു, I can താങ്ക് യു. no problem. Thank you. അടുത്ത നവീൻ രതീഷ് പറയും. രതീഷ് രതീഷ് ആക്ച്വലി നേരത്തെ കയറി വന്നതല്ലേ. ഈ ഇപ്പൊ ഉള്ള ചോദ്യം വന്നില്ലല്ലോ. നേരത്തെ വന്ന ചോദ്യത്തിന്റെ ഒരു കൈപ്പള്ളി അഭിപ്രായം നമുക്ക് മാത്രമല്ലേ കൈപ്പള്ളി രാവിലെ മുതൽ അല്ല, രതീഷിന്റെ ഇങ്ങോട്ടായിരുന്നു, ജസ്റ്റ് സ്പെസിഫിക് ഒന്ന് ആയിട്ട് കയറിയത്. സൂഡോ സയൻസിനെ പറ്റി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അത് ചോദിക്കാമല്ലോ രതീഷിന്. അല്ല ഞാനതാ പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് വന്നപ്പോൾ കേട്ടത് ഞാൻ അബി ഫിലിപ്പിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വന്നപ്പോ അതിവിടെ കേട്ടൊക്കെ വിടും. സൂഡോ സയൻസിനെ പറ്റി പേര്. താങ്കൾ ഈ കൈയടിക്കാൻ വേണ്ടി വരാതെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. ഈ കൈയടിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. നമുക്ക് വേണ്ടിയും കൈയടിക്കണ്ട, ഇവിടെ നിങ്ങളുടെ കൂടെ ഇത് വന്നവർക്ക് ഇല്ല വേണ്ടി കൈയടിക്കുന്നതല്ല. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യം ഇതാണ്, ഞാൻ അപ്പീൽ ടു അതോറിറ്റി തന്നെ നമ്മൾ കോമൺലി യൂസ്, നമ്മൾ കേപ്സ് കഫേയിൽ വളരെ കോമൺ ടു ഫാലസീസ്, പിന്നെ അപ്പീൽ ടു അതോറിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല പറയുന്നത് രതീഷ്, അത് Okay, അബി ക്ലിയർ specify. ചെയ്തല്ലോ, അത് അബി പറഞ്ഞല്ലോ. ഇവിടെ ആരും ഒരു അതോറിറ്റിയിലോട്ട് അപ്പീൽ whatever. ചെയ്തില്ല. അല്ല ക്ലിയർ ആയോ? അത് ഓൾറെഡി പറഞ്ഞല്ലോ രതീഷ്. പിന്നെ എന്തിനാ അതിൽ വീണ്ടും കൈപ്പള്ളി ആരാണെങ്കിലും കൈപ്പുള്ളിയാണെങ്കിലും മാത്യു ആണെങ്കിലും ഈ ഡിസ്കഷനോടെ കഴിഞ്ഞതാണ്. പിന്നെ അതിന്റെ കണ്ടിന്യൂറ്റി വേണ്ട. അല്ല, ഒന്നും കൂടെ പറയാം. ലാസ്റ്റ് ടൈം, അതായത് ഹൗ വി വേ ദി എവിഡൻസ്, അതായത് എവിഡൻസ് വേ ചെയ്യാനുള്ള പല ടൂൾസ് ഉണ്ട്. വാട്ട് വെയിറ്റ് ടു ഗിവ് ടു എവിഡൻസ്, അത് വേ ചെയ്യാനുള്ള പല ടൂൾസ് ഉണ്ട്. ഇൻഡെക്സേഷൻ, ഇമ്പാക്ട് ഫാക്ടേഴ്സ് ആർ സച്ച് ടൂൾസ്. അത്രയേ ഉള്ളൂ. ദോസ് ആർ നോട്ട് അപ്പീൽസ് ടു അതോറിറ്റി. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ അബി ഫിലിപ്പ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു, പബ്ലിക്കേഷൻസിനകത്ത് ഇൻഡെക്സിങ് ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഐ എം ആസ്കിംഗ്, Yes, those are tools to weigh the evidence. If those tools do not measure properly, we will not give that much weight to that evidence. It is measure how to quantify രതീഷ് reliability. മാത്യു ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. സനാതനാണ്, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ മാത്യു, സോറി ടു ഇന്ററപ്റ്റ്. ഓക്കെ രതീഷ്, ഇതിൽ എന്ന് വെച്ചാൽ ഓരോ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. ഇമ്പാക്ട് ഫാക്ടർ, നമ്പർ ഓഫ് ഫോളോവേഴ്സ്, എത്ര പേര് അത് സൈറ്റ് ചെയ്യുന്നു, അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നു, എത്ര പ്രാവശ്യം റീപ്രൊഡ്യൂസിബിൾ ചെയ്യാൻ പറ്റുന്നു, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഓരോ പേപ്പേഴ്സും ഓരോ ജേർണൽസും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു ജേർണലിൽ തന്നെ ഏതെങ്കിലും ഒരു ലൈക്ക് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സയൻറ്റിഫിക് ആണ് എന്നതല്ല. അതിൻ്റെ ഫോളോ അപ്സ് നടന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആവുമ്പോൾ മാത്രമേ, ഒരു ലോങ് പ്രോസസ്സിൽ മാത്രമേ അത് വാലിഡ് ആവുള്ളൂ. താങ്ക് യു. അല്ല, ഞാൻ സനാതൻ, കറക്റ്റ്, യു ആർ റൈറ്റ് ട്രാക്ക്. സോ ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ കറക്റ്റ് എവിഡൻസ് പറയും. അതായത് ഇപ്പം ആയുർവേദം മിസസ് സ്യൂഡോസയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഡാറ്റ എവിടെയെല്ലാം അവൈലബിൾ ആണ് കറക്റ്റ്ലി, അതാണ് ചോദിക്കുന്നത്. കാരണം അബി ഫിലിപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നി ആയുർവേദത്തിന്റെ കാര്യം ഞങ്ങളുടെ അടുത്ത് ചോദിക്കരുത്, അവരോട് തന്നെ ചോദിക്കണം. റെപ്യൂട്ടഡ് ജേർണൽസിൽ ഒന്നും വരാറില്ല. താങ്ക് യു. No, the refusals I'm asking. You are refuting, right? I'm not refuting that. So you are refuting, so I'm asking where does it belongs? Like, from where, like, from based on what statement, what study you are telling it's completely wrong. If you can see ഒരു കാര്യം, ഒരു മിനിറ്റ്, നമ്മളിത് ഒരുപാട് തവണ ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസിന്. ഇനി റിപ്പീറ്റ് ചെയ്യണം തോന്നുന്നത് സനാതന. നമുക്ക് അടുത്ത കളിക്ക് മൂവ് ചെയ്യാം. താങ്ക് യു. എങ്ങനെയാണ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്, ഡേറ്റ എങ്ങനെ ഗ്യാദർ ചെയ്യണമെന്നാണോ രതീഷ് ചോദിക്കുന്നത്? അല്ലല്ല, he is asking to prove a negative, കൈപ്പള്ളി. He is asking to prove a negative. അതാണ്, he is asking to prove negative thing. And your right to refute. അല്ല, അത് മനസ്സിലായോ? ഓക്കെ, ഞാൻ ഇന്ന് കാലത്ത് ഒരു ഗ്രൂപ്പിനകത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഹോമിയോ ആൻഡ് ആയുർവേദിക് പ്രാക്ടീഷണേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു ആർഗ്യുമെന്റ് വന്നു. അപ്പൊ എനിക്ക് എന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണ്. എനിക്ക് മെഡിസിനെ പറ്റി അത്ര കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല, പക്ഷെ ഇഷ്ടമാണ് പഠിക്കാനൊക്കെ. അപ്പൊ അതിനകത്ത് ഇജാസും റോഷനും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവരിന്റെ അടുത്തൊരു ഏതോ ഒരു ഡ്രഗിന്റെ പേര് പറഞ്ഞിട്ട് ഇത് 10 വർഷം കഴിഞ്ഞ് റീകോൾ ചെയ്തതാണ്, അപ്പൊ ഇതിനകത്ത് സേഫ്റ്റി ടെസ്റ്റുകളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഇത് ചോദിച്ച് എന്റെ വായ അടപ്പിച്ചു. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ചോദിക്കാം.
അല്ല ആ ഡ്രഗിന്റെ പേരെന്താ? ഡോക്ടർ ഇജാസ് ആൻഡ് റോഷൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ക്യാൻ യു ഹെൽപ് മീ വിത്ത് ദാറ്റ്? താലിഡോമൈഡ് ആണോ? അത് യെസ് അതെ. അതെ, അത് വിഡ്രോ ചെയ്ത മെഡിസിൻ ആണ്. വിഡ്രോ മാത്രമല്ല, വിഡ്രോ അല്ല ചെയ്തത്, അത് കൺട്രോൾഡ് ആയി. പോയിന്റ് വാസ് ദാറ്റ് ആ ഒരു, അതായത് എല്ലാ മെഡിസിൻസും സേഫ്റ്റി ടെസ്റ്റ് ഫസ്റ്റ് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് ആളുകളിലേക്ക് കൊടുക്കുള്ളൂ എന്നുള്ളൊരു പോയിന്റിനെ അവർ റെഫ്യൂട്ട് ചെയ്തതാണ് ഇത് ഈ എക്സാമ്പിൾ വെച്ച്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ, ഇതിന്റെ കോമ്പിനേഷൻ ആണോ എക്സാക്ട് ഡ്രഗ് ആണോ റീകോൾ ചെയ്തത്? ഓക്കെ, ഞാൻ ഐ വിൽ ട്രൈ ആൻഡ് ഹെൽപ്പ് യു വിത്ത് ദിസ്. ഏത് വർഷത്തിലാണ് ഈ മെഡിസിൻ ഇറങ്ങിയത്? I'm not sure. Okay, go read up on that and come back. Somewhere around 90s. That's what has been discussed. Devanath, no. AJ, read up well. Okay, make up your arguments. Be confident in what you're saying and come back tomorrow, same time, same channel. All right, AJ? ഇല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. I can answer this very easily. No, I want him to learn something. എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് അതിന്റെ ആ പേര് അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ നോക്കാൻ പറ്റിയില്ല, അതാണ് കാര്യം. Just give him the link on the കൊടുക്കുക. Chat പോയിട്ട് ലിങ്ക് കൊടുക്കുക. Abby, if you're going to give answers constantly without allowing people giving the opportunity for them to learn, then this whole exercise is pointless. That's also true. Let them do something. I'm sure he will do it because he was really fighting well, AJ, today. ഓക്കെ, എന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ. സപ്പോസ് ഈ സ്യൂഡോ സയൻസസിൽ ഏതെങ്കിലും, സപ്പോസ് ആയുർവേദ, ഹോമിയോപ്പതി ഏതോ ആയിക്കോട്ടെ, അവർക്ക് അവരുടെ ഒരു ഡ്രഗിനെ സപ്പോസ് അതിനകത്ത് ഈ പറഞ്ഞോണം ആൾക്കാരിലേക്ക് സയന്റിഫിക് ആയിട്ട് അതിനെ എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനും, ഐ മീൻ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയേണ്ടത് അത്യാവശ്യമാണോ, അത് വർക്ക് ചെയ്യണുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയോ? Okay, let me explain that. ആദ്യം ഈ പറയുന്ന ഡ്രഗ് അതിന്റെ മോളിക്യൂൾസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഇത് phase 1 ട്രയൽ ഒരു ചെറിയ ഒരു പോപ്പുലേഷനിലാണ്. ആദ്യം ഈ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യണം. ഈ പറയുന്ന കണക്കുള്ള ഇതിന്റെ മോളിക്യൂൾസ് വെച്ചിട്ട് they have to make a drug. They have to do animal trials. Animal trialsൽ അവിടെയാണ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. ആദ്യം ഒരു പ്രിലിമിനറി സ്റ്റഡി ഉണ്ടാവും. എന്നിട്ട് ഇപ്പൊ ഓൾറെഡി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, റാറ്റ്സിൽ മറ്റേ ഹാർട്ട് മസിൽസിൽ അവർ കൊടുക്കുന്ന മെഡിസിനിൽ എന്തോ ഇഫക്റ്റ് ഉണ്ടെന്ന്. അതുപോലെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യണം. പക്ഷെ പോരാ, അത് കഴിഞ്ഞിട്ട് ഇത് ഹ്യൂമൻസിൽ ട്രയൽ നടത്തണം. phase 1 ട്രയൽ which will be a small set of people. And then they have to do phase 2 trial. ഈ phase 2 and phase 3 trial ഇതെല്ലാം കൂടി ഒരു 15 കൊല്ലം, ഒരു 10 കൊല്ലം 15 കൊല്ലം എടുക്കും. ഈ phase 2 trial will be a larger population. അതിൽ interactions ഒക്കെ നോക്കും, if there's any kind of counterindications and a side effects study ചെയ്യണം. And then you have phase 3 trials. phase 3 trial കൂടി കഴിയുമ്പോഴത്തേക്കാണ് it will be a larger population. അതിൻ്റെ അകത്താണ് ഡെമോഗ്രാഫിക്സ്, പല പോപ്പുലേഷൻ സെറ്റുകളിൽ ഇത് ട്രൈ ചെയ്യും. ബിക്കോസ് you could have different effects in different populations. എന്നിട്ടാണ് ഇത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായ? So the evidence is already available before it is administered to real patients. The evidence is already there. Our data is there. എന്നിട്ടാണ് ഇത് മനുഷ്യരിലേക്ക് പ്രയോഗിക്കുന്നത്. സൂഡോ സയൻസിൽ അങ്ങനല്ല. എവിഡൻസ് ഉണ്ടാക്കുന്നത് മരുന്ന് കൊടുത്തതിന് ശേഷം ഈ ടെസ്റ്റിമോണിയൽസ് വെച്ചിട്ടാണ് അവർ എവിഡൻസ് എന്ന് പറയുന്നത്. തെളിവുണ്ടല്ലോ, ഇതാണ്ട നമ്മളെ രോഗം, ഇപ്പൊ നേരത്തെ മദൻ വന്ന് പറഞ്ഞതാണ്, മരുന്ന് കൊടുത്ത് നടുവേദന മാറുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്ക് പെയിൻ മാറുന്നുണ്ടോ, അതാണ് തെളിവ്. അങ്ങനല്ല ഇതിൽ വർക്ക്, അത് അങ്ങനല്ല സയൻസിന്റെ രീതി. ഇത് ചെയ്തു കൊടുക്കാനാണ് ഈ 30, അവിടെയൊക്കെ യൂറോപ്പിലൊക്കെ 30 years ആണ്. അതും മരുന്ന് പോലും അല്ല, ഹെർബൽ മെഡിസിൻ ആണ്. ഹെർബൽ മെഡിസിൻ ഇസ് നോട്ട് ഈവൻ ഫോർ ക്ലിനിക്കൽ യൂസ്. സപ്ലിമെന്റ്സ് ആയിട്ട് പോകണമെങ്കിൽ പോലും, സപ്ലിമെന്റ്സ് അല്ലല്ലോ, it's not actually for clinical use. അതിന് പോലും 30 years വേണം. വ്യക്തമാണോ? സപ്പോസ് ഇപ്പൊ ഹോമിയോയിലെ ഒരു മരുന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഒരു മരുന്നിന്റെ എഫക്റ്റീവ് ആണോ എന്ന് ഈ ട്രയൽ വഴി പ്രൂവ് ചെയ്താൽ മതി. ഇത് എങ്ങനെ, ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതിന് ചെയ്തില്ലെങ്കിലും ഈ മരുന്ന് ഇറക്കാം, അങ്ങനെ, അതായത് എഫക്റ്റീവ് ആണെങ്കിൽ. റൈറ്റ്? നോ, ഇതാണ് ചെറി പിക്കിംഗ് എന്ന് പറഞ്ഞത്. You have to do എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാട്ടോ, ഞാൻ അല്ലാതെ ഇത് ഈ സൈഡിൽ സംസാരിക്കുന്നല്ല. ഐസൊലേറ്റ് ചെയ്യണം.
മോളിക്യൂൾ ഐസൊലേറ്റ് ചെയ്യണം. ഡബിൾ ബ്ലൈൻഡ് പ്ലസിബോ കൺട്രോൾ ട്രയൽസ്. എന്താണ് ഈ ഡബിൾ ബ്ലൈൻഡ് പ്ലസിബോ കൺട്രോൾ ട്രയൽസ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പ്ലസിബോ? അത് എനിക്കറിയാം. ഡബിൾ ബ്ലൈൻഡ് എനിക്കറിയാം. ഞാൻ അത് എന്താണെന്ന് അറിയാം. ചോദിച്ചതാണ്. ഇപ്പൊ ഡബിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും പ്ലസിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസിബോ ആയിരിക്കാം അതിന് അങ്ങനെ ആണെങ്കിൽ അല്ലേ? Kaippalli, this is C lining കേട്ടോ. Everybody go and read what C lining is. C lining. ഇതാണ് C lining എന്ന് പറയുന്നത്. എത്ര കാര്യങ്ങളാണ് പഠിക്കാൻ കിട്ടുന്നത്. പോയി സി ലൈനിങ് എന്താണെന്ന് വായിച്ചിട്ട്. നോ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് തോന്നുന്നു. അതായത് ഞാൻ പ്ലസീബോ ആണെന്ന് തന്നെയാണ് പറയുന്നത്. ആവാം, അല്ലാതിരിക്കാം, അല്ലെങ്കിൽ പ്ലസീബോ ഇല്ലാത്തൊരവസ്ഥയും വരാമല്ലോ. അതായത് എല്ലാവരിലും പ്ലസീബോ വർക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, ഹോമിയോ വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നല്ല പറയുന്നത്. ഓക്കെ, കം ടു യുവർ ക്വസ്റ്റ്യൻ. അല്ല, എന്റെ ക്വസ്റ്റ്യൻ ഇവർക്ക് ഇത്രയും അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഈ സാധനം പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതിന്റെ ആവശ്യമുണ്ടോ, അതെയോ ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ക്ലിനിക്കൽ ട്രയൽസിലൂടെ കണ്ടുപിടിച്ചാൽ മതിയോ? വാട്ട് ഇസ് ദ ബെയർ മിനിമം? ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. If I can add to it. Who is this? I'm Sujit. We will come to you, Sujit. I mean, you want to add to this? Add to this. Yeah. Basically, ഞാൻ ഏതെങ്കിലും ഒരു സൈഡിനെ ന്യായീകരിക്കോ ഒന്നുമല്ല. What I'm telling is what is existing now. The Drugs and Cosmetics Act, which is existing now, doesn't require this kind of clinical trials for classical Ayurvedic medicines. ക്ലാസിക്കൽ ആയുർവേദിക് മെഡിസിൻ അല്ലാതെ ഏതൊരു മെഡിസിൻ വന്നാലും ഇപ്പൊ കൈപ്പള്ളി പറഞ്ഞ എല്ലാ പ്രൊസീജിയേഴ്സിലേക്കും പോകണം. ഇനി ജസ്റ്റ് വൺ മോർ പോയിന്റ്, യൂറോപ്പിൽ ഒരു ഡ്രഗ് രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഐ വാസ് ഇൻവോൾവ് ഇൻ വൺ സച്ച് ഓഫ് രജിസ്ട്രേഷൻ. അഷ്ടചൂർണമായിരുന്നു അത്. വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലംസ് വിത്ത് ആയുർവേദിക് ഇൻഡസ്ട്രി ഈസ് ഫേസിങ് ഇസ് ദാറ്റ് ഇതെല്ലാം ഓപ്പൺ സോഴ്സ് മെഡിസിൻസ് ആണ്, ഈ ക്ലാസിക്കൽ മെഡിസിൻസ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ അതിൽ റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഔട്ട്കം വന്നാൽ ആ റിസർച്ചിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ it doesn't get a royalty or anything for that institution which is putting that money into that research. അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷന്റെ കാര്യം അങ്ങനെയാണ്. If Ashtachurnam is registered to be used in Europe by one company, any company can come and sell Ashtachurnam there. അത് കാരണം പല കമ്പനികളും ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ഇറ്റ്സ് ക്വൈറ്റ് എൻ എക്സ്പെൻസീവ് അഫെയർ. ഓഫ് കോഴ്സ് the government of India is now giving support for it, but that support is somewhere in 25,000 rupees or something. അതൊന്നും പോരാ ഇൻഫാക്ട് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ യൂറോപ്പിൽ പോവാൻ. Okay, for my understanding, my point is research to be funded, there has to be some monetary benefits which is coming back to the people who are investing into research. Ayurveda അതിനൊരു സ്കോപ്പ് ഇല്ല. That is the reason why there is not many research in Ayurveda. Okay, I don't think that is true because you can patent drugs. You can patent them and nobody. Classical medicines cannot be patented. I think you should read Drugs and Cosmetics Act and come tomorrow. I'm not talking about the Drugs and Cosmetic Acts which was in ancient 1954 published ചെയ്ത അതല്ല. ആ ആക്ടിന്റെ കാര്യമല്ല, യൂറോപ്പിലെ കാര്യമാണ്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന് റീസെന്റ് അപ്ഡേറ്റും ഉണ്ടായിട്ടുണ്ട്. ഇത് യൂറോപ്പിൽ നിങ്ങൾക്ക് പേറ്റന്റ് ചെയ്തുകൂടെ? No, it is not patentable. Why not? WIPO regulates that. Why not? Anything Why not? Why can't you patent a drug in Europe? Classical medicines cannot. The stand of government of India that classical Ayurvedic medicines cannot be patented. പക്ഷേ യൂറോപ്പിൽ ഏതൊരു ആയുർവേദ മരുന്നും ക്ലാസിക്കൽ മെഡിസിൻ ആയിട്ട്, ഈവൻ മെഡിസിൻ ആയിട്ട് അപ്രൂവ് ചെയ്തിട്ടില്ല. That is different reasons for that. പിന്നെന്താ ഈ മെഡിസിന്റെ അപ്രൂവൽ ഇത് പറയുന്നത്? എന്താ, മെഡിസിൻ ഇല്ലല്ലോ ഇവിടെ. ആയുർവേദ ഇസ് നോട്ട് എ മെഡിസിൻ ഫോർ ദം, ഇറ്റ്സ് എ ഫുഡ് മെറ്റീരിയൽ. ഹലോ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഡൗട്ടിലേക്ക് വരാം നവീൻ, ഡൗട്ടിലേക്ക് വരാം. ഇവിടെ ഇത് തീരട്ടെ. ആക്ച്വലി എനിക്കൊരു ക്ലാരിഫിക്കേഷൻ നിർത്താണ്ട്. എന്റെ അടുത്ത് ചോദിച്ചത് പ്ലസിബോ കൺട്രോൾഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസ് എന്താണെന്നായിരുന്നല്ലേ?
ഞാൻ അങ്ങനെയല്ല കേട്ടത്. വാട്ട് ഈസ് പ്ലസിബോ എന്നുള്ള ചോദ്യം ഞാൻ കേട്ടത്, അതുകൊണ്ടാണ് ട്ടോ അങ്ങനെ പറഞ്ഞത്. ഞാൻ ലിങ്കുകളെല്ലാം അയച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി എന്താ ചോദ്യം എന്ന്. അതുകൊണ്ടാണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നത്. പ്ലസീബോയിൽ എങ്ങനെയാണ് ഈ പ്ലസീബോ എങ്ങനെയാണ്, അല്ലെ ഹോമിയോയിൽ എങ്ങനെയാണ് പ്ലസീബോ ഉണ്ടാക്കുന്നത്? ഇല്ല, പ്ലസീബോ എഫക്റ്റ് മാറ്റി വെച്ചിട്ട് അതല്ലാതെ എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ പറയുന്ന ട്രയൽസ് എന്ന് എനിക്ക് മനസ്സിലായി. ഐ മീൻ അത് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. ചോദിച്ച ചോദ്യം എനിക്ക് അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട്. യെസ്. Okay, we move on to Don. ഹലോ. Yes. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നേരത്തെ തല ഉരുട്ടുന്ന കാര്യം പറഞ്ഞല്ലോ കുട്ടികളുടെ. അതിൽ ഇപ്പോൾ അതായത് ഇപ്പോൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോമോ അങ്ങനെ എന്തോ. അപ്പോൾ അതിൽ അവരുപയോഗിക്കുന്നത് ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് ബേബിയുടെ ഷേപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതുപോലെ What is the incidence of that out of a million babies? അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഡൗട്ടായിട്ട് ചോദിക്കുകയാണ്. ലെറ്റ് മീ കംപ്ലീറ്റ്. അപ്പോൾ ഇതിൽ ഈ തല ഉരുട്ടുന്നതിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ ശരിക്കും? അത് അശാസ്ത്രീയമായിരിക്കാം, പക്ഷെ അതിനെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലേ? അതാണ് എൻ്റെ ചോദ്യം. ഹലോ. അതിന് ഉത്തരം നേരത്തെ തന്നില്ല, കേട്ടില്ലായിരുന്നു? അല്ല, മാത്യു, What condition is he talking about? What is the prevalence of flathead syndrome? Okay. I don't think it's that common. Plagioscephaly. ഈ തിരുമുന്നോണ്ട് അത് നേരെ ആകാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് there and deformity occurs. പിന്നീട് പ്ലാസ്റ്റിക് കറക്ഷൻ ചെയ്യുവാണ് പലരും. ഈ പ്ലാജിയോസെഫലിയെ പറ്റിയാണോ ചോദിച്ചത്? അങ്ങനെ പറഞ്ഞറിയില്ല. ഇപ്പം വരാവേ. അല്ല, ബേസിക്കലി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിനകത്ത് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. തിരുമ്മി ഒന്ന് റൗണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഡോൺ ഈ ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം ആൻഡ് ഈ ജനിച്ച ഉടനെ കുട്ടികൾക്ക് ഉടനെ ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം ഉണ്ടാവും, അതുകൊണ്ട് ഇത് തിരുമ്മി ശരിയാക്കണം എന്നാണോ ചോദിക്കുന്നത്? എനിക്കിത് ചോദ്യം വ്യക്തമായില്ല, അത് ഇതുമായിട്ടുള്ള ബന്ധം മനസ്സിലായില്ല. അല്ല, അത് ഇപ്പോൾ എൻ്റെയും ഇപ്പോൾ കുട്ടി ഉണ്ടായ സമയത്ത് ഇതുപോലെ തിരുമണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനന്ന് വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ സാധാരണക്കാർ സെർച്ച് ചെയ്ത്. എന്തിനാ ഗൂഗിൾ സെർച്ച് ചെയ്തത്? ഡോക്ടറെ കണ്ടില്ലായിരുന്നു? അല്ല, ഡോക്ടറെ അതിനങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ശാസ്ത്രീയത പരിശോധിക്കാൻ വേണ്ടി നമ്മൾ സാധാരണക്കാർ സെർച്ച് ചെയ്യുമല്ലോ. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇതുപോലെ കണ്ടു. അപ്പം അതും ഈ ഒരു തിരുമലും. ബേബി ഹോസ്പിറ്റലാണോ ഡെലിവറി ചെയ്തത്? അതെ. അപ്പൊ ബേബി ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്തായിരുന്നോ? ബേബിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷെ എന്നാലും ഈ കാരണവന്മാരിങ്ങനെ ചെയ്യല്ലോ. അപ്പൊ അതില് നമ്മള് കാരണവന്മാർക്ക് പോയി പണി നോക്കാൻ പറയണം. അല്ല, അത് മെഷർമെന്റ് ഒക്കെ എടുക്കണ്ടേ? അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? അത് മെഷർമെന്റ് ഒക്കെ ചെയ്യത്തില്ലേ? ഒരു ബുക്കിന്റെ അകത്ത് എല്ലാം മെഷർ ചെയ്ത് തരത്തില്ലേ? പാരറ്റൽ മെഷർമെന്റ് ഒക്കെ. ഇല്ല, ഇവിടെ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷെ എന്നാലും സാധാരണ ചോദിക്കുന്നതിന് മറുപടി പറ. കുട്ടി അവൾ പ്രസവിച്ചു കഴിഞ്ഞ് കുട്ടിയെ കൈ തരുമ്പോഴത്തേക്ക് അവര് എങ്ങനെയാ തന്നത്? പ്രസവിച്ച് അപ്പഴേ എടുത്ത് തന്നെ അവർ ചെക്കപ്പ് ഒന്നും ചെയ്തില്ലേ? അത് ചെയ്യല്ലോ സാധാരണ. എന്നിട്ടല്ലേ തന്നത്? അതെ. അപ്പൊ ഇപ്പൊ എത്ര മാസമായി കുട്ടിക്ക്? 2 വയസ്സായി. 2 വയസ്സായി. ഇപ്പൊ തല എങ്ങനെയുണ്ട്? തല കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞ വല്ലതും ചെയ്തോ? ഹെൽമെറ്റ് ഒക്കെ വെച്ചോ? ഹെൽമെറ്റ് ഒന്നും വെച്ചില്ല. എന്റെ കുട്ടിക്ക് കുഴപ്പമുണ്ടായില്ല, പക്ഷെ സാധാരണ ഒരു ഈ കേരളത്തിലുള്ള എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇത്, തല ഉരുട്ടുന്നത്. അതിന് നേരത്തെ ഉത്തരം തന്നായിരുന്നില്ലേ? കിട്ടിയായിരുന്നോ ഉത്തരം? എന്താണ് ചോദ്യം? ഈ ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോമും എന്താണെന്നാണോ ചോദിക്കുന്നത്? ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം എന്താണെന്നാണോ ചോദിക്കുന്നത്? അതല്ല, ഈ ഒരു പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് എന്തേലും ഉപകാരമുണ്ടോ? ഒരു ഗുണവുമില്ല. I already said that. We actually explained that in detail. വളരെ വ്യക്തമായി അത് പറഞ്ഞതാണ്. അത് ഒരു ഗുണമില്ലാത്ത സാധനമാണ്. അങ്ങനൊന്നും തലയുടെ ഷേപ്പ് ഒന്നും മാറില്ല. ശരി, താങ്ക് യു. അജേഷ്. ഞാൻ ഒരു കാര്യം മിസ്റ്റർ സുജിത്തിനോടാണ് ചോദിക്കുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹിസ് ക്വസ്റ്റ്യൻ. ഹി വാസ് ടെല്ലിംഗ് സംതിങ്
Why he is keeping on shifting the goalpost? Because പുള്ളി ആദ്യം പറഞ്ഞത് based on the research paper, who owns who, and then he said that there is some kind of a bias in that. പുള്ളി പറയാൻ വന്നത്, എനിക്ക് പുള്ളിയുടെ അടുത്ത് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം. Because a certain journals are owned by certain people. Is there because there is a cross reference or a cross publication by these two which lead to a conflict of interest, or is it that he is telling about a bias that Ayurvedic medicine, Ayurvedic journals have not been published? Ayurvedic എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ളത് മിസ്റ്റർ അബി വന്ന് പറയായിരുന്നു. അത് വളരെ വ്യക്തമാണ്. അതിൽ there is no doubt about it, because you need to qualify. There should be a minimum qualification criteria for something to be published. അപ്പൊ പുള്ളി എന്താണ് അത് പറയാം? Because it was confusing to the people who are hearing as a commoner. So അത് എന്താണ് പുള്ളി പറയാൻ അത് ഉദ്ദേശിച്ചതെന്ന് ക്ലാരിറ്റി വേണം. Because it is confusing. Peer reviews-നെ invalidate ചെയ്യാനുള്ള ശ്രമമാണോ? I mean, is it misleading people? Yeah, it is misleading yeah, people. I mean, peer reviews are useless എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരാനുള്ള ശ്രമമാണോ, അതോ peer reviews ഇനിയും കുറെ കൂടിയൊക്കെ ഇംപ്രൂവ് ചെയ്യാനാണ്, അതിന്റെ പ്രോസസ് ഇംപ്രൂവ് ചെയ്യണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ആണോ? I mean, is it a wish that you wish that peer reviews would be more democratic? അതാണോ ചോദ്യം? What is the intent? Intent is because is there something is the way he told is it is creating an apprehension about among the way and the governance system in the peer review model, as well as because of the ownership pattern of these journals. So angana oru doubt there is a doubt, a casting of a doubt is coming in. And more importantly, it is not just one. There are like thousands of journals, okay, and the top maybe there are like 200 or 300 journals, medical journals, which are well reputed. Adile ella journals in category il pedumo? That is also another question, Ajesh. Yeah, adana enike he was just what, as a commoner, if I who is not into research and who doesn't publish paper, the impression as what has been got in this discussion is especially by Mr. Sujit is these publishers, these reputed journals are owned by cross-owned the people, and they are in hand in glove with each other, and it is something of that. It is based on their been a business interest or a priority, it is been put in. And the Ayurvedic medicine, which is of very, very qualitatively very high quality journals, are not being published, and he used the word exactly bias there. So this gives a little apprehension. These are all something which the journal process and the peer review model, all those things are it's hanky panky. That's what the impression he's Ajesh, at this point we should ask Sujit, what are the top at least decent journals that he would consider? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് പ്രസക്തമാണോ? Which would he consider? Yeah, that's correct. And then if he has any specific apprehension with respect to that, or any specific thing he want to discuss about those journals which he ഏതാണ് produces, Sujit, according to you, what do you think is a good medical journal? Would you class like the New England Journal of Medicine, the Lancet, the British Medical Journal, Nature Medicine, the Journal of Pediatrics, Journal of Clinical Oncology, Nature, or Journal of Clinical Investigation, PLOS Medicine? ഏതാണ്? Which one would you consider as a decent medical journal? Like top 5. Are you still here? I think before answering what are the top 5 journals, let me clarify. ഞാൻ പറഞ്ഞു വന്നത് there is both bias and conflict of interest എന്നുള്ളതാണ്. And second point, impact factor is not a foolproof system, and a journal with impact factor doesn't mean that whatever it published is science. ഇതായിരുന്നു എൻ്റെ പോയിന്റ്. And if you look, ഇപ്പോൾ കുറെ ജേർണൽസിന്റെ പേര് പറഞ്ഞു, yes, they are all considered to be a good journal, but that doesn't mean everything that comes in that is good science. Thank you. അത് സുജിത് ഞാൻ പറഞ്ഞ അത് ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞതാണ്. അതായത് there may be some minor, അതായത് ചെറിയൊരു സ്മോൾ 1000 പേപ്പർ എടുത്താൽ ഒരു പേപ്പർ ചിലപ്പോൾ അതിൽ സയന്റിഫിക് മിസ്കണ്ടക്ട് ഉണ്ടായേക്കാം.
Kaipalli, sorry, you were- Even Sanathanan, even if there is like a 1% or 2% you know frauds in those published in those journals, അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബാക്ക്ലാഷ് എന്തായിരിക്കും സനാതൻ? yes, it will be terrible. Like ആ പബ്ലിഷ് ചെയ്ത ആൾക്കാരുടെ ചിലപ്പോൾ ലൈസൻസ് വരെ ക്യാൻസൽ ആവും. It's a like അതെന്തായിരിക്കും അതിന്റെ that's a സിറ്റുവേഷൻ എന്തായിരിക്കും? അതെ, അവർക്ക് ഏതെങ്കിലും മെഡിക്കൽ കോൺഫറൻസിൽ പോയി മുഖം കാണിക്കാൻ പറ്റുമോ? I don't remember the exact incident, but like ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് like it ended up in suicide because അവര് മിസ്കണ്ടക്ട് ചെയ്തിട്ട് അവരുടെ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ആയി. അങ്ങനത്തെ ഒരു വലിയ ഇഷ്യൂ ആണ്. ചൈനീസ് സ്റ്റുഡന്റ് ആയിരുന്നു സൂസൈഡ് ചെയ്തത്. Yes. I don't remember, but I അത് just flash. ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ വരുന്നത് സത്യത്തിൽ കൊതിക്കറുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിലൊന്നും കയറി പറ്റാനുള്ള ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റേറ്റീവ്ലി ഇറ്റ് ഇസ് ഓൾ ക്രാപ്പ്. സോ ഇവര് പബ്ലിഷ് ചെയ്യുമ്പോൾ അവരെടുക്കില്ല, അവര് പോയി പണി വാങ്ങാൻ പറയും. അതായിരിക്കും. അപ്പോ Exactly, that's a problem. Like exactly, this is Kaipalli, this is exactly the problem I was referring back. This is exactly the problem. Because your publications are not meeting the quality criteria for to be published. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുതിയ സ്മോക്ക് സ്ക്രീൻ ഉണ്ടാക്കുകയാണ്. This process is completely wrong. The peer review process, the journals, and all those things are something of something doubtful. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണ് rather than improving your science. ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. there is lot of discussion on this already. അജേഷ്, അതൊക്കെ ഇന്ത്യ എന്നുള്ള ഈ ഡിസ്കഷൻസ് ആണ് നമ്മളൊക്കെ ഞാൻ ആയുർവേദ സൈഡ് അല്ല പറയുന്നത്. ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ആയുർവേദ. ഐ എം ടെല്ലിംഗ് ദ പബ്ലിക്കേഷൻസ്. ഈ ഇമ്പാക്ട് ഫാക്ടർ സിസ്റ്റം ഉള്ള ഒരു ജേർണലിൽ പേപ്പർ പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നത് ഇസ് നോട്ട് ഗുഡ് സയൻസ്. അതിനൊരു ക്രൈറ്റീരിയ പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. All that is published in the impact factor. ഇനിയിപ്പോ കൈപ്പിള്ളി അങ്ങനെ തിരിക്കണ്ട. ഐ എം നോട്ട് ടെല്ലിംഗ് all that is published in impact factor is not good science എന്നല്ല ഞാൻ പറയുന്നത്. Everything that comes in impact factor is not good science. ഇമ്പാക്ട് ഫാക്ടർ ഉള്ള ജേർണലിൽ പബ്ലിഷ് ചെയ്തു എന്നതുകൊണ്ട് അതിനെ ഗുഡ് സയൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. Sujit, you are coming back again to the same area. See, I told you these are all methods to weigh. Actually, ഇവിടെ രണ്ട് കാര്യങ്ങൾ നടന്നു. ഇദ്ദേഹം ആദ്യമേ പറഞ്ഞു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ ബയസ് ഉണ്ടെന്ന് പറഞ്ഞു. ബട്ട് ഹി ഡസ് നോട്ട് റിയലൈസ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വേറെ, ബയസ് വേറെ. ബയസ് എന്താണെന്നുള്ള ഇദ്ദേഹം പറഞ്ഞില്ല. ആങ്കറിംഗ് ബയസ് ആണോ, ഫ്രെയിമിംഗ് ബയസ് ആണോ, കൺഫർമേഷൻ ബയസ് ആണോ, എന്ത് ബയസ് ആണെന്ന് പറഞ്ഞില്ല. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്താന്ന് പറഞ്ഞില്ല. ബ്രൈബറി കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണോ, ലോബിയിങ് ആണോ, ഷില്ലിംഗ് ആണോ, അതും പറഞ്ഞില്ല. വെറുതെ വാക്യങ്ങൾ യൂസ് ചെയ്തുള്ളൂ. പക്ഷെ ഇദ്ദേഹം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശരിയായ ബയസാണ്. അതിന്റെ പേരാണ് സെൽഫ് സെർവിങ് ബയസ്. അതായത് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മറ്റത് ശരിയല്ല എന്ന് വരുത്തി തീർക്കുകയാണ്. സെൽഫ് സെർവിങ് ബയസ്. അപ്പൊ നോ യുവർ ബയസസ് വെൽ ബിഫോർ യു കം ഇൻ ടു കോൺവെർസേഷൻ റിഗാർഡിംഗ് ബയസ്. Right, Sujit, thank you. Do stay on. You are quite entertaining. Sadishan, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ പേര് കിട്ടി. ഞാൻ ഇപ്പൊ എബി പറഞ്ഞപ്പോഴാണ് ലോബിങ് അതാണ് നടക്കുന്നത്. That is what is happening. These are all lobbyists for traditional medicine. Yeah. These people, I was doing a background check and I have sent some links to Nishad and just they are basically lobbyists. Okay, got it. This is exactly what we also tell about you. Myaragam. You can say whatever about me. We are not lobbying on behalf of anyone. Bring the evidence we are before you proud make. to say we are lobbying for science. We are very proudly saying it. We will again lobby for science. No problem. But not like you, Sajid. Do stay on. You're entertaining. ഞാൻ ഈ വഴിക്ക് പോയപ്പോ ഈ ഗ്രൂപ്പിൽ കയറിയതാണ്. അതെ. No intention, nothing. No, Sujit, I just want to just a minute. Give me a minute, Sujit. I just want to I'm not a doctor here, okay? First of all, and let me put it very clear as if I am listening to you as a commoner. My name is Ajesh, okay? ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചു മുന്നേ ചോദിച്ചാണ്. ഓക്കെ, ഞാനൊരു കോമണർ ആയിട്ട് നിങ്ങൾ വാട്ട് എവർ യു ഹാവ് ടോൾഡ് ആൻഡ് വാട്ട് എവർ യു ആർ പ്രൊപ്പഗേറ്റഡ് ഹിയർ ആൻഡ് യു ആർ casting an apprehension on all this process of peer review on journals, and your intentions are very clear.
That's the way you are just gimmicking words between between the conflict of interest, bias, and this is not good, impact journal. So it's all creating a smoke screen that this system of this peer review and journals are all are scrapped. Since because that's because of the thing that Ayurveda medicines are not being research are not being I didn't say. അതാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. I am just telling, I am just moving out Ajesh, Ajesh, thank you. degrees and engineering Okay, and my area as a Ajesh, commoner. Ajesh, What you are Please, saying please is Ajesh, don't yell. Ajesh, Please don't Ajesh, yell. Ajesh, Yeah, let's move on. Ajesh. Let's move on. Let's move on. സതീശൻ ഹായ് കൈപ്പള്ളി കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, എന്റെ ചോദ്യം അബി ഫിലിപ്സിനോട്, ഡോക്ടർ അബി ഫിലിപ്സിനോട്. അബി ഫിലിപ്സ് പറഞ്ഞായിരുന്നു ഇപ്പൊ ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞു. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആൻഡ് കുഡോസ് ടു യു ടു ഡു ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം വിച്ച് യു മെൻഷൻ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി അന്ന് വിക്കിപീഡിയ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. കഴിഞ്ഞ തവണ അബി പറഞ്ഞപ്പോ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തായിരുന്നു, പക്ഷെ അന്ന് അബി ലെഫ്റ്റ് ആയിരുന്നു. അപ്പം ഞാനത് വിക്കിപീഡിയയിലൊക്കെ പോയപ്പം ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അതിന്റെ ഹിസ്റ്ററി കണ്ടപ്പം ആ ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിരിക്കുന്നത് this was first recorded practice of treating colon diseases with fecal matter occurred in India in Charaka Samhita and many other ancient Ayurvedic texts. So, എൻ്റെ ഒരു ചോദ്യം വെച്ചാല്, did Abhi Phillips already know this and was it a sort of an extension out of that or something? എൻ്റെ ഒരു curiosity ആണ്. You can explain that, please. Thank you. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി ആയുർവേദത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. ഇറ്റ് ഈസ് ആക്ച്വലി റോങ്ലി റിട്ടൺ. സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത് ചൈനീസ് മെഡിസിനിലാണ്. ലീ ഷെൻസൻ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് മങ്ക് ആണ് ഇത് ആദ്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ അന്നത്തെ ട്രീറ്റ്മെന്റിന്റെ പേര് യെല്ലോ സൂപ്പ് എന്നായിരുന്നു. അതായത് ഇദ്ദേഹം ഹെൽത്തി ആയിട്ടുള്ള പിള്ളേരുടെ മലമെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഹെർബ്സ് ഒക്കെ എന്തോ ഇട്ടിട്ട് അത് ഫ്രഷ് ആയിട്ട് അസുഖമുള്ള വയറ്റിളക്കമുള്ള പിള്ളേർക്ക് കൊടുക്കുമായിരുന്നു, ഡയറക്ട്ലി സൂപ്പ് മാതിരി കുടിക്കാൻ. ആ ഹെർബൊക്കെ ഇടുന്നത് അതിന്റെ മണം മാറാൻ വേണ്ടിയായിരുന്നു. അതായിരുന്നു ആദ്യമേ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് വർഷങ്ങളോളം ഇതിനെപ്പറ്റി ആരും ഒന്നും പഠനം നടത്തിയില്ല. 1950s ഒരു സർജൻ, യു കെ ബേസ് സർജൻ ആണ്, അദ്ദേഹമാണ് ആദ്യം ചെയ്തത്. ഒരു സൂഡോ മെമ്പർനസ് കൊളൈറ്റിസ്, അതായത് നമ്മൾ ഇപ്പൊ സർജറി ഒക്കെ ചെയ്ത് കുറെ നേരം ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസിൽ വൻകുടലിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ മൂലം വയറ്റിളക്കം വരുന്ന, നമ്മൾ മരുന്ന് കൊടുത്താലും നിൽക്കാത്ത ടൈപ്പ് വയറ്റിളക്കം വരുമ്പം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ മലമെടുത്ത് ഈ പേഷ്യൻസിന് കൊടുത്തു, എനിമമാര് കൊടുത്തു. അപ്പൊ അവരുടെ ഈ ഇൻഫെക്ഷൻസ് ഒക്കെ മാറുന്നതായി കണ്ടു. അതാണ് മോഡേൺ മെഡിസിൻ ആദ്യമായിട്ട് നടന്ന സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ്. അത് കഴിഞ്ഞിട്ടാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് UK നെതർലൻഡ്സിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ക്ലോസ്ട്രീഡിയം ഡിഫിസൽ കൊളൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തിന് വേണ്ടി സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് മോസ്റ്റ് ഇഫക്റ്റീവ് ആണെന്നുള്ളത് കണ്ടുപിടിച്ച് ന്യൂ ഇംഗ്ലണ്ട് ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ട് അത് പിന്നെ മുന്നോട്ട് പോയത്. ഈ അടിസ്ഥാനപരമായ ആ മൈക്രോബയോട്ട, അതായത് ഈ ബാക്ടീരിയ ചേഞ്ച് ചെയ്താൽ ചില അസുഖങ്ങൾ മാറാം എന്നുള്ളതിന്റെ ബേസിക് സയൻസ് വർക്ക് ആദ്യം വന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രഞ്ച് ഗ്രൂപ്പ് അത് ചെയ്തത്. ആ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ചെയ്തത് മൈസിലാണ്, എലികളിലാണ്. അതിന്റെ ആദ്യത്തെ പഠനം ഹ്യൂമൻസിൽ ചെയ്തത് ഞങ്ങളുടെ ഗ്രൂപ്പാണ്, ഞാൻ ഡൽഹിയിലായിരുന്നപ്പോഴാണ്. എന്നിട്ടാണ് നമ്മൾ ഇത് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു പൈലറ്റ് സ്റ്റഡി നടത്തിയത്. അതിന്റെ കുറെ സ്റ്റഡികൾ പിന്നെ നടന്നിരുന്നു. ഇത് ചരക സംഹിതയിലോ സുശ്രുത സംഹിതയിലോ ഒന്നും ഇതിനെപ്പറ്റി എഴുതിയിട്ടില്ല. ഇത് ട്രഡീഷണൽ ചൈനീസ് ആണ് ശരിക്കും. പക്ഷെ അതിന്റെ മോഡേൺ മെഡിക്കൽ ആസ്പെക്റ്റും അതിൻ്റെതായ ശരിക്കും ഈ ബാക്ടീരിയ നല്ലത് ചീത്ത എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ടൂൾസ് ഒക്കെ വന്നത് 1950s കഴിഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഉൽപ്പന്നം വന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എനിക്ക് തോന്നുന്നത് വിക്കിപീഡിയക്ക് ഇപ്പൊ ആയുർവേദത്തിനെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ മെഡിസിനെയോ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്കൊരു അതോറിറ്റേറിയൻ ഇതില്ലേ, ഇതൊരു തെറ്റാണെങ്കിൽ ആ വിക്കിപീഡിയ അപ്ഡേറ്റ് ചെയ്യണോ? അല്ലെ ഫോർ എ കോമൺ പീപ്പിൾ ദ ഹോൾ മാസ് ആക്ച്വലി ഗോസ് ടു വിക്കിപീഡിയ ഫോർ ഓൾ. സോ അത് ആ ഒരു റോങ് ക്ലെയിം ഡിലീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണമെന്നോ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും എഫേർട്ട് ഉണ്ടായിരുന്നോ? ഇല്ല, അത് ആക്ച്വലി ഞാനിപ്പോ ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ്, ഞാൻ വിക്കിപീഡിയ വായിച്ചിട്ടില്ല ഇതിനെപ്പറ്റി. FMT നമ്മൾ യൂഷ്വലി നല്ല ബേസിക് സയൻസ് ജേണലാണ് വായിക്കുന്നത്. പക്ഷെ ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് ഫസ്റ്റ് ലൈനായിട്ട് അവർ എഴുതിയേക്കുന്നത് ചരക സംഹിത എന്നാണ്. പക്ഷെ അതിന്റെ ഒരു ബ്യൂട്ടി കണ്ടോ, അവർ എഴുതിയേക്കുന്നത് റിട്ടൺ ഇൻ ചരക സംഹിത എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് റെഫറൻസ് ഇല്ല. ഇത് ആരോ എഴുതി കൂട്ടി ചേർത്തേക്കുന്നതാണ്. അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കറക്റ്റ് റെഫറൻസ് കൊടുത്താൽ അവർ കറക്റ്റ് ചെയ്യും. സെക്കൻഡ് ലൈനാണ് കറക്റ്റ്, ചൈനീസ് ആണ് ശരിക്കും അത്. Okay, thank you, Abhi. That's all from me. Thank you very much. If I can add, I'm not ഇപ്പൊ പറഞ്ഞ പോയിന്റ് എതിരെ പറയല്ല. There is a recent paper which has been published wherein there is a connection between Ayurvedic Prakriti and
the signature gut microbiome. എന്ന് പറഞ്ഞിട്ട് I have not read the paper. I was just ഇപ്പോൾ ഈ സംസാരിച്ചപ്പോൾ I was just going through that. It's published in last month and it's published from Ramaya in Bangalore. Thank you for that, Sujit. ഒരു മിനിറ്റ് കൈപ്പള്ളി, അത് നേരത്തെ ഉള്ളൊരു ക്വസ്റ്റ്യൻ. ഇടയ്ക്ക് ഒരു പേഷ്യന്റ് കയറി വന്നോണ്ട് ഐ കുഡന്റ് ക്ലാരിഫൈ. ഈ ഫ്ലാറ്റ് ഹെഡ് ഒക്കെ വരുമ്പോൾ ചില ഇൻഫന്റ്സിന് ദേ ഹാവ് എ ടെൻഡൻസി ടു ലൈ ഡൗൺ ഓൺ വൺ സൈഡ്, ആൻഡ് ഇഫ് ദേ ഡു ദാറ്റ് ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ് ഓഫ് ടൈം ഇറ്റ് മേ ലീഡ് ടു ഡിഫോമിറ്റീസ് ഓഫ് പൊസിഷണൽ പ്ലേഗിയോസെഫാലി. അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് ഹെഡ് മേ ബി ഡ്യൂ ടു സം deformation in the skull, ഒരു birth defect പോലെ വരാം. Congenital deformity. Usually these things resolve within few weeks or by changing the position of the head. If it doesn't, ഇപ്പൊ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ആൻസർ പറഞ്ഞില്ലേ, ബാൻഡേജ് ഒക്കെ വെച്ച് കെട്ടി കുറെ നാൾ നമ്മൾ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ വി ക്യാൻ മോൾഡ് ഇറ്റ് ലൈക്ക് എന്താ പറയുക, ഈ പ്ലാന്റ്സ് ഒക്കെ വളഞ്ഞൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് നമ്മൾ ഇപ്പൊ കിരൺ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു ടെററിയത്തിന് അതുപോലെ നമുക്ക് വി ക്യാൻ ഡയറക്റ്റ് ഇറ്റ് ടു ഗ്രോ ഇൻ എ സർട്ടൻ വേ. ബട്ട് ഈ തിരുമിയിട്ട് കൈ വിടുന്ന പോലെ അല്ല, യു കീപ് ഇറ്റ് ഇൻ. അപ്പം ഞാൻ ബാൻഡേജ് എന്ന് പറഞ്ഞാലും മോൾഡഡ് ഹെൽമെറ്റ് ക്യാൻ ബി യൂസ്ഡ്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ക്ലാരിഫൈ ദാറ്റ്. ഹലോ, can you hear me? Yeah. അത് ഇത് രണ്ടും രണ്ടല്ലേ. മറ്റേതെന്ന് വെച്ചാല് ഒരു ബോൺസായി പോലെ നമ്മൾ ഒരു കണ്ടെയ്ൻമെന്റിന്റെ അകത്ത് വെക്കുന്നതും അതൊരു ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ആ ഫോർമേഷൻ ഉണ്ടാവുന്നതും, മറ്റത് തടവി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ ഒന്നുമില്ലല്ലോ. നമ്മൾ ആ പ്രഷർ വിട്ട് കഴിയുമ്പോൾ ഇറ്റ് വിൽ കം ബാക്ക് ടു ഇറ്റ്സ് പൊസിഷൻ. അത് ഞാൻ ക്ലിയർ ആയിട്ട് ആദ്യം പറഞ്ഞായിരുന്നു. ബാൻഡേജ് വെച്ച് കെട്ടി വെക്കുവാണെങ്കിൽ ഞാൻ അത് ക്ലിയർ ആയിട്ട് ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞായിരുന്നു. രണ്ടാം പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഈ ഒരു ഫ്ലാറ്റ് സിൻഡ്രോമിന്റെ ഗൂഗിൾ ആർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് ഈ തടവലിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണമെങ്കിൽ പറ്റും. അതാണല്ലോ ഈ കൺഫർമേഷൻ ബയസ് ആൻഡ് ചെറി പിക്കിംഗ് എന്ന് പറയുന്നത്. അല്ല, എനിവേ ഐ വാണ്ടഡ് ടു ജസ്റ്റ് കൺഫേം ദാറ്റ്. So we will go to Ashraf. താങ്ക് യു കൈപ്പള്ളി. ഞാൻ ഈ വിഷയമായിട്ട് മാറിപ്പോണ്ട ക്ഷമിക്കണം. ഈ വിക്കിപീഡിയയില് ഈ ഹോമിയോപ്പതിയെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്യൂഡോ സയൻസ് ആണ്, കപടശാസ്ത്രമാണ് എന്നുള്ള കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ഇവര് ഒന്ന് തിരുത്താത്തത്? അങ്ങനെ തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ല അതില്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം അത് ലോക്ക്ഡ് പേജാ, പറ്റില്ല. അല്ല, ഞാനും വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കണ്ടിന്യൂ. അതായത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് അങ്ങോട്ട് ഒരു ഗ്രൂപ്പില് ആ ടോപ്പിക്ക് തന്നെ വിക്കിപീഡിയ നോക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് അവിടെ ചെന്നപ്പോ അതൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ അവരെ ടോപ്പിക്ക് തന്നെ അതാണ്, വിക്കിപീഡിയ നോക്കിയിട്ട് ഇങ്ങോട്ട് കയറേണ്ടതാണ്. അതുകൊണ്ട് അത് ചോദിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതൊന്ന് കറക്റ്റ് ചെയ്താൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ. എല്ലാ ചോദ്യം ചോദിച്ചോളൂ, ഒരുമിച്ച് ആൻസർ ചെയ്യാം. അല്ല, അടുത്ത റിക്വസ്റ്റ് ആണ്. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞതാണ്. അന്നേരം നിങ്ങൾ പരമാവധി ഒന്ന് ഇംഗ്ലീഷ് കുറയ്ക്കുകയാണെങ്കിൽ താഴെ കേട്ട് നിൽക്കുമ്പോഴേ, ഇപ്പൊ ഈ മുമ്പ് വന്ന ഈ മദനൻ എന്നൊക്കെ പറഞ്ഞ മറ്റേ പുള്ളി സംസാരിച്ച ഒന്നും മനസ്സിലായില്ല സത്യത്തില്. ഇത് പരമാവധി മലയാളം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോ. അഷ്റഫേ, സംഭവം എന്താന്ന് വെച്ചാല് അത് തുടങ്ങിയത് മദൻ തുടങ്ങി, പിന്നീട് അത് സുജിത്ത് കണ്ടിന്യൂ ചെയ്തു. മദനോട് മറുപടി പറയാനായിട്ട് ഞാനും ഇംഗ്ലീഷ് ഉപയോഗിച്ചു. ഞാനത് ഐ എം റിയലി സോറി ദാറ്റ് ഐ ഡിഡ് ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. സംഭവം എന്താന്ന് വെച്ചാല് സുജിത്ത് ഇടയിൽ കയറി പറയല്ലേ. ഞാൻ 3-4 തവണയായിട്ട് പറയാണ്. ഇനി എന്നെ കൊണ്ട് താഴെ ഇറക്കിപ്പിക്കരുത്. അഷ്റഫേ, അത് സംഭവം എന്താന്ന് വെച്ചാല് ഈ ചില ആൾക്കാര് എനിക്കും ഉള്ളതാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് ചില വാക്കുകൾ കിട്ടാതെ അപ്പൊ ഇംഗ്ലീഷിൽ പോകും. അത് ആരെങ്കിലും കൂടെ ഇരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തണം. ഞാൻ മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താറുണ്ട്, എന്നെ ആരും ഓർമ്മപ്പെടുത്താറില്ല. അതുകൊണ്ട് സംഭവിച്ചാണ്, ക്ഷമിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറെ ഇങ്ങോട്ട് ഇവിടെ വരാതെ ഓർമ്മപ്പെടുത്താൻ പറ്റില്ല. താഴെ നിന്നിട്ട് പറ്റില്ല. കുറെ ആൻഡ്രൈസ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല, മനസ്സിലാകാത്തോണ്ട്. ദയവായി ഇത് ഒന്ന് ഓർമ്മിപ്പിക്കണം, അത് ഈ മലയാളത്തിലേക്ക് പോകാനായിട്ട്. ഞാൻ പലപ്പോഴും ചെയ്യുന്നതാണ്, പക്ഷെ എനിക്ക് മിസ്സായി. സുജിത്ത് പറയൂ. ഈ മദൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ കഷ്ടപ്പെട്ടാണ് മലയാളം സംസാരിക്കുന്നത്.
ഈസ് ആൻ UK ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. ബോൺ അല്ലായിരിക്കാം, ഈസ് ഇൻ UK. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം മലയാളം തന്നെ സംസാരിക്കുന്നത്. സുജിത്ത്, ഞാനും എന്റെ 23ാമത്തെ വയസ്സിലാണ് ഞാൻ ഇങ്ങനെ മലയാളം പഠിച്ചത്. ഞാനും ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഔട്ട്സൈഡ് കേരളയാണ്. അപ്പൊ ഈ എല്ലാവർക്കും എന്നെ പോലെ പറ്റണമെന്നല്ല. പറയട്ടെ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണമെങ്കിൽ. പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രമേ ഒക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞാല് പിന്നെ ഒക്കൂല. പിന്നെ ഒന്നും ഏക്കൂല. അവിടെ അറിയാതെ സംസാരിക്കുന്നത് കുഴപ്പമില്ല. പറഞ്ഞിട്ടും പിന്നെ വീണ്ടും ഇംഗ്ലീഷിലിട്ട് തള്ളിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് ഇന്ന് റൂം മണി ഏകദേശം ആവാറായി. ഇനി ഒരു 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചേർക്കാം. അഷ്റഫ്, താങ്ക് യു ഫോർ ദാറ്റ്. ഇറ്റ് ഇസ് അത് നമ്മൾ ഓർമ്മിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മലയാളത്തിൽ തന്നെ പരമാവധി സംസാരിക്കാൻ ശ്രമിക്കുക. ഇജാസ് ഓർമ്മിപ്പിക്കുക. എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. കൈപ്പള്ളി വിക്കിപീഡിയയോട് ഒന്ന് പറഞ്ഞു കൊടുക്കും. വിക്കിപീഡിയയിൽ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? അപ്പൊ നമ്മൾ ഒരു ലേഖനം എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് വിക്കിപീഡിയയിൽ ഒരു നമ്പർ കാണാൻ പറ്റും. ആ നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും താഴേക്ക് പോകും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആ വരിയുടെ പ്രസക്തി എന്താണെന്ന് ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ലിങ്ക് വരും. അവിടുന്നാണ് ആ എടുത്തിരിക്കുന്നത്. വിക്കിപീഡിയയിൽ ഒറിജിനൽ മെറ്റീരിയൽ, അതായത് അതിന് പുതിയ റിസർച്ച് ഒന്നും വിക്കിപീഡിയയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പുതിയ പഠനങ്ങളൊന്നും വിക്കിപീഡിയയിൽ വരില്ല. നേരത്തെ എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ അവലംബമായിട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വഴികാട്ടിയായിട്ടാണ് വിക്കിപീഡിയ ഉപയോഗിക്കേണ്ടത്. അതേപോലെ പോയാ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഇവർക്ക് ഒരിക്കലും ഈ ഹലോ വിക്കിപീഡിയയിൽ തെറ്റായിട്ടൊരു സംഗതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റും. അത് തിരുത്തിയിട്ട് വീണ്ടും ആ തിരുത്തില് വീണ്ടും വേറൊരു സാധനം കൊണ്ടുവച്ച് തെളിവില്ലാത്ത രീതിയിൽ അതിനെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എഡിറ്റേഴ്സ് ഉണ്ട്. അവരതിനെ അങ്ങ് ലോക്ക് ചെയ്യും. അലമ്പ് കാണിച്ചാൽ അവർ ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്താൽ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് അപ്പീൽ കൊടുത്ത് ഡിസ്കഷനിൽ കൂടി, അതിനകത്തൊരു ഡിസ്കഷൻ പേജ് ഉണ്ട് വിക്കിപീഡിയയിൽ തന്നെ. ആ ഡിസ്കഷനിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കുക. എന്തുകൊണ്ടാണ് അത് ലോക്ക് ചെയ്തതെന്നുള്ള വിശദീകരണം അതിൽ കാണും. ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് വിക്കിപീഡിയയിൽ നടക്കുന്നത്. അവിടെ ഈ നമ്മളുടെ ദേശീയ ഭാരതീയ പൈതൃകം കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവന്മാരെടുത്ത് ദൂരെ എറിയും. അത് നമുക്ക് താല്പര്യമുള്ള സംഗതികൾ പോലും വിക്കിപീഡിയയിൽ നിരന്തരം എഴുതുന്നവർക്ക് പോലും അവിടെ ഒരു സംഗതികൾ മാറ്റാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു സിസ്റ്റം. ഒരുപാട് ലേഖനങ്ങൾ ഞാനും എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇംപ്രൂവ് ചെയ്താണ് വിക്കിപീഡിയ മുന്നോട്ട് പോകുന്നത്. ആദ്യം എഴുതിയ ലേഖനങ്ങളൊന്നും അവിടെ കാണില്ല. അതിനൊക്കെ മാറ്റി അതിനെ പരിവർത്തനം നടത്തി പരിണാമത്തിൽ കൂടി തന്നെയാണ്, അറിവിന്റെ പരിണാമമാണ് വിക്കിപീഡിയയിൽ നടക്കുന്നത്. അത് മനസ്സിലാക്കാനും അതിന്റെ സങ്കീർണതയും ഒന്നും മനസ്സിലാക്കാതെ ചുമ്മാ പുറമേ നിന്ന് നോക്കിയിട്ട് ഏതോ ഒരു കമ്പനി നടത്തുന്നതാണ് വിക്കിപീഡിയ എന്നൊക്കെയാണ് അവിടെ ഓരോരുത്തന്മാരെ വന്നിട്ട് പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. പറയാനുള്ളവർ പറയട്ടെ. ഇതൊക്കെയാണ് ഈ ആധുനിക യുഗത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക. നിങ്ങളുടെ സയൻസിന്റെ മെത്തഡിൽ കൂടി നിങ്ങൾക്ക് പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക. അല്ലെങ്കിൽ സയൻസിന്റെ മെത്തഡിലേക്ക് വരിക. ഗോ ത്രൂ ദ പ്രോസസ്, ക്വാണ്ടിഫൈ യുവർ ടേംസ്, ഡോണ്ട് ബി ആംബിഗ്യുവസ്. ഒരു ആപ്പിൾ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കും ആപ്പിൾ ആയിരിക്കണം. വെലോസിറ്റിക്ക് അതിൻ്റെതായ ഫിസിക്സിൽ അതിൻ്റെതായ നിർവചനമുണ്ട്. ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്നത് വെലോസിറ്റി വെച്ചല്ല. ഇങ്ങനെയൊക്കെയുള്ള ആംബിഗ്യുവസ് ആയിട്ടുള്ള ടേംസ് എടുത്ത് വെച്ചിട്ട് സയൻസിന്റെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദ്യം ചോദിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ദേഷ്യം വരും. അതിനെ കൈയടിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ കയറി വരും. അപ്പം നമ്മൾ അവരുടെ അടുത്ത് മിണ്ടായിരിക്കാൻ പറയും. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായ അഷ്റഫ്? കേട്ടില്ല. Okay, Roshan, Anupa, or thank you. Anyone sitting here would like to add something, because I'll be closing the room in the next 2 minutes. Nothing more, Nishad. Thank you. All right, Anupa. No, it was great. Pseudoscience-ന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, അതായത് തുടങ്ങുമ്പോൾ തൊട്ട് അവർ പറയാൻ പോകുന്ന ഞാനൊരു സാധാരണക്കാരനാണ്, അതുപോലെ തന്നെ
എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും തന്നെ ഇതിനകത്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അറിയാൻ മേല എന്നുള്ള ഒരു രീതിയിൽ വരും. പക്ഷെ പിന്നെ അവരെ ആർഗ്യൂ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മളെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പക്ഷെ അഗൈൻ ഇതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ആൾക്കാരെ ഈ സ്മാർട്ട് ഗോൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് പഠിപ്പിക്കുക എന്ന് ആയതുകൊണ്ടും സ്പെസിഫിക് മെഷറബിൾ അറ്റൈനബിൾ അല്ലെങ്കിൽ റീറ്റെയിനബിൾ ആയിട്ടുള്ള ടൈം ഫ്രെയിംഡ് ആയിട്ടുള്ള ഗോൾസ് ആണ് സയൻസ് കൊണ്ട് നമ്മൾ സാധിച്ചെടുക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും എന്താ പറയാ ഇതൊക്കെ തന്നെയാണ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും കൈപ്സ് കഫേയില് എന്ന് പറഞ്ഞുകൊള്ളുന്നു. ആൻഡ് താങ്ക് യു നിഷാദ്, താങ്ക് യു ഫോർ ഓൾവേസ് ബീങ് ലൈക്ക് enthusiastic and leading. Okay. Thank you, Sujit. നല്ലൊരു എക്സസൈസ് ആണ്. ഇൻഫാക്ട് നല്ല ഡിസ്കഷൻസ് നടക്കും. ഇൻഫാക്ട് എന്താ പറയാ, ഐ എം നോട്ട് ബയാസ്ഡ് ടുവേർഡ്സ് എനി പ്ലേസസ്. പക്ഷെ at one point of life I could understand there is difference in language in both sides. But I'm just trying to, what exactly you are doing is what I am also doing. I doubt that, but see, the thing